السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونستهديه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن سيدنا ونبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم رب تقبل دعوتي واغسل حوبتي وسدد لساني. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وكل شيء فصلناه تفصيلا. صدق الله العلي العظيم. وقال سيدنا ومولانا محمد صلى الله عليه وسلم: تركت فيكم أمرين لن تضلوا ما تمسكتم بهما كتاب الله وسنة رسوله. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحدي. مولاي صل وسلم دائما أبدا. വന്നിരായ ചൂടിയ ഉമറാക്കൾ, മഹല്ല് സഹോദര സഹോദരിമാർ ഒത്തുചേർന്നതിനെ അള്ളാഹു അവന്റെ സ്വർഗത്തിലും ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു എല്ലാവിധ ബുദ്ധിമുട്ടുകൾ. രണ്ടാളുകൾ കൗണ്ടറിൽ ഇരുന്ന് കണക്ക് ദൂരെ നിൽക്കുന്ന ആളുകളൊക്കെ രണ്ടാമത് പറയാൻ ആവശ്യമുണ്ടാകാതെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുമ്പിൽ ഒരു ദിവസം ജിബ്രീൽ അലൈഹിസ്സലാം നീണ്ട സംഭാഷണം നടത്തുകയും ചെയ്ത സുദീർഘമായ ഒരു ചരിത്രമുണ്ട്. ചരിത്രം ഇങ്ങനെയാ തുടങ്ങുന്നത്: മദീന പള്ളിയിൽ പ്രവാചകൻ ഇരിക്കവേ സഹാബത്ത് നിറച്ചു നിൽക്കുന്ന സദസ്സിലേക്ക് ഒരാൾ വന്നു എന്ന് പറഞ്ഞാൽ ആ സദസ്സിൽ ആർക്കെങ്കിലും മൂപ്പരെ പരിചയം വേണം. ആർക്കും പരിചയമില്ല. ഒരാൾക്കും പരിചയമില്ലാത്ത ഒരാളാകുമ്പോൾ എവിടെയോ നിന്ന് കടന്നു വന്ന ആളാകണം. ഇന്നത്തെ പോലെ AC ഇട്ട കാറിൽ വരുന്നതല്ലല്ലോ. എന്നാലും ഷർട്ടൊന്നും ചുളിയാണ്ടിക്കൂല. അദ്ദേഹത്തിന്റെ ഷർട്ട് ചുളിഞ്ഞിട്ടില്ല. ശാരീരിക യാത്രന്റെ ഒരടയാളവുമില്ല. പൊടിതൂളങ്ങളും മറ്റുമില്ല. അദ്ദേഹം നേരെ വന്ന് കീറി മുറിച്ച് സദസ്സിൽ കയറി പ്രവാചകരുടെ തിരുമുറ്റത്ത് മുമ്പിൽ വന്നിരുന്ന് അദ്ദേഹത്തിന്റെ രണ്ട് കാൽമുട്ടുകളും പ്രവാചകരുടെ കാൽമുട്ടിനോട് ചേർത്ത് വെച്ചു. രണ്ട് കൈയും തന്റെ കാൽമുട്ടിലേക്ക് വെച്ചു.
ഈ ഹദീസ് പറയുന്നിടത്ത് മുഫസ്സിറുകൾ വലിയൊരു അത്ഭുതം സംസാരിക്കുകയാണ്. വന്ന ആളുടെ 2 കൈയിനെ ഏത് മുട്ടിലാണ് വെച്ചത്? അദ്ദേഹത്തിന്റെ തന്നെ മുട്ടിലാണോ അതോ പ്രവാചകരുടെ മുട്ടിലാണോ? മുട്ട് എന്ന് പറഞ്ഞാൽ കാൽമുട്ട്, അല്ലാണ്ട് ചെണ്ടമുട്ടലല്ല. ഞാനിപ്പോ മഗ്രിബിനേക്ക് ഇവിടെ എത്തണം എന്ന് ബഹുമാനപ്പെട്ട അമീർ സാഹിബും ഉസ്താദൊക്കെ എന്നോട് പറഞ്ഞതാണ്. ഞാൻ ആ കണക്കിനാ ഏതാണ്ട് 7:15 എത്തണം എന്ന് ഞാൻ വിചാരിച്ചതാണ്. പയ്യന്നൂരൊക്കെ മഗ്രിബിന് മുമ്പേ വിട്ടതാണ്. പക്ഷെ ഒരു മുട്ടിൽ ഞാൻ പെട്ടുപോയി. വലിയ ഒരു പാർട്ടി സമ്മേളനം നടക്കണം, 1 അല്ല 2 ഒന്നൊന്ന് രക്ഷപ്പെടുമ്പോൾ വേറെ ഒന്നുമിലേക്ക് പോകണം. കൊടുക്കുന്ന പറയില്ലേ, അങ്ങനെ വലിയൊരു ബ്ലോക്കിൽ പെട്ടുപോയത് കൊണ്ടാണ് ഏതാണ്ട് 1 മണിക്കൂറോളം ലേറ്റായത് എന്ന് സംഘാടകരോട് ആദ്യമേ പറയുകയും ക്ഷമ ചോദിക്കുകയും ചെയ്യുകയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ വന്ന ഈ മനുഷ്യൻ, ഈ ആഗതൻ തന്റെ 2 കൈകളും തന്റെ കാൽമുട്ടിലേക്ക് വെച്ചു എന്ന് ഇമാം നവവി റളിയല്ലാഹു അൻഹു ഹദീസ് വിശദീകരിക്കുന്നു. അതായത് ഒരു മുതഅല്ലിമ്, ഒരു മുഅല്ലിമിന്റെ മുമ്പിൽ ഇൽമ പഠിക്കുന്ന ഒരാൾ അധ്യാപകന്റെ മുമ്പിൽ ഇരിക്കേണ്ട പാഠമാണ് അതിൽ നൽകിയ 1ാമത്തെ മെസ്സേജ്. എങ്ങനെയാണത്? അടുത്ത് വന്നിരിക്കുക. ഇൽമ പഠിക്കേണ്ട ഒരു മര്യാദയാണ് അടുത്ത് മുന്നിൽ വന്നിരിക്കുക. ഇൽമ മുഖത്തുനിന്നാണ് പഠിക്കേണ്ടത്, ഇൽമ ചുണ്ടിൽ നിന്നാണ് പഠിക്കേണ്ടത്, ഇൽമ അദബോടെയാണ് പഠിക്കേണ്ടത്. അദബിലാണ് ഇൽമ മുഴുവനും കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇൽമിന്റെ അദബാണ് അടുത്തിരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ദൂരേക്ക് കസാലയിട്ട് പോകാതെ ദൂരെ നിൽക്കുന്ന ആളുകളൊക്കെ സദസ്സിൽ വന്ന് ഇരിക്കണമെന്നും വിനയ പുരസ്സരം വീണ്ടും ഞാൻ ആവശ്യപ്പെടുകയാണ്. അല്ലാഹു തആല നമ്മുടെ ഈ സദസ്സ്, ഈ ഒത്തുചേരൽ അവൻ പൊരുത്തപ്പെടുന്ന, അവന്റെ ഇൽമ കൊണ്ട് നമ്മളൊക്കെ ധന്യമാകുന്ന ഒരു അമലാക്കി അള്ളാഹു സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നിവിടെ സംസാരിക്കേണ്ട വിഷയം വിശുദ്ധ ഖുർആൻ നമ്മുടെ ഇമാം എന്നതാണ്. അള്ളാഹുവിന്റെ ഖുർആനെ സംബന്ധിച്ചിടത്തോളം ധാരാളം ഖുർആൻ ക്ലാസ് എടുക്കുന്ന ഒരാളാണ് ഈ ഉസ്താദ്. ഇവരുടെ പണി തന്നെ ഖുർആൻ ക്ലാസ്സാണ്. ഞാൻ അറിഞ്ഞിടത്തോളം ദർസ് വരെ വിട്ടിട്ട് ഖുർആൻ ക്ലാസ്സാണ്. അതുകൊണ്ട് ധാരാളം ഖുർആൻ നിങ്ങൾക്കും ക്ലാസ് തന്നിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അള്ളാഹുവിന്റെ ഖുർആൻ അതൊരു മഹാ അത്ഭുത ലോകമാണ്. ആ അത്ഭുതങ്ങളുടെ ആഴിയിലേക്ക് വിശാലമായി ഇറങ്ങിപ്പറയാൻ ഈ സമയം എന്നെ കൊണ്ട് സാധ്യമല്ല. എന്നാലും ചില ഓരങ്ങളിലൂടെ കടന്ന് ചില ഓളങ്ങൾ മാത്രം സ്പർശിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ജൂതനായ അമേരിക്കയിലെ ഒരു വലിയ ശാസ്ത്രജ്ഞൻ ഇസ്ലാമിലേക്ക് വന്നു. നിങ്ങളൊക്കെ ഫേസ്ബുക്കിലും അതുപോലെ വാട്സപ്പിലൊക്കെ അദ്ദേഹത്തിന്റെ ഫോട്ടോ മെസ്സേജുകളൊക്കെ കണ്ടു കാണും. അദ്ദേഹം ഭ്രൂണശാസ്ത്രജ്ഞനാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന പേരിലുള്ള ശാസ്ത്രശാഖയുടെ ഭ്രൂണശാസ്ത്രത്തിലെ വിദഗ്ധനായ ഒരു ജൂതൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഏതാണ്ട് 58 വയസ്സുണ്ട്. എന്തിനാ അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നെന്നറിയോ? ഭ്രൂണത്തെ പറ്റിയുള്ള അദ്ദേഹത്തിന്റെ പഠനം ചെന്നെത്തിച്ച ഒരു അത്ഭുതമാണ് തന്നെ അത്ഭുതം കുറിച്ച് ഇസ്ലാമിലേക്ക് ക്ഷണിച്ചത്. ത്വലാഖ് ചൊല്ലപ്പെട്ട പെണ്ണുങ്ങൾ, ഒരു പെണ്ണിനെ ത്വലാഖ് ചൊല്ലിയാൽ ആ ത്വലാഖ് ചൊല്ലപ്പെട്ട പെണ്ണ്, ആ പെണ്ണ് ഹൈദുള്ള പെണ്ണാണെങ്കിൽ ഫഇദ്ദത്തുഹുന്ന സലാസത്തു ഖുറൂ, ഇദ്ദ ഇരിക്കണമെന്ന് ഇസ്ലാം പറയുന്നു. വേറെ ഒരു പുരുഷൻ ഒരു പെണ്ണിനെ ഒഴിവാക്കിയാൽ ആ ഒഴിവാക്കപ്പെട്ട പെണ്ണ് മറ്റൊരാൾക്ക് വിവാഹിതനാകുന്നതിന് മുമ്പ് അവൾ ഇദ്ദ ഇരിക്കണം. നമ്മുടെ മതചടങ്ങാണത്. എന്തിനാ ഇദ്ദ? വേറൊരാൾ വന്ന് കെട്ടിക്കോട്ടെ, അവൾ ഒഴിവാക്കിയില്ലേ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഏറ്റവും പുതിയ ന്യൂസ്, ഒരു ജൂതൻ ഇസ്ലാമിലേക്ക് ആകർഷിച്ചിരിക്കുകയാണ് ഈ ആയത്ത്. ആ ആയത്തിന്റെ പരാമർശം ഭ്രൂണശാസ്ത്രജ്ഞനായ തന്നെ പിടിച്ചുകുലുക്കിയ സത്യം എന്താണെന്നറിയോ? ഹൈലുണ്ടാകുന്ന, ആർത്തവമുണ്ടാകുന്ന ഒരു പെണ്ണിനെയാണ് ഭർത്താവ് ത്വലാഖ് ചൊല്ലിയതെങ്കിൽ അവളുടെ ഇദ്ദയുടെ കാലയളവ് 3 മെൻസസ് പീരീഡാണ്. 3 ശുദ്ധിയാണ്. മെൻസസിന്റെ ഇടയിൽ വരുന്ന 3 ശുദ്ധികളാണ്. സ്വാഭാവികമായും 3 മെൻസസ് അതിൽ വരും, 3 ഹൈല്, 3 അശുദ്ധി വരും. ഈ ആയത്താണ് തന്നെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചത്. ഈ ആയത്താണ് തന്നെ ഇസ്ലാമിലേക്ക് നയിച്ചത്, ഇസ്ലാമിന്റെ സാത്വര തീരത്തേക്ക് എത്താൻ അദ്ദേഹത്തിന് നിമിത്തമായത്. എന്താണ് അതിന്റെ പരാമർശം? അദ്ദേഹം പറയുകയാണ്, ഒരു പുരുഷൻ സ്ത്രീയെ ബന്ധപ്പെട്ടാൽ പുരുഷനിൽ നിന്ന് സ്ത്രീയിൽ ബീജം, പുരുഷഗണം എന്ന് പറയുന്ന ഒരു സാധനം സ്ത്രീയുടെ ശരീരത്തിൽ
അവളുടെ ലൈംഗികാവയവത്തിൽ ശേഷിക്കുന്നുണ്ട്, അവളുടെ ശരീരത്തിൽ വന്ന് പിടിക്കുന്നുണ്ട് പുരുഷകണം. ഈ പുരുഷകണം ഒരു പെണ്ണിന്റെ ശരീരത്തിൽ പിടിച്ചാൽ അതേ പെണ്ണിനെ മറ്റൊരു പുരുഷൻ ബന്ധപ്പെട്ടാൽ മാരക രോഗത്തിന് കാരണമാണ്. ആ പുരുഷകണം അവിടെ ഉണ്ടായിരിക്കവേ, മാരക രോഗങ്ങളിൽ ഒരു രോഗമാണ് എയ്ഡ്സ്. ലോകത്തിന്റെ മുമ്പിൽ മാരിയായി നിൽക്കുന്ന എയ്ഡ്സ്, ഇന്നുവരെ രക്ഷപ്പെടുത്തുന്ന മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ലാത്ത എയ്ഡ്സ് അടക്കമുള്ള ഒരുപാട് രോഗങ്ങൾക്ക് കാരണമാണ് ഒരു സ്ത്രീയുടെ ശരീരത്തിൽ പുരുഷകണം ഉണ്ടായിരിക്കവേ ആ സ്ത്രീയുമായി മറ്റൊരാൾ വന്ന് ബന്ധപ്പെടൽ എന്ന് ആരാ കണ്ടെത്തിയത്? ഏറ്റവും പുതിയ സയൻസാണ്. എന്നാൽ ആ പുരുഷകണം ഒരു സ്ത്രീയിൽ പുരുഷനിൽ നിന്ന് വന്ന് സ്പർശിച്ച, ശാരീരികമായി ബന്ധപ്പെട്ടപ്പോൾ ലഭ്യമായ ഈ പുരുഷകണം സ്ത്രീയിൽ നിന്ന് ഒരു മെൻസസ് ഉണ്ടായാൽ 35% ഒഴിഞ്ഞു കിട്ടും. ഒരു മെൻസസിൽ 35% ഒഴിവാകും. 3 മെൻസസ് ആകുമ്പോഴത്തേക്ക് പൂർണ്ണമായും ആ ലൈംഗിക കണത്തിൽ നിന്ന് പെണ്ണ് ശുദ്ധമാകും. 3 മെൻസസ് ഉണ്ടായതിനു ശേഷം മാത്രമേ ഒരു പുരുഷൻ ബന്ധപ്പെട്ട പെണ്ണിനെ മറ്റൊരു പുരുഷൻ ബന്ധപ്പെടാവൂ എന്ന ഏറ്റവും പുതിയ കണ്ടെത്തൽ ഈ ജൂതനായ ഭ്രൂണശാസ്ത്രജ്ഞനെ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തിലേക്ക് ചിന്തിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ത്വലാഖ് ചൊല്ലപ്പെട്ട പെണ്ണ്, ഒരു പുരുഷൻ ബന്ധം വേർപ്പെടുത്തപ്പെട്ട പെണ്ണ്, ആ പെണ്ണിനെ മറ്റൊരു പുരുഷൻ ത്വലാഖ് ചൊല്ലുന്നതിന്, നിക്കാഹ് ചെയ്യുന്നതിന് മുമ്പ്, മറ്റൊരു പുരുഷൻ ബന്ധപ്പെടുന്നതിന്റെ സാഹചര്യം ഒരുങ്ങുന്നതിന് മുമ്പ് അവൾ 3 ശുദ്ധി വരുന്ന ഇദ്ദ ഇരിക്കണമെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ. ഈ ഖുർആനിന്റെ പഠനം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞ ഖുർആൻ, ആ ഖുർആനിന്റെ ശാസ്ത്രീയ സത്യം ഇന്നലെയാണ് ഒരു ജൂതനാണ് കണ്ടെത്തിയതെങ്കിൽ, ആ കണ്ടെത്തൽ തന്നെ ഇസ്ലാമിലേക്ക് ആകർഷിച്ചെങ്കിൽ, ഒരു മുസ്ലിമായെങ്കിൽ ഇത് ഈ വഴിത്താരയിൽ കടന്നു വന്ന 10,000-ങ്ങളിൽ ലക്ഷങ്ങളിൽ ഒരു മനുഷ്യൻ മാത്രമാണ്. അള്ളാഹുവിന്റെ ഖുർആൻ അത് ഒരു മനുഷ്യൻ ചിന്തിച്ചാൽ, അതൊരു മനുഷ്യൻ പഠിച്ചാൽ, ആ പരിശുദ്ധ ഖുർആനിന്റെ ഹിദായത്തിന് തൗഫീക്ക് ലഭിക്കുന്ന ഏതൊരു മനുഷ്യനും ഇസ്ലാമിലേക്ക് വരുമെന്നതാണ് സത്യം. എന്നാൽ എത്രയോ ഖുർആനെ പറ്റി അറിയുന്ന ആളുകൾ ഇസ്ലാമിലേക്ക് വരാത്തവരുണ്ട്. നമ്മുടെ കേരളക്കരയിൽ തന്നെ ഖുർആനെ പറ്റി ധാരാളം പ്രസംഗിക്കുന്ന പ്രഭാഷകരുണ്ട്. വാണിദാസ് അളിയാവൂരൊക്കെ അതിൽപ്പെട്ട ആൾ എത്രയോ എഴുതാറുണ്ട്. പക്ഷെ അയാൾ ഇന്ന് വരെ ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല എന്നത് അള്ളാഹു ഹിദായത്ത് കൊടുക്കണ്ടേ? മഹാനായ സയ്യിദുനാ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വാളിന്റെ വായ്ത്തല കൊണ്ട് ചരിത്രത്തിൽ വീരേതിഹാസം സൃഷ്ടിച്ച, പേടി എന്ന 2 അക്ഷരം തന്റെ ജീവിതത്തിൽ തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത, ഇസ്ലാമിന്റെ പതാക ലോകത്തിന്റെ അട്ടദിക്കുകളിലും പാറിക്കളിപ്പിച്ച മഹാനായ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ 3-4 ആയത്തുകളാണ് അത്ഭുതപ്പെടുത്തിയത്. ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതസ്ഖാ ഇല്ലാ തസ്കിറതൻ ലിമൻ യഖ്ശാ. മനോഹരമായ ഖുർആനിന്റെ ഈ വരികളിലാണ് ഉമർ റളിയല്ലാഹു അൻഹു ആകൃഷ്ടരായത്. ആ ഉമർ എന്ന് പറയുന്ന ലോകാത്ഭുതത്തിന് ഇസ്ലാമിലേക്ക് ആനയിച്ചത് ഈ 3 വരികളാണെങ്കിൽ, ഖുർആനിന്റെ സാഹിത്യം, ഖുർആനിന്റെ മനോഹാരിത, ഖുർആനിന്റെ വശ്യ സൗന്ദര്യം അത് കണ്ട് പലരും ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ. എന്തൊരു മനോഹരമാണ് അതിന്റെ ശൈലി, നിങ്ങൾ നോക്കൂ. അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ. മഹാനായ ബഹുമാനപ്പെട്ട സമസ്തയുടെ അഭിവന്ദ്യനായ നേതാവായിരുന്ന ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹ്മദ് മുസ്ലിയാർ നബ്ബറല്ലാഹു മർഖദ, പാങ്ങിൽ നല്ല വാചാലനായിരുന്നു. അത്ര സംസാരം നല്ല സ്ഫുടമായി സംസാരിക്കും. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളും ദുആകളൊക്കെ ഏതാണ്ട് ഇങ്ങനെ റജിസ് ഒപ്പിച്ചുകൊണ്ട് നല്ല ഘടനാരൂപത്തിലാണ് അദ്ദേഹം കൊണ്ടുപോവുക. വളരെ ഘടനയുള്ള പ്രയോഗങ്ങളായിരിക്കും. പദങ്ങളൊക്കെ ഇങ്ങനെ ഒപ്പിച്ച്, മാകാരം നാത്തൂനൊക്കെ കേട്ടിട്ടില്ല, എല്ലാം മാ കൊണ്ട് സംസാരിക്കുന്ന മാകാരം മാത്യു എന്നതുപോലെ മനോഹരമായ ഘടനാ സ്വഭാവം തന്റെ സംസാരത്തിനും പ്രസംഗത്തിനും പ്രാർത്ഥനകൾക്കൊക്കെ ഉണ്ടാകും. അതിനെ ചില ആളുകൾ അക്കാലത്ത് വഹാബികൾ വിമർശിച്ചപ്പോൾ അത് നല്ലതല്ല
വിമർശിച്ചപ്പോൾ ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ഖുർആൻ കൊണ്ടാണ് നേരിട്ടത്. വല്ലുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ. എല്ലാം ഒരേ ഘടനയിലാണ്. വശംസി വളുഹാഹാ വൽഖമരി ഇദാ തലാഹാ വന്നഹാരി ഇദാ ജല്ലാഹാ വല്ലൈലി ഇദാ യഗ്ശാഹാ. ഖുർആനിന്റെ സൗന്ദര്യമാണ്. എത്ര മനോഹരമായ ശൈലിയിൽ മനോഹരമായ ശ്രാവ്യ കാവ്യങ്ങളെയെല്ലാം തോൽപ്പിച്ചുകൊണ്ടാണ് ഖുർആനിന്റെ ശൈലി. പരിശുദ്ധ ഖുർആൻ അതൊരിക്കലും ഒരു കവിതയല്ല, എല്ലാ കവിതകളെയും വെല്ലുന്നവരാണ് മഹാനായ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. തങ്ങളവർ ജീവിതത്തിൽ കവിത പാടിയിട്ടില്ല. തങ്ങൾക്ക് കവിത പാടൽ ഹറാമാണ്. തങ്ങൾ ഒരിക്കലും ബൈത്ത് ചൊല്ലിയിട്ടില്ല, കവിത ചൊല്ലിയിട്ടില്ല. തങ്ങൾക്ക് ബൈത്ത് ചൊല്ലൽ ഹറാമാണെന്നാണ് ഇമാമുകൾ പഠിപ്പിക്കുന്നത്. ഹൽ അന്തി ഇല്ലാ ഇസ്ബഉൻ ദമീതി വഫീ സബീലില്ലാഹി മാ ലഖീതി. അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ നിന്ന് ഖന്തഖ് യുദ്ധത്തിൽ കിടങ്ങ് കുഴിക്കുമ്പോൾ കൈ പൊട്ടിയിട്ട് രക്തമൊലിക്കുന്ന സമയത്ത് പ്രവാചകന് കവിത ചൊല്ലണമെന്നുണ്ടായിരുന്നു. നബി കവിത ചൊല്ലാതെ കവിത പറയുകയാ ചെയ്തത്. ഹൽ അന്തി ഇല്ലാ ഇസ്ബഉൻ ദമീതി വഫീ സബീലില്ലാഹി മാ ലഖീതി. അതൊരു നല്ല കവിതയാണത്. ഹൽ അന്തി ഇല്ലാ ഇസ്ബഉൻ ദമീതി വഫീ സബീലില്ലാഹി മാ ലഖീതി. ഈ മനോഹരമായ കവിത പോലും പ്രവാചകൻ ചൊല്ലിയില്ല, പറഞ്ഞേ ഉള്ളൂ എന്നാണ്. കാരണം പ്രവാചകന്റെ കവിത ചൊല്ലൽ നിഷിദ്ധമാണ്. വല്ലാഹി, നിങ്ങൾ അടന്ന് വർത്താനം പറയാ. പിന്നെ വല്ലാഹി ലൗലല്ലാഹു മഹ്തദൈനാ വലാ തസദ്ദഖനാ വലാ സല്ലൈനാ. നല്ലൊരു കവിതയാണ് ഇത്. പ്രവാചകൻ ഇത് പറയാ ചെയ്തത്. നബി ഒരിക്കലും പാടിയില്ല. എന്താ അത് പാടാത്തത്? ഇത്ര നല്ല കവിതകൾ പ്രവാചകൻ പാടാതിരുന്നത് എന്തുകൊണ്ടാണ്? പ്രവാചകൻ പറഞ്ഞു വല്ലാഹി ലൗലല്ലാഹു മഹ്തദൈനാ വലാ തസദ്ദഖനാ വലാ സല്ലൈനാ. പ്രവാചകൻ അത് പറയുകയാ ചെയ്തത്, പാടിയതില്ല എന്നാണ്. എന്താ പാടാത്തത്? പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം കവിത പാടൽ നിഷിദ്ധമാണ്. എന്തുകൊണ്ടാണ് പ്രവാചകന് കവിത പാടൽ നിഷിദ്ധമാക്കിയത്? അത് ഇസ്ലാം കാരണം പറയുന്നത് വമാ അല്ലംനാഹു ശിർ വമാ യംബഗീ ലഹ്. നബിയേ, നിങ്ങൾക്ക് പറ്റിയ പണിയല്ല കവിത ചൊല്ലൽ. എന്തുകൊണ്ടാണ് പ്രവാചകന് കവിത നിഷിദ്ധമാക്കപ്പെട്ടതെന്നറിയോ? അള്ളാഹുവിന്റെ റസൂൽ നല്ലൊരു കവിയാണെന്ന് വന്നാൽ പലരും പറയും ആ ഒരു കവി ഭാവനയാണ് ഖുർആനെന്ന്. കവി ഭാവന ഖുർആനിലുണ്ട്. കവികളെ വെല്ലുന്ന കവിതകളായി ഖുർആൻ അവതരിപ്പിക്കാൻ കഴിയും. എത്രയോ ആയത്തുകൾ കവിതകളാക്കാൻ പറ്റുന്ന വരികളുണ്ട് ഖുർആനിൽ. എത്രയോ ആയത്തുകൾ കാണാം, ധാരാളം ആയത്തുകൾ. അലം നസ്റഹ് ലക സദ്റക വവളനാ അൻക വിസ്റക. ഖുർആന്റെ വരികൾ കവിതയാക്കാൻ പറ്റുന്ന ഒരുപാട് കവിത വരികൾ ഖുർആനിൽ കാണാം. പക്ഷേ ലന്തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. കവിതകളാക്കാൻ പറ്റുന്ന, അതിന് റജസത്ത് വരുന്ന ഒരുപാട് വരികൾ ഖുർആനിലുണ്ട്. പക്ഷേ ഖുർആൻ ഒരിക്കലും കവിതയല്ല. ഖുർആൻ ഒരിക്കലും കവിതയല്ല, ഒരു കവിയുടെ ഭാവനയാണ്. ഭാവനാ ലോകത്തുള്ള കവിയുടെ ചിന്തകളാണ് ഖുർആൻ എന്ന് പറയുന്നതിന് ഒരിക്കലും ചാൻസ് കൊടുക്കാത്ത വിധം പരിശുദ്ധ ഖുർആൻ കവിതയല്ല. എന്നാ ഖുർആൻ കവിതയല്ലാതിരിക്കുമ്പോൾ സ്വാഭാവികമായും അതെന്താവണം? കവിതയല്ലെങ്കിൽ അത് സാധാരണ ഒരു പറച്ചലാവണം, സംസാരമാകണം. അതുമല്ല ഖുർആൻ. കവിതയാണോ? അല്ല. സംസാരമാണോ? അല്ല. അത്ര വേറിട്ട ഒരു ശൈലിയിലുള്ള ഒരു സംഭാഷണം ലോകത്താർക്കാർക്കും എവിടെയുമില്ല, ഒരാൾക്കുമില്ല. അറബ് സാഹിത്യത്തിലെ ഇത്ര വലിയ ഉച്ചിയിൽ നിൽക്കുന്ന പദപ്രയോഗങ്ങൾ ലോകത്തൊരു ഗ്രന്ഥത്തിനുമില്ല, ഒരു സാഹിത്യകാരനുമില്ല. ഇതാരാണ് പറഞ്ഞതെന്നറിയോ? അക്ഷരശാലയുടെ പടിവാതിൽ കാണാത്ത, സ്കൂളിന്റെ മുറ്റത്ത് കാണാത്ത, 1ാം ക്ലാസ് പോലും പഠിക്കാത്ത ഉമ്മിയായ നിരക്ഷരനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി നബിയാണിത് പറഞ്ഞത്. ഏറ്റവും ഉന്നതമായ സാഹിത്യം ഖുർആനിന്റെ മുഖവുര തന്നെ അവിടെയാണ്. അള്ളാഹുവിന്റെ റസൂൽ ഖുർആൻ ഓതി, അക്ഷരം പഠിക്കാത്ത നബി, സാഹിത്യം പഠിക്കാത്ത നബി, സ്കൂളിൽ പോകാത്ത നബി ഖുർആൻ ഓതി എന്നത് ഖുർആനിന്റെ അത്ഭുതത്തിന്റെ ബാലപാഠം തുടങ്ങുകയാണ്. തീർന്നില്ല. ഇനി ഖുർആനിന്റെ ഉള്ളിലുള്ള വിഷയങ്ങളിലേക്ക് നമുക്ക് കടന്നു വരാം.
എന്താണ് ഖുർആനിലുള്ള സംസാര വിഷയം? ബഹറിനെ പറ്റി ഖുർആൻ എത്ര ആയത്തുകളാണ് പറഞ്ഞത്? ബഹർ, സമുദ്രം, സമുദ്രത്തിന്റെ ആഴിയെ സംബന്ധിച്ച്, സമുദ്രത്തിലുള്ള വാഹനത്തെ സംബന്ധിച്ച്, കപ്പലിനെ സംബന്ധിച്ച്. കപ്പൽ എന്നത് ഇരുമ്പാണ്, ഇരുമ്പ് വെള്ളത്തിൽ താഴേണ്ടതാണ്, അത് മുങ്ങാതെ പൊങ്ങി നിൽക്കുന്നതിനെ സംബന്ധിച്ച് ഖുർആൻ സംസാരിക്കുന്നു. കപ്പലിൽ കടലിൽ വേറെയും ഒരുപാട് കോടിക്കണക്കിന് അത്ഭുതങ്ങളുടെ പ്രതിഭാസമാണ് കടൽ. കരയുടെ 3 ഇരട്ടി കൂടുതലുള്ളതാണ് കടൽ. കടലിന്റെ ആഴിയിലുള്ള ഒരു മീന് മാത്രം, ഒരു മത്സ്യം മാത്രം, ഭൂമി മുഴുവനും തിന്നാൻ മാത്രം ശേഷിയുള്ള മീനുകൾ കടലിന്റെ ആഴിയിലുണ്ട് എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുകയാണ്. നമ്മുടെ സുപ്രഭാതം ഓരോ ആഴ്ചയും കൊണ്ടുവരുന്ന പഠനങ്ങളിൽ മത്സ്യങ്ങളെ പറ്റി, തിമിംഗലത്തെ പറ്റി ഒരു പഠനം കൊണ്ടുവന്നു. തിമിംഗലം, മഹാനായ സയ്യിദുനാ സുലൈമാൻ അലൈഹിസ്സലാം. സുലൈമാൻ നബിക്ക് ഒരാഗ്രഹം. എന്താ ആഗ്രഹം? കുണിയക്കാർക്കൊക്കെ ഒരു സൽക്കാരം കൊടുക്കണം എന്നല്ല. ഒരു നാട്ടുകാരെ മുഴുവനും വിളിച്ച് സൽക്കരിക്കാൻ ആർക്കെങ്കിലും ആവുമോ? ആയേക്കും ഇല്ലേ? ഒരു 10 നാട്ടുകാരെ എന്നാലും ആയേക്കും. വലിയ പ്രയാസമുണ്ട്, കുറെ വാളണ്ടിയേഴ്സ് ഒക്കെ വേണ്ടി വരും. സുലൈമാൻ നബിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ലോകമടക്കി 4 ആളുകളെ ഭരിച്ചിട്ടുള്ളൂ. 4 ആളുകളെ ലോകമടക്കി ഭരിച്ചിട്ടുള്ളൂ. ലോകമടക്കി ഭരിക്കുക എന്നത് വളരെ ശ്രമകരമാണ്. ഒരു രാജ്യം ഭരിക്കാൻ തന്നെ എത്ര ശ്രമകരമാണ്. ഒരു ഭാഗം ശരിയാകുമ്പോഴത്തേക്ക് മറ്റേ ഭാഗം പൊന്തും. എത്രയോ വൻ ഭൂരിപക്ഷത്തോടെ ഇന്ത്യന്റെ പ്രധാനമന്ത്രിയായി കടന്നു വന്ന മോദിയുടെ ഭരണം മാസങ്ങളെ കഴിഞ്ഞുള്ള വിലയിരുത്തി ഡൽഹിയിൽ 0 അല്ലെങ്കിൽ 4 പോയിന്റിലേക്ക് ഒതുങ്ങിപ്പോയത്. അത്ര വേഗം ജനങ്ങളിൽ എഫക്റ്റ് ആവും ഭരണങ്ങൾ. അപ്പോൾ ലോകം മുഴുവനും ഒരാൾ ഭരിക്കുക എന്ന് പറഞ്ഞാൽ 4 ആളുകളെ ലോകം മുഴുവനും ഭരിച്ചിട്ടുള്ളൂ, അടക്കി ഭരിച്ചിട്ടുള്ളൂ. അതിലൊരാൾ സയ്യിദുനാ സുലൈമാൻ നബിക്ക് ഒരാഗ്രഹം. പടച്ചോനെ, എന്റെ ഭരണീയർ ജനങ്ങളാണല്ലോ, എനിക്ക് ജനങ്ങളെ മാത്രമല്ല എല്ലാ ജൈവജാലങ്ങളെയും, നിന്റെ ഭൂമിയിലുള്ള ആളുകളെ മുഴുവനും, എല്ലാ ജീവികളെയും ഒരു ദിവസം സൽക്കരിക്കണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. ചെറിയ ആഗ്രഹമൊന്നുമല്ലല്ലോ. ഇന്റർനാഷണൽ സമ്മേളനം വെക്കേണ്ടി വരും. അതിന് ഒറ്റയടിക്ക് വേണ്ട, സെക്ഷനുകളാക്കാം. കടലൊരു സെക്ഷൻ, കാട് ഒരു സെക്ഷൻ, കരയൊരു സെക്ഷൻ, മനുഷ്യന്മാർ ഒരു സെക്ഷൻ, മറ്റങ്ങനെ ഒരുപാട് സെക്ഷനാക്കാൻ അദ്ദേഹം ഉദ്ദേശിച്ചു. ആദ്യം ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാം ഈ ആവശ്യം അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടപ്പോൾ അള്ളാഹു പറഞ്ഞു, സുലൈമാൻ നബി, നിങ്ങൾക്ക് അത് ആവൂല, വേണ്ട, ആവൂല. ഒരു നേരത്തെ ഭക്ഷണം എല്ലാവർക്കും കൊടുക്കണം. ഒരു ദിവസം വേണ്ട, ഒരു നേരം. ഏത് നേരം? ഒരു ചായക്ക് കടി ആയിക്കോട്ടെ. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാം എത്രയോ വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ, ഗോഡൌണുകൾ ശേഖരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ സമ്മതം ലഭിച്ചതിന് ശേഷം ആദ്യം തുടങ്ങുന്നത് കടലിൽ നിന്നാണ്. സുലൈമാൻ നബിയുടെ സൽക്കാരത്തിന് കടലിലെ ആഴിയിൽ നിന്ന് ആദ്യം ഒരു മത്സ്യം വന്നു. ആ മത്സ്യം തിമിംഗലമായിരുന്നു. സുലൈമാൻ നബി കൊടുത്ത ഭക്ഷണം മുഴുവനും തിന്ന് തന്റെ ഗോഡൌണിൽ മുഴുവനും ശേഖരിച്ചത് മുഴുവനും തിന്നു. ആ മത്സ്യം പിന്നെയും വാത്തുറക്കുകയാ. എന്റെ വയറ് നിറഞ്ഞിട്ടില്ല, ഹൽമിൻ മസീദ്, ഒരു പ്ലേറ്റും കൂടി തരുമോ, ഇനിയും തരുമോ എന്ന് ചോദിച്ചപ്പോഴേ സുലൈമാൻ നബിന്റെ ഗോഡൌൺ കാലിയായി പോയി. പാവ സുലൈമാൻ നബി പറഞ്ഞു, ഇനി ഇവിടെ ഇല്ല, ഇനി എല്ലാ ആളുകളും, ബാക്കിയുള്ള ആളുകൾ ആ നേരം പട്ടിണിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സുലൈമാൻ നബിന്റെ ഒരു നേരത്തെ വിരുന്ന്. അത്രയും തന്റെ എല്ലാ വിഭവങ്ങളും തിന്ന് തീർക്കാൻ മാത്രം, ഒരൊറ്റ നേരം തിന്ന് തീർക്കാൻ മാത്രം ശേഷിയുള്ള മത്സ്യങ്ങൾ അള്ളാഹുവിന്റെ സമുദ്രത്തിലുണ്ട്. ഈ മത്സ്യങ്ങളുടെ കഥ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ആരാണ് ഈ ഖുർആൻ ഓതിയെന്നറിയോ? ഇന്നേ വരെ കപ്പൽ യാത്ര നടത്തിയിട്ടില്ലാത്ത പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി കപ്പലിൽ കയറിയിട്ടില്ല, നബി ബോട്ടിൽ കയറിയിട്ടില്ല, നബി തോണിയിൽ കയറിയിട്ടില്ല, കടൽ യാത്ര നടത്തിയിട്ടില്ല. ആ കടൽ യാത്ര നടത്താത്ത നബി ഖുർആനിൽ എത്ര ആയത്തുകളാണ് കടലിനെ പറ്റി പറഞ്ഞത്? മർജൽ ബഹറൈനി യൽതഖിയാൻ ബൈനഹുമാ ബർസഖുൻ ലാ യബ്ഗിയാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകസ്സിബാൻ. ഉപ്പുവെള്ളവും ഉപ്പില്ലാത്ത വെള്ളവും ചേർന്നാൽ വേഗം ലയിച്ച് ചേരേണ്ടതാണ്. ഉപ്പുള്ള ഒരു ഭാഗം വെള്ളത്തിലേക്ക് ഉപ്പില്ലാത്ത വെള്ളം ഒഴിച്ചാൽ രണ്ടും മിങ്കിളായി രണ്ടിലും ഉപ്പ് ചേരേണ്ടതാണ്.
എന്നാൽ ഉപ്പുള്ള കടലും ഉപ്പില്ലാത്ത കടലുമുണ്ട്. ഇത് രണ്ടും ചേരുന്ന പല സ്ഥലങ്ങളുമുണ്ട്. ഇത് രണ്ടും ചേർന്നിട്ട് ഉപ്പില്ലാത്ത കടൽ ഉപ്പില്ലാതെ തന്നെ, ഉപ്പുള്ള കടൽ ഉപ്പുള്ളത് തന്നെയായി ഒരിക്കലും പരസ്പരം ചേർന്ന് ഉപ്പ് കലരാതെ നിലനിൽക്കുന്ന പല സ്ഥലങ്ങളുമുണ്ട്. ഇത് ഇന്ന് 19ാം നൂറ്റാണ്ടിൽ സയൻസ് കണ്ടെത്തിയ പല സ്ഥലങ്ങളുമാണെങ്കിൽ 14 നൂറ്റാണ്ട് മുമ്പ് അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, മറജൽ ബഹ്റൈനി യൽതഖിയാൻ ബൈനഹുമാ ബർസഖുൻ ലാ യബ്ഗിയാൻ. ഇതൊരു സ്ഥലത്തൊന്നല്ല, ഒരുപാട് സ്ഥലത്ത് ഈ സന്ദേശം ഖുർആൻ കൈമാറുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വാട്സപ്പിന്റെ യുഗമാണല്ലോ, ഫേസ്ബുക്കിന്റെ യുഗമാണല്ലോ. വിരൽ തുമ്പിൽ ലോകത്തെ മുഴുവനും കീഴടക്കിയ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ശാസ്ത്ര സാങ്കേതിക രംഗം ഏറ്റവും സമുച്ചയിൽ നിൽക്കുന്ന യുഗമാണല്ലോ. സാധാരണക്കാരന് പോലും എല്ലാം വിരൽ തുമ്പിലെ ഈ കാലഘട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ ബുദ്ധിയും കഴിവും എന്റെ ചെറുപ്പക്കാരെ വിശുദ്ധ ഖുർആൻ പഠിക്കുന്നതിൽ വിനിയോഗിക്കൂ. നിങ്ങളുടെ വാട്സപ്പിൽ, നിങ്ങളുടെ ഫേസ്ബുക്കിന്റെ കോളങ്ങളിൽ വിശുദ്ധ ഖുർആൻ ചർച്ചകൾ വരട്ടെ. അള്ളാഹുവിന്റെ ഖുർആൻ നിങ്ങൾക്കറിയുമോ? മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, റുബ്ബഖാരി, എത്ര ഖുർആൻ ഓത്തുകാരുണ്ട്, യൽഅൻഹുൽ ഖുർആൻ അവരെ ശപിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ഖുർആനിന്റെ ശാപഭൂമികയിലാണെന്ന് പരിശുദ്ധ ഖുർആൻ. പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിന്റെ ശത്രുക്കൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആരായിരിക്കും അത്? ആ ശത്രുക്കൾ നമുക്ക് അവരെ തിരിച്ചറിയണം. അതിനാ ഇന്നത്തെ പ്രഭാഷണം. അല്ലാഹു തൗഫീഖ് തരുമാറാവട്ടെ. ഞാൻ ഓർമ്മിക്കുകയാണ്, ഒരു ക്രിസ്ത്യാനി, ക്രിസ്തുമതത്തിൽ ജനിച്ചു വളർന്ന നല്ല ബുദ്ധിയുള്ള മിടുക്കനായ ഒരു കുട്ടി, പഠിച്ചു വളർന്നു. അയാൾ ശാസ്ത്ര മേഖലകൾ അദ്ദേഹം കൈക്കലാക്കി. ശാസ്ത്രത്തിൽ അദ്ദേഹം ബോഡി ശാസ്ത്രം സ്പെഷ്യലൈസ് ചെയ്തു. ഉന്നതമായ പഠനം നടത്തിയ മനുഷ്യൻ അവസാനം അദ്ദേഹം ലോകത്തെ നമ്പർ 1 ബോഡി ശാസ്ത്രജ്ഞനായി മാറി. അമേരിക്കയിലേക്ക് അദ്ദേഹത്തെ ക്ഷണിക്കപ്പെട്ടു. സമുന്നതമായ ശാസ്ത്രശാഖകളുടെ വളരെ വിശദമായ റിസർച്ചുകൾ നടക്കുന്നത് അവിടെയാണല്ലോ. അമേരിക്കയിലേക്ക് വന്ന ലോകത്തെ ഏറ്റവും വലിയ ബോഡി ശാസ്ത്രജ്ഞൻ അദ്ദേഹം. ബോഡി ശാസ്ത്രത്തിൽ, ശാരീരിക ശാസ്ത്രത്തിൽ നമ്പർ 1 ആയി മികച്ചു നിൽക്കുന്ന സമയം ഈജിപ്തിലേക്ക് അദ്ദേഹത്തെ ക്ഷണിക്കപ്പെട്ടു. ഈജിപ്തിൽ നിങ്ങൾക്കറിയാമല്ലോ, ഈജിപ്തിൽ ഒരു മ്യൂസിയം ഉണ്ട്, മത്ഹഫ് മിസ്ർ. നെറ്റിൽ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കും അത്. മ്യൂസിയം, ഈജിപ്തിന്റെ മ്യൂസിയം മത്ഹഫ് മിസ്ർ. ഈ മ്യൂസിയത്തിൽ ഒരുപാട് ബോഡികളുണ്ട്. ഈ ബോഡികൾക്ക് ആയിരക്കണക്കിന് കൊല്ലം പഴക്കമുണ്ട്. ബോഡികൾക്ക്, ജീവിയുടെ ബോഡി, ശവം, മയ്യത്ത്, അത് ഏറി വന്നാൽ ദിവസങ്ങൾ മാത്രമേ നിൽക്കുള്ളൂ. പിന്നെ അത് ജീർണിക്കൽ തുടങ്ങും. ഒരുപാട് ജീർണനയുടെ ദുർഗന്ധങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. ഒരു മയ്യത്ത് ഞങ്ങളുടെ സ്വന്തം ഉമ്മയാ, അല്ലെങ്കിൽ ബാപ്പയാ, അല്ലെങ്കിൽ കേരളത്തിലെ വലിയൊരു പണ്ഡിതനാണ്, അല്ലെങ്കിൽ കേരളത്തിലെ അഭിവന്യനായ ഒരു രാഷ്ട്രീയ നേതാവാണ് എന്ന് വെച്ച് ആ മനുഷ്യൻ മരിച്ചു. മരിച്ച മയ്യത്തിനെ നമ്മൾ വീട്ടിൽ തന്നെ മറവ് ചെയ്യാതെ വെച്ചാൽ എന്താ സംഭവിക്കുക? അവിടെ മയ്യത്ത് ഇങ്ങനെ ജീർണിക്കൽ തുടങ്ങും, വാസന വരും. ദിവസങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും നാറുന്നത് മനുഷ്യനായിരിക്കും. മനുഷ്യന്റെ ശവത്തിന് അത്ര നാറുന്നത് വേറൊരു ശവം ഉണ്ടാവില്ല. വാസന അത്രയും ദുർഗന്ധമാണ്. അത് ഞാൻ വേഗം മനസ്സിലാക്കാനൊരു ഉദാഹരണം പറയാം. നമ്മളെ വീട്ടിലൊക്കെ പരിസരത്ത് എവിടെയെങ്കിലും ഒരു പൂച്ചയോ എലിയോ ചത്തു കിടന്നാൽ അത് കുഴിച്ചിട്ടിട്ടില്ലെങ്കിൽ ആ വഴിക്കൂടെ നമുക്ക് പോകാൻ കഴിയൂല, അല്ലേ? 2 ദിവസം കഴിഞ്ഞാൽ തന്നെ നാറിയിട്ട്. എന്നാൽ ആ സ്ഥാനത്ത് ഒരു മനുഷ്യനാണെങ്കിൽ അതിൻ്റെ ഒരു 4 ഇരട്ടി നാറ്റം ഉണ്ടാവും. എന്തുകൊണ്ട്? നമ്മുടെ വീട്ടിലുള്ള പൂച്ചയും നമ്മുടെ വീട്ടിലുള്ള പശുവും ആടും അതുപോലെ ജീവികളൊക്കെ കാഷ്ടിക്കലുണ്ട്. പക്ഷെ അത് കഴുകാറില്ല. കാഷ്ടിച്ച് മലമൂത്ര വിസർജനം നടത്തി ശുദ്ധി വരുത്താറില്ല, മനോഹരം നടത്താറില്ല. പക്ഷേ ഒരിക്കലും ആട് കാഷ്ടിച്ചിട്ട് കഴുകിയില്ല എന്ന് കരുതിയിട്ട് നാറാറില്ല, വാസന ഉണ്ടാവാറില്ല. പശു കാഷ്ടിച്ച് കഴുകാത്തത് കൊണ്ട് അതിന് ദുർഗന്ധം വരാറില്ല. അതേ സ്ഥാനത്ത് നമ്മൾ കാഷ്ടിച്ചിട്ട് കഴുകാതെ പള്ളിയിൽ പോയോക്കണം അറിയണമെങ്കിൽ ഒറ്റ വക്കത്തെ കഴുകാണ്ടിരിക്കുന്നു. പള്ളിക്ക് കയറ്റും നമ്മളാരെങ്കിലും നാറിയിട്ട്. വീട്ടിലുള്ള ജീവികൾ, ഒരു ജീവിയും രാവിലെ എഴുന്നേറ്റ് പല്ല് തേക്കാറില്ല. മനുഷ്യൻ ഒരു നേരം പല്ല് തേക്കാതിരുന്നാൽ മതി. പല്ല് തേച്ച് വന്നാൽ തന്നെ ഉച്ചയാകുമ്പോഴത്തേക്ക് വായി നാറൽ തുടങ്ങും, ഇല്ലേ? സ്വാഭാവികമാണ്.
എന്നാൽ നമ്മുടെ വീട്ടിലുള്ള പശുക്കൾ കുളിക്കാറില്ല. കുളിച്ചിട്ടില്ല എന്ന് കരുതി പ്രത്യേക നാറ്റമൊന്നും ഉണ്ടാവില്ല, വാസനയൊന്നും ഉണ്ടാവില്ല. അതേസമയത്ത് നമ്മൾ കുളിക്കാതിരിക്കണം. നമ്മൾ അത്ര ദുർഗന്ധമുള്ള മറ്റൊരു ജീവി ഉണ്ടാവൂല. അള്ളാഹു നമ്മളെ ചിന്തിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ശരീരത്തിൽ വെച്ച അത്ഭുതങ്ങളാണ്, നമ്മുടെ ശരീരത്തിൽ വെച്ച അത്ഭുതങ്ങളാണ്. ഈ മനുഷ്യരങ്ങാറ്റം ജീർണിക്കാനിടയായാൽ, മനുഷ്യന്റെ ശവം ജീർണിക്കാനിടയായാൽ അത്ര നാറുന്ന വേറെ വസ്തു ഉണ്ടാവൂല. പുഴുക്കൾ ഇങ്ങനെ നത്തും നിമിഷങ്ങൾക്കകം. എന്നാൽ ഈജിപ്തിന്റെ മ്യൂസിയത്തിലുള്ള ബോഡികൾ, ആ ബോഡികൾ ആയിരക്കണക്കിന് കൊല്ലം പഴക്കമുണ്ട്. എങ്ങനെയാണ് ആയിരക്കണക്കിന് കൊല്ലം പഴക്കമുള്ള ഈ ബോഡികൾ വന്നത്? അതിനെ നശിക്കാതിരിക്കാൻ വേണ്ടി കെമിക്കലുകൾ ചേർത്തതാണ്. മമ്മി സംസ്കാരം എന്ന് പറയാം, കെമിക്കലുകൾ ചേർത്ത്. എന്താണ് ആ കെമിക്കൽ എന്ന് ഇന്നും പലർക്കും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഒരു കെമിക്കലും ചേർക്കാതെ, ഒരു രാസവസ്തുവും ചേർക്കാതെ, ഒരു വസ്തുവും തൊടാതെ ഒരു ബോഡി ആ കൂട്ടത്തിലുണ്ട്. റംസീസ് രണ്ടാമന്റെ ബോഡി. ആ ബോഡി വെള്ളത്തിലിട്ടാൽ അതൊരിക്കലും ലയിക്കുന്നില്ല. ശവം വെള്ളത്തിലിട്ടാൽ എന്താ കഥ? ഞാൻ ഓർമ്മിക്കുകയാണ്, 2001 ഞങ്ങൾ പട്ടിക്കാട് പഠിക്കുമ്പോൾ വ്യാഴാഴ്ച ഏതാണ്ട് അടുത്തുള്ളവരൊക്കെ നാട്ടിൽ പോകും. വെള്ളിയും ശനിയൊക്കെ ഞങ്ങൾ കണ്ണൂർ, കാസർഗോഡ്, തിരുവനന്തപുരത്തുകാരൊക്കെ ഉണ്ടാവുള്ളൂ ഇവിടെ. അങ്ങനെ ശനിയാഴ്ച ഞങ്ങൾ ആരോ ഒരാൾ പൈപ്പ് തുറന്നപ്പോൾ, വെള്ളം കുടിക്കേണ്ട പൈപ്പ് തുറന്നപ്പോൾ പൈപ്പ് ഇങ്ങനെ നല്ല ജ്യൂസാ വരുന്നത്, എന്തൊക്കെയേ കലങ്ങിയ വെള്ളം. സംഭവം പിടുത്തം കിട്ടിയില്ല. തെരഞ്ഞ് അന്വേഷിച്ച് ടാങ്ക് നോക്കുമ്പോൾ ദിവസങ്ങൾക്ക് മുമ്പ് ഒരു കാക്ക അവിടെ കിടന്ന് മയ്യത്തായി പോയിട്ടുണ്ട്. അപ്പൊ മൂപ്പര് വെള്ളത്തിൽ കിടന്ന് ജ്യൂസായി മാറിയതാണ്. പൈപ്പിലോട്ട് ഇങ്ങനെ കാക്ക ജ്യൂസ് ഇങ്ങനെ വരല തുടങ്ങി. സ്വാഭാവികമായും ഒരു ജീവി വെള്ളത്തിൽ കിടന്നാൽ അത് അതിൽ അലിഞ്ഞു ചേരൽ സ്വാഭാവികമാണ്. എന്നാൽ ഈജിപ്തിന്റെ മ്യൂസിയത്തിലെ ഈ റംസീസ് രണ്ടാമന്റെ ബോഡി എത്രയോ നൂറ്റാണ്ടുകൾ വെള്ളത്തിൽ കടന്നിട്ടുണ്ട്. ഇന്നും അതിനെ വെള്ളത്തിലിട്ടാൽ അത് ദുർഗന്ധം, അത് വെള്ളത്തിലേക്ക് അലിഞ്ഞു ചേരുന്നില്ല. ആ കാലഘട്ടത്തിൽ അത് വെള്ളത്തിൽ നിന്നപ്പോൾ അതിനെ ഒരു മീനും തിന്നില്ല, ഒരു ജീവിയും അതിനെ തിന്നില്ല. ഇന്നും അതിനെ ഉറുമ്പരിക്കണില്ല. ഒരു കൂറ ചത്താ പോരെ, നിമിഷങ്ങൾക്കകം ഒരുപാട് ഉറുമ്പുകൾ വന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് ആ കൂറന്റെ മയ്യത്ത് കൊണ്ടുവന്ന് നമ്മൾ കാണുന്നുണ്ട്, ഇല്ലേ? ലൈനായി വന്ന് ഉറുമ്പുകൾ കൊണ്ടുവന്നതാണ് കൂറന്റെ ശവം, ഏത് ജീവികളുടേതും. എന്നാൽ ഫിർഔൻ എന്ന് പറയുന്ന റംസീസ് രണ്ടാമന്റെ ബോഡി ഒരു എറുമ്പിനും വേണ്ട, ഒരു ജീവജാലത്തിനും വേണ്ട. അതങ്ങനെ കിടക്കുകയാണ്. സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള ഈ ബോഡി വെള്ളത്തിൽ ഇട്ടിട്ട് അതൊരിക്കലും ദ്രവിക്കാതിരിക്കാൻ, ഒരു വിഷജീവി, ഒരു ഇഴജീവിയും അതിനെ വന്ന് തിന്നാതിരിക്കാൻ അത് വല്ല റബ്ബറുമാണോ അതോ മനുഷ്യ ബോഡി തന്നെയാണോ? മനുഷ്യ ബോഡി തന്നെയാണ്, റബ്ബറൊന്നുമല്ല. ഈ അത്ഭുതം പരിശോധിക്കാൻ വേണ്ടി ലോകത്തെ നമ്പർ 1 ബോഡി ശാസ്ത്രജ്ഞനായ, ഏറ്റവും വലിയ ബോഡി ശാസ്ത്രജ്ഞനായ, അതേ ക്രിസ്ത്യനായി ജനിച്ചു വളർന്നു വന്ന ഈ ശാസ്ത്രജ്ഞൻ, അദ്ദേഹം ഈജിപ്തിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ മനുഷ്യൻ ഈജിപ്തിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുകയാണ്. മോറിസ് ബുക്കായി എന്നാണ് അദ്ദേഹത്തിന്റെ നാമം. മോറിസ് ബുക്കായി ഈജിപ്തിൽ വന്നു. ഈ ബോഡി സസൂക്ഷ്മം പരിശോധിച്ചു. തന്റെ ആവനാഴിയിലെ 18ാമത്തെ അസ്ത്രവും പുറത്തെടുത്തു. എല്ലാ നിലക്കും പരിശോധിച്ചിട്ടും എന്തുകൊണ്ടാണ് ഈ ബോഡി വെള്ളത്തിൽ ദ്രവിക്കാത്തത്? എന്തുകൊണ്ടാണ് ഇതിനെ പുഴുതുന്നാത്തത്? എന്തുകൊണ്ടാണ് ഇതിനെ ഉറുമ്പരിക്കാത്തത് എന്ന് അദ്ദേഹത്തിന് ഉത്തരം കിട്ടിയില്ല. എന്താണ് ഇതിൽ വല്ല കെമിക്കലും ചേർത്തിട്ടുണ്ടോ? ഇല്ല തന്നെ. എന്താണ് ഇതിന്റെ കാരണമെന്നറിയാതെ തന്റെ ചിന്താകുലത്തെ പിടിച്ചുലുക്കിയ ചോദ്യവുമായി ഈജിപ്ത് വിട്ടുപറഞ്ഞ് യാത്ര ചെയ്യുമ്പോൾ, അദ്ദേഹം വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ വിമാനത്തിൽ തൊട്ടടുത്തുന്ന ഫസ്റ്റ് ക്ലാസ്സിൽ തന്റെ തൊട്ടടുത്തിരുന്ന ഒരു സൗദിയായ വിദ്യാർത്ഥിയെ, ഒരു അറബി വിദ്യാർത്ഥിയെ പരിചയപ്പെട്ടു. അങ്ങോട്ടും ഇങ്ങോട്ടും രഹസ്യ സംഭാഷണങ്ങൾ നടത്തിയപ്പോൾ, ഉള്ളു തുറന്ന് സംസാരിച്ചപ്പോൾ ഡോക്ടർ മോറിസ് ബുക്കായി തന്നെ പരിചയപ്പെടുത്തി. ഞാൻ നമ്പർ 1 ബോഡി ശാസ്ത്രജ്ഞനാണ്. ഞാൻ ഈജിപ്തിലേക്ക് ഗസ്റ്റായി പോയി വരികയാണ്. ഞാൻ അവിടുത്തെ ബോഡി ശാസ്ത്രജ്ഞനായി അവിടുത്തെ മ്യൂസിയം ഞാൻ പരിശോധിച്ചു. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു ബോഡി അവിടെയുണ്ട്. എന്റെ എല്ലാ വിവരവും വിനിയോഗിച്ചിട്ടും എനിക്ക് ഉത്തരം കിട്ടാത്തൊരു ബോഡി അവിടെയുണ്ട്.
അതെന്നെ അത്ഭുതപ്പെടുത്തി. എനിക്കുത്തരമില്ല ഏതാണ് ആ ബോഡി. റംസീസ് രണ്ടാമനെന്നാണ് ചരിത്രം അദ്ദേഹത്തെ വിളിക്കുന്നത്. ആ വിവരം മോറിസ് ബുക്കായി അറബി വിദ്യാർത്ഥിയോട് പറഞ്ഞപ്പോൾ അതിൽ വളരെ സിമ്പിളായി ഈ അറബി വിദ്യാർത്ഥി സൗദി ബാലൻ മറുപടി പറയുകയാണ്. അത് പ്രയാസപ്പെടേണ്ടതില്ല, അതിന്റെ ഉത്തരം ഖുർആനിലുണ്ട്. സൂറത്ത് യൂനുസിന്റെ 91-ാമത്തെ വചനം ഓതി കേൾപ്പിക്കൊടുത്തു. എന്താണ് സംഭവം എന്നറിയോ? ഫല്യൗമ നുനജ്ജീക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയ വഇന്ന കസീറൻ മിനന്നാസ് അൻ ആയാതിനാ ലഗാഫിലൂൻ. അത്ഭുതങ്ങളുടെ കലവറയായി നിലകൊള്ളുന്ന ചരിത്രത്തിന്റെ അത്ഭുത നിമിഷം ഈ അറബി വിദ്യാർത്ഥി മോറിസ് ബുക്കായിയായി ബന്ധപ്പെടുകയാണ്, ഉള്ളു തുറക്കുകയാണ്. എന്താണെന്നറിയോ? മഹാനായ സയ്യിദുനാ മൂസ അലൈഹിസ്സലാം ഫിർഔന്റെ മുമ്പിലേക്കാണ് വന്നത്. ഫിർഔൻ ആരാന്നറിയോ? ഈ റംസീസ് രണ്ടാമൻ എന്ന് പറയുന്ന ഈ ഫിർഔന്റെ പേരാണ് റംസീസ് രണ്ടാമൻ. ഈ ഫിർഔന്റെ അവസ്ഥ എന്താണെന്നറിയോ? ഫിർഔന്റെ ജീവിതകാലം എത്രയോ കൊല്ലം അദ്ദേഹം ജീവിച്ചിട്ട് മരണം വരെ ഒരു തലവേദന പോലും ഉണ്ടായിട്ടില്ല എന്നാണ്. മരണം വരെ ഒരു തലവേദന പോലും ഉണ്ടായിട്ടില്ല. അദ്ദേഹം തന്റെ ജീവിതത്തിൽ മിസ്ർ അടക്കി വാണു. മിസ്റിലെ എല്ലാ വസ്തുക്കളും തന്റെ തോഴുന്നവരായിരുന്നു. ഒരു നിമിഷം മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല വിനിയോഗിക്കുന്നത് ഈ ഫിർഔനെ ഇസ്ലാമിലേക്ക് അള്ളാഹുവിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയാണ്. മൂസാ നബി വന്ന് ഫിറോവിനോട് വയലു പറഞ്ഞു. ഫിറോവിനുണ്ടോ ഇത് കേൾക്കും? അല്ലയോ, എന്നെക്കാളും വലിയ അല്ലയോ? അയാൾക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അന റബ്ബുകുമുൽ അലാ. എല്ലാ ജനങ്ങളെയും ഒരുമിച്ച് കൂട്ടി. ഫഹശറ ഫനാദ. ജനസാഗരത്തെ ഒരുമിച്ച് കൂട്ടി ഒരു സമ്മേളനം വിളിച്ചു. ആ സമ്മേളന ജനസാഗരത്തിന് മുമ്പിൽ വലിയ ഒരു സമുച്ചയം പണിതു. ആ സമുച്ചയത്തിന്റെ ഏറ്റവും ഉച്ചിയിലേക്ക് ഫറോവ കയറി. എന്നിട്ട് തന്നെ കാണാൻ വേണ്ടി വന്ന ലക്ഷക്കണക്കിന് ജനങ്ങളോട് ഫറോവ സംബോധനം ചെയ്തു. ജനങ്ങളെ, എന്നെ കാണുന്നില്ലയോ? ഞാനാണ് ഏറ്റവും മുകളിൽ, എന്റെ മേലെ ഇനി ആരുമില്ല. ഞാനിത് ആകാശം തൊട്ട് നിൽക്കുകയാണ്. അന റബ്ബുകുമുൽ അഅ്ലാ. എന്നെക്കാളും വലിയ റബ്ബ് വേറെ ഇല്ല. ഈ മൂസ പറയുന്നത് വേറൊരു റബ്ബുണ്ടെന്നാണ്. എവിടെ ആ റബ്ബ്? ഫിർഔൻ ധിക്കാരമാണ് ചെയ്യുന്നത്. ഫിറൗനറിയാം എന്നെ പ്രസവിച്ചത് ഒരു ഉമ്മയാണ്, ഒരു തള്ളയാണ്, ഒരു തന്തയാണ്. അവരെ ഞാൻ പടച്ചതല്ല, അതെന്നെ മുമ്പ് ഇവിടെ ഉള്ളതാണ്. ഫിറൗനറിയാം ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ഭൂമിയുണ്ട്, എന്റെ മുമ്പിൽ സൂര്യനുണ്ട്, എന്റെ മുമ്പിൽ ചന്ദ്രനുണ്ട്. അതിന് ഞാൻ പടച്ചതല്ല, അതിനെ പടച്ച തമ്പുരാനുണ്ടെന്ന് ഫിറൗന് ചിന്തിച്ചാൽ അറിയുന്നതല്ലേ. പക്ഷെ തന്റെ ചിന്തകൾ മുഴുവനും അദ്ദേഹം മാറ്റിവെക്കുകയാണ്. ധിക്കാരത്തിന്റെ മുമ്പിൽ, അഹങ്കാരത്തിന്റെ മുമ്പിൽ എല്ലാം മാറ്റിവെച്ച് മൂസനബിയോട് നേരിട്ടു. മൂസനബി ബുദ്ധിപരമായി നേരിട്ടു, മുഅ്ജിസത്തുകൾ കൊണ്ട് നേരിട്ടു. മൂസനബി അലൈഹിസ്സലാം തന്റെ കൈ കക്ഷത്തേക്ക് വെച്ചു. ആ കൈ പുറത്തെടുത്തുകൊണ്ട് ആ കൈ കാണിക്കുമ്പോൾ അത് നല്ലൊരു പ്രകാശമാണ്, അത് നല്ലൊരു ലൈറ്റാണ്, ആയിരങ്ങൾക്ക് വെളിച്ചമേകുന്ന ലൈറ്റ്. ആ കൈ വീണ്ടും തിരിച്ചു വെച്ചാൽ കൈ പഴയതുപോലെ ലൈറ്റ് ഇല്ലാത്ത കൈ. മൂസനബിന്റെ കയ്യിലൊരു വടിയുണ്ട്, മഹാനായ ശുഐബ് നബി കൊടുത്ത വടിയാണ്. ആ വടി മൂസനബിക്ക് ആട്ടിനെ മേക്കലാണ് ജോലി, ആട്ടിനെ മേയ്ക്കാൻ ഉപയോഗിക്കുന്ന വടിയാണ്. ശുഐബ് നബിന്റെ മകളെയാണ് കല്യാണം കഴിച്ചത്. മകളെ കല്യാണം കഴിക്കുമ്പോൾ ശുഐബ് നബി അലൈഹിസ്സലാം കൊടുത്ത ഒരു വരദാനമാണത്, ഒരു ബഹുമാനമാണത്, ഒരു ബഹുമാനപത്രമാണത്. ശുഐബ് നബിന്റെ കയ്യിലുള്ള അത്ഭുത വടി അത് തന്റെ പിതാമഹന്മാരിലൂടെ തനക്ക് അനന്തരമായി കിട്ടിയ വടിയാണ്. ആ വടി മൂസനബിക്ക് കൊടുത്തപ്പോഴേ അള്ളാഹു പറഞ്ഞു, ഫഅൽഖി അസാക്. മൂസനബിയെ, ആ വടിയൊന്ന് നിലത്തിടൂ നബിയെ. അത് പാമ്പായി വരികയാണ്. അത് ഉളരിക്കുന്ന അതിശക്തമായ, അതേ അത്ഭുതപ്പെടുത്തുന്ന സർപ്പമായി വരികയാണ്. ഇതൊക്കെ ഫിറോന്റെ മുമ്പിൽ കാണിച്ചു. ഫിറോൻ അതുകൊണ്ടൊന്നും അടങ്ങണില്ല. ഫിറോൻ തന്റെ ജ്യോത്സ്യന്മാരെ വിളിച്ചു. ജ്യോത്സ്യന്മാരും മൂസാ നബിയും തമ്മിൽ ഏറ്റുമുട്ടി. ജ്യോത്സ്യങ്ങൾ കൊണ്ടും മുഅ്ജിസത്തുകൾ കൊണ്ടും ഏറ്റുമുട്ടി. അവരൊക്കെ തോറ്റു. കൂട്ടത്തോടെ ജ്യോത്സ്യന്മാർ മൂസാ നബിന്റെ കാൽക്കൽ വീണു, കലിമ ചൊല്ലി. മൂസ നബിയെ, ഞങ്ങൾ പഠിച്ച വിദ്യയിൽ ഇതില്ല, ഞങ്ങൾ ജ്യോത്സ്യത്തിന്റെ അങ്ങേ അറ്റം കണ്ടവരാണ്, ഞങ്ങൾ പഠിച്ചതിലില്ലാത്ത ഈ വിദ്യ നിങ്ങൾക്കാരും പഠിപ്പിച്ചു തന്നതല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ അള്ളാഹു തന്നതാണ്, അതുകൊണ്ട് ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞ് കൂട്ടത്തോടെ അവർ ഇസ്ലാം മതം പുൽകുകയാണ്.
ഫിറോൻ പറഞ്ഞു, നിങ്ങൾ മൂസനെ കൊണ്ട് അംഗീകരിക്കുകയോ? നിങ്ങളെ ഞാൻ കൊന്നുകളയും, ഞങ്ങളെ കൊന്നോളൂ, ഞങ്ങൾ മൂസാ നബിനെ കൊണ്ട് വിശ്വസിക്കും. കൂട്ടത്തോടെ മൂസാ നബിന്റെ ആളുകൾ വർദ്ധിച്ചു വരുന്നത് കണ്ടപ്പോൾ മൂസാനെ കൊല്ലാൻ ഫിറോൻ ഓർഡറിടുകയാണ്. അള്ളാഹു പറയുന്ന, മൂസ നബിയെ, നിങ്ങൾ വേഗം നിങ്ങളുടെ അനുയായികളെയും കൂട്ടി കടന്നു കളയുക. മൂസ നബി അലൈഹിസ്സലാം തന്റെ അനുയായികളെയും കൂട്ടി പോവുകയാണ്. ഫിർഔനിന്റെ കുതന്ത്രത്തുനിന്ന്, തന്റെ വധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരുപാടങ്ങ് സഞ്ചരിച്ചപ്പോൾ ബഹറുൽ അഹ്മറിന്റെ ഒരു ഭാഗത്ത്, റെഡ് സീയുടെ ഒരു ഭാഗത്ത് മഹാനായ മൂസ നബി എത്തുമ്പോഴേക്ക് ഫിർഔനും അനുയായികളും, കിങ്കരന്മാരായ അനുയായികൾ സർവായുധ വിഭൂഷിതരായി മൂസ നബിനെ കൊല്ലാൻ വേണ്ടി വരികയാണ്. മൂസ നബിന്റെ മുമ്പിൽ വലിയൊരു ബഹർ, ഓളമിട്ടടിക്കുന്ന ബഹർ, റെഡ് സീ കിടക്കുകയാ. മൂസാ നബി പിറകോട്ട് നോക്കുമ്പോൾ മൂസാ നബിന്റെ അനുയായികളുടെ തൊട്ട് പിറകിൽ ഫിർഔനിതാ കൊല്ലാൻ വരികയാ. ഫിർഔനിന്റെ അനുയായികൾ സർവായുധ വിഭൂഷിതരാ. എങ്ങനെ രക്ഷപ്പെടും? മൂസ നബിന്റെ അനുയായികൾ മൂസ നബിന്റെ കാലിൽ വീഴുന്ന, മൂസ നബിയേ, ഞങ്ങളെ മുമ്പിൽ കടലാണ്, ഞങ്ങളെ പിറകിൽ ഫിർഔനുമാണ്, ഞങ്ങളിതാ മരണത്തിന്റെ മുമ്പിലാണ്. മൂസ നബിയെ, കടലിന്റെയും ഫിർഔനിന്റെയും ഇടയിൽ ഞങ്ങൾ എങ്ങനെ രക്ഷപ്പെടും നബിയെ? മൂസ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു പറയുന്നു, മൂസ നബിയെ, നിങ്ങളുടെ മാന്ത്രിക വടിയുണ്ടല്ലോ, മുഅ്ജിസത്തിന്റെ വടിയുണ്ടല്ലോ, ശുഐബ് നബി തന്ന വടിയുണ്ടല്ലോ, അമ്പിയാക്കൾ ഉപയോഗിച്ച വടിയുണ്ടല്ലോ, ആ വടി കൊണ്ടൊന്ന് സമുദ്രത്തിലേക്ക് അടിക്കൂ നബിയെ. മൂസ നബി അലൈഹിസ്സലാം അടിച്ചു. ചെങ്കടലിനെ അല്ലാഹു പിളർത്തി. റെഡ് സീ, അൽ ബഹറുൽ അഹ്മർ, അത് രണ്ടായിരിക്കുകയാണ്. അതിന്റെ നടുവിൽ ഒരു പാത വെട്ടിയിരിക്കുകയാണ്, ഒരു ഓളം, ഒരു റോഡ്. ആ റോഡിന്റെ രണ്ട് ഭാഗത്തും നല്ല മതിലുകൾ. കാരിരുമ്പിന്റെ മതിലല്ല, ചെങ്കല്ലിന്റെ മതിലല്ല, വാർത്തിട്ട മതിലല്ല, വെള്ളത്തിന്റെ മതിലുകൾ. ലോകാത്ഭുതം. രണ്ട് ഭാഗത്ത് വലിയ രണ്ട് മതിലുകൾ, ചെങ്കല്ലിന്റെ മതിലുകൾ. ആ മതിലുകൾക്കിടയിൽ തുറക്കപ്പെട്ട വെട്ടപ്പെട്ട റോഡിലൂടെ മൂസ നബിയും അനുയായികളും ഇറങ്ങുകയാ. മൂസ നബി അനുയായികളും ഇങ്ങനെ ഇറങ്ങിപ്പോവാണ്. കടലിന്റെ ഇടയിൽ ഒരു ഓളം, ഒരു റോഡ്. ആ റോഡിലൂടെ ഇങ്ങനെ നടന്നു പോവാണ്. അങ്ങനെ ഫിർഔനും കൂട്ടരും അവിടെ എത്തി, കടലിന്റെ അടുത്തെത്തി. അവരിങ്ങനെ നോക്കുമ്പോ മൂസാ നബിയും അനുയായികളും കടലിന്റെ ഇടയിലൂടെ തുറക്കപ്പെട്ട റോഡിന്റെ മധ്യഭാഗം പിന്നിട്ടിട്ടുണ്ട്. എന്താണിത്? ഇതെന്താ സംഭവം? കടല് തുറക്കപ്പെടുകയോ, കടലിൽ ഒരു റോഡ് വെട്ടപ്പെടുകയോ? ആരാലും ചിന്തിക്കേണ്ടതല്ലേ? ഫിർഔൻ ചിന്തിച്ചില്ല. ഫിർഔന്റെ അനുയായികളോട് പറഞ്ഞു, അനുയായികളെ, ഇറങ്ങൂ ഈ വഴിയിൽ. മൂസയതാ വഴി വിട്ടിട്ടുണ്ട്, മദ്യം വിട്ടിട്ടുണ്ട്, പിടിക്കണം. എങ്ങനെയാണ് ഇതിൽ ഇറങ്ങണത്? ഇത് വെള്ളമല്ലേ ഫിർഔനെ? ചുറ്റുഭാഗത്ത് വെള്ളമല്ലേ? അത് പൊട്ടി തകർന്നെങ്കിൽ ഇത് അത്ഭുതമാണെന്ന് ഫിർഔൻ ചിന്തിച്ചില്ല. ഫഅത്ബഅഹു ഫിർഔൻ വജുനൂദുഹു ബഗ്യൻ വഅദ്വാ. ഖുർആൻ പറയുകയാണ് സൂറത്ത് യൂനുസ്, ഫഅത്ബഅഹു ഫിർഔൻ വജുനൂദുഹു ബഗ്യൻ വഅദ്വാ. ഫിർഔനും കൂട്ടരും ഇറങ്ങി വെള്ളത്തിലേക്ക്, ഈ വഴിയിലേക്ക്. ഇറങ്ങിയത് എങ്ങനെയാണെന്നറിയോ? ബഗ്യൻ വഅദ്വൻ. ചിന്തിക്കാതെ ഇറങ്ങിയതാണ്. ചിന്തിച്ചങ്ങ് ഇറങ്ങൂല. ഇത് അപകടമല്ലേ? ഇത് അപകടം നിറഞ്ഞതാണ്. ഇത് മുഅ്ജിസത്താണ്. ഇത് ലോകത്തിന് വരെ കണ്ടിട്ടും കേട്ടിട്ടും ചിന്തിച്ചിട്ടുമില്ലാത്തതാണ്. ഇതിലിറങ്ങിയാൽ എന്ത് സംഭവിക്കുമെന്ന് ചിന്തിച്ചൊരു മനുഷ്യൻ ഇറങ്ങൂല. പക്ഷെ ഫിർഔൻ ഇറങ്ങിയത് ബഗ്യൻ വഅദ്വൻ. ഖുർആൻ പറയുകയാണ്, അയാൾക്ക് ദേഷ്യം കൂടിയിട്ട് ഇറങ്ങിയതാണ്. ദേഷ്യം കൂടിയാൽ തൽക്കാലം ചിന്ത മാറി നിൽക്കും. ദേഷ്യവും ചിന്തയും ഒരുമിച്ച് കൂടൂല. ദേഷ്യം പിടിക്കുന്ന സമയത്ത് ഖാദി വിധിക്കാൻ പാടില്ല എന്നാണ്. ഖാദിയാരുടെ അടുത്തൊരു മസാലയും കൊണ്ടുപോയി. ഖാദിയാർക്ക് ദേഷ്യം പിടിച്ച സമയമാണെങ്കിൽ കേസ് ഇങ്ങോട്ട് എടുക്കാൻ പാടില്ല. മാത്രമല്ല, പരിശുദ്ധ ഇസ്ലാം ഒരുപാട് ദേഷ്യവുമായി ബന്ധപ്പെട്ട പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. എന്തിനേറെ, നമ്മളെ കുഞ്ചൻ നമ്പ്യാരെ കവിതയിലില്ലേ, ഭാര്യനോട് ദേഷ്യം പിടിച്ചൊരു ഭർത്താവിന് അവതരിപ്പിക്കുന്നുണ്ട് അദ്ദേഹം. എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി ഭാര്യയോട് ദേഷ്യം പിടിച്ചതാ. ഇത്തിരി മുളക് കറിയിൽ കൂടിപ്പോയി, അയാൾ നാവ് പൊള്ളിപ്പോയി. ഉടനെ അയാൾ ദേഷ്യം പിടിച്ചു. അയാൾ എന്താ കാട്ടുക? ആദ്യം എടുത്തിട്ട് ഗ്ലാസ് എറിഞ്ഞങ്ങ് പൊളിക്കും. ആരെ ഗ്ലാസ് ആയത്? എന്റെ ഗ്ലാസ്. ഞാനൊന്നും ഉണ്ടാവൂല. പിന്നെയോ പ്ലേറ്റുകളൊക്കെ അടിച്ച് എറിഞ്ഞ് പൊട്ടിച്ച് വീട്ടിൽ ബഹളവും കച്ചറയൊക്കെ ഉണ്ടാക്കി. അതുകൊണ്ട് അരിശം തീരാത്തവന് പുരയുടെ ചുറ്റും മണ്ടി നടന്നു എന്നൊക്കെയാ കുഞ്ചൻ നമ്പ്യാർ വർണ്ണിച്ചത്. ഒരള് മറച്ചിട്ട് അദ്ദേഹം കിണറിൽ എല്ലാം വലിച്ച് കിണറിലൊക്കെ ഇട്ടിട്ട് അവസാനം, എന്നിട്ടും അയാൾ ദേഷ്യം തീർന്നില്ല. അവസാനം അയാൾ അരിശം തീരാതെ നിന്നപ്പോ വീടിങ്ങനെ ഓടി ചുറ്റി നടന്നു എന്നാണ്.
ഭാര്യയോട് ദേഷ്യം പിടിച്ച ഒരു ഭർത്താവിനെ കുഞ്ചൻ നമ്പ്യാർ അവതരിപ്പിച്ചതാണ്. ചുരുക്കം പറഞ്ഞാൽ മനുഷ്യന് ദേഷ്യം പിടിച്ചാൽ തൽക്കാലം ബുദ്ധി മാറി നിൽക്കും. ഫിറൗന് അതിശക്തമായ ദേഷ്യം മൂസാ നബിയോട് കടന്നു പിടിച്ചത് കൊണ്ടാണ് അയാളുടെ ചിന്ത മാറി നിന്നത്. അതുകൊണ്ടാണ് ആ വഴിയിലേക്ക് ഇറങ്ങിയത് എന്ന് ഖുർആൻ ഇറങ്ങി. ഏതാണ്ട് അയാളും സൈന്യവും മധ്യത്തിലെത്തിയപ്പോൾ മൂസാ നബിയും സൈന്യവും മറുകര പ്രാപിച്ചപ്പോൾ മൂസാ നബി മറുകരയിൽ നിന്ന് രണ്ടാമതും അടിച്ചപ്പം പൊട്ടി മതിലങ്ങ് പൊട്ടിയാൽ ഫിറൗന് അനുയായികളെ മുഴുവനും വെള്ളത്തിലാണ്. എന്താ ഇനി അവസ്ഥ? ഇനി രക്ഷപ്പെടാൻ ഒരേ ഒരു മാർഗ്ഗമുള്ളൂ, നീന്തൽ. അത് അയാൾക്ക് അറിയുകയും ചെയ്യും. അതിങ്ങളൊക്കെ അവിടെ മുങ്ങി ചത്തു. ആ ചാകുന്ന രംഗം വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂനുസിന്റെ 89-90 ആയത്തുകളിൽ വർണ്ണിക്കുന്നുണ്ട്. ഫിർഔൻ വിളിച്ചു പറഞ്ഞു, ആമന്തു ബില്ലദീ ആമനത് ബിഹി ബനൂ ഇസ്രായീൽ. അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, എന്റെ കൈ പിടിക്കണേ അല്ലാ, എന്നെ രക്ഷപ്പെടുത്തണേ അല്ലാ. ഞാൻ തോറ്റു അല്ലാ, ഞാൻ വിശ്വസിച്ചു അല്ലാ, മൂസാന്റെ റബ്ബിനെ കൊണ്ട് ഞാൻ വിശ്വസിച്ചു റബ്ബേ, എന്റെ കൈ പിടിക്കണേ അല്ലാ, എന്നെ രക്ഷപ്പെടുത്തണേ അല്ലാ. ഫിറൗൻ വിളിച്ചു പറഞ്ഞു നടുക്കളത്തിൽ വെച്ച്. ആരാരും കേട്ടിട്ടില്ലാത്ത വിളി അല്ലാഹു കേട്ടിട്ടുണ്ട്. അല്ലാഹു അത് ഉദ്ധരിക്കുകയാണ് മാലോകരോട്. അല്ലാഹു തിരിച്ച് ഫിറൗനോട് ചോദിച്ചു, ഇപ്പോഴാണ് ഇത് ഒക്കെ നേരത്തെ വേണ്ടതല്ലേ? എന്നെ സ്വീകരിക്കൂല. ഗർഗറത്തിന്റെ ഈമാൻ സ്വീകരിക്കൂല എന്നാ. നിങ്ങളറിയോ, സൂര്യൻ ഒരു ദിവസം തിരിച്ചുദിക്കുക. അതിപ്പോ അടുത്തെത്തിയിട്ടുണ്ട്, ഏതാണ്ട് അടുത്തെത്തിയിട്ടുണ്ട്. സൂര്യൻ തിരിച്ചുദിക്കുന്ന ഒരു ദിവസം, തിരിച്ചുദിക്കുക പടിഞ്ഞാറുന്ന് സൂര്യൻ ഉദിക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. കഴിഞ്ഞ 4-5 വർഷം മുമ്പ് സൂര്യൻ പടിഞ്ഞാറുന്ന് ഉദിക്കും എന്നൊക്കെ പറഞ്ഞ് ചില കിംവദന്തികൾ പരന്നിരുന്നു. എന്നാൽ യാഥാർത്ഥ്യം അടുത്തെത്തിയിട്ടുണ്ട്. ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ജൂതരാഷ്ട്രം, അത് പ്രവാചകന്റെ ഹദീസിൽ വന്നതാണ്. ഇറാഖിന്റെ അമേരിക്കന്റെ ഉപരോധം, അത് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുള്ളതാണ്. ലുദ് ഗേറ്റ് എന്ന് പറയുന്ന ഒരു വിമാനത്താവളം, അത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തതാണ്. സുമ്മ യഖ്തുലുഹു ബിബാബി ലുദ്, ബുഖാരിന്റെ ഹദീസാണ്. അതൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞു. ഒരു വിമാനത്താവളമുണ്ട്, സുമ്മ യഖ്തുലുഹു ബിബാബി ലുദ്. ലോഡ്ജ് എന്ന ഇസ്രായേലിന്റെ അന്താരാഷ്ട്ര വിമാനത്താവളം, അത് ബാബുലുദ്ദാണ്, ലുദ് ഗേറ്റ്, ബുഖാരി റിപ്പോർട്ട് ചെയ്തതാണ്. അതൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞു. ഇമാം മഹ്ദിയുടെ ശബ്ദത്തിന് വേണ്ടി ലോകം കാതോർക്കുകയാണ്. നിങ്ങൾ അറിയുമോ, അങ്ങ് സൂര്യൻ പടിഞ്ഞാറുന്നൊരു ദിവസം ഉദിക്കും. ഉദിച്ച അന്നൊന്നും ഖിയാമത്ത് നാൾ ഉണ്ടാവില്ല, പിന്നെ ഒരുപാട് കൊല്ലങ്ങൾ ലോകം നിലനിൽക്കും. ആ സൂര്യൻ പടിഞ്ഞാറുന്ന് ഉദിക്കലോടെ എല്ലാ പള്ളികളും 2 നിലയും 3 നിലയും എടുക്കേണ്ടി വരും. ഒരു മനുഷ്യനും പള്ളിയിൽ വരാതിരിക്കൂല. അന്ന് എല്ലാ ക്ലോക്കുകളും സുബഹിക്ക് അലാറമടിക്കും പള്ളിയിൽ വരാൻ. പടച്ചവനെ, ഖിയാമത്ത് നാളാണ്, ഞങ്ങൾക്ക് പേടിയാകുന്നു എന്ന് പറഞ്ഞ് ജനങ്ങളൊക്കെ അന്ന് സുബഹി നിസ്കരിക്കാൻ വരും. അന്ന് പള്ളിയിൽ മഗ്രിബിന് നിറയാളായിരിക്കും. പള്ളികൾ വീണ്ടും എടുക്കേണ്ടി വരും. പക്ഷേ മുത്തുനബി പറയുന്നു, അന്ന് മുതൽ ഒരൊറ്റ മനുഷ്യൻ നിസ്കാരവും അല്ലാഹു സ്വീകരിക്കൂല. അന്ന് ഒരു മനുഷ്യന്റെ തസ്ബീഹും അല്ലാഹു സ്വീകരിക്കൂല. അന്ന് മുതൽ ഒരു മനുഷ്യന്റെ ദിക്റും അല്ലാഹു സ്വീകരിക്കൂല. അതിനു മുമ്പ് ദിക്ർ ചൊല്ലുന്നവരൊഴിച്ച്, അതിനു മുമ്പ് നിസ്കരിക്കുന്നവരൊഴിച്ച്, അതിനു മുമ്പ് ഖുർആൻ ഓതുന്നവരൊഴിച്ച് അന്ന് മുതൽ തുടങ്ങിയ ഒരു മനുഷ്യന്റെ നിസ്കാരവും സ്വീകരിക്കൂലെന്ന് പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തൗബന്റെ വാതിൽ അടഞ്ഞു വന്നേക്കും. പിന്നെ കുറെ കാലം ഇവിടെ ലോകം നിലനിൽക്കും. അത് ഒരവസ്ഥയാണ്. രണ്ടാമത് ഈമാൻ സ്വീകരിക്കപ്പെടാത്ത അവസ്ഥയാണ് ഹാലുൽ ഗർഗറ. റൂഹ് തൊണ്ടക്കുഴിയിലെത്തിയ സമയം, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തൂ, എല്ലാരും മരിക്കുന്ന സമയത്ത് പറയുമെന്നാണ്. എന്താണ്? റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്സദ്ദഖ വഅകുൻ മിനസ് സാലിഹീൻ. പടച്ചവനെ, അല്ലാ അല്ലാ അല്ലാ, എനിക്കൊരു നിമിഷം തരുമോ, എന്നെ ഒരു ദിവസവും കൂടി തരുമോ, എനിക്കൊരു ദിവസവും കൂടി തരുമോ എന്ന് ആഗ്രഹിക്കാത്ത, പറയാത്ത, വിലപിക്കാത്ത മനുഷ്യനുണ്ടാകൂല. അല്ലാഹു സ്വീകരിക്കൂല. ഫിർഔന്റെ വിലാപം അതാണ്. ആമന്തു ബില്ലദി ആമനത് ബിഹി ബനൂ ഇസ്രായീൽ. മറ്റൊരു ആയത്തിൽ കാണാം ആമന്തു ബിറബ്ബി മൂസ വ ഹാറൂൻ. മറ്റൊരായത്തിൽ കാണാം ലാ ഇലാഹ ഇല്ലാ ഇലാഹ മൂസ എന്നൊക്കെ തുടങ്ങുന്ന ധാരാളം വ്യത്യസ്തമായ ശൈലിയിൽ ഖുർആൻ ആ വചനം ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ചുരുക്കം പറഞ്ഞാൽ, ഫിറൗൻ ഇങ്ങനെ വിലപിച്ച സമയത്ത് അള്ളാഹു ചോദിച്ചു,
ഇപ്പോഴാടാ ഇത്, ഇതൊക്കെ നേരത്തെ വേണ്ടല്ലേ? വഖദ് അസൈത മിൻ ഖബൽ, എവിടെ പോയി ഇതുവരെ? ഇത് പറഞ്ഞുകൊണ്ട് അല്ലാഹു തിരിച്ചു പറയുകയാണ് ഫിർഔനിനോട്, ചെങ്കടലിന്റെ മധ്യത്തിൽ വെച്ച് മുങ്ങിച്ചാകുന്ന റഷ്യയുടെ എന്നേക്കുമുള്ള ശാപമാകാൻ പോകുന്ന ബഹറുൽ അഹ്മറിന്റെ ഓളങ്ങൾ തട്ടിക്കളിക്കാൻ പോകുന്ന ഈ ശവത്തോട് അല്ലാഹു പറയുകയാണ്, ഫൽയൗമ നുനജ്ജീക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയ വഇന്ന കസീറൻ മിനൻ നാസ് അൻ ആയാതിനാ ലഗാഫിലൂൻ. അല്ലാഹു പറയുകയാണ്, എടാ നിന്നെ ഞാൻ രക്ഷപ്പെടുത്തൂല, നീ ഇവിടുന്ന് ചാകും, ചത്താൽ നിന്റെ ബോഡി ഞാൻ നശിപ്പിക്കൂല. ഫല്യൗമ നുനജ്ജീക ബിബദനിക, നിന്റെ ബോഡി ഉണ്ടല്ലോ, ആ ബോഡി ഞാൻ എന്നേക്കുമായി ശേഷിപ്പിക്കും. ലിതകൂന ലിമൻ ഖൽഫക ആയ, ഖിയാമത്ത് നാൾ വരെയും വരുന്ന സർവ്വജനങ്ങൾക്കും പാഠമായി നിന്റെ ബോഡിയെ ഞാൻ ഇവിടെ നിക്ഷേപിക്കുമെന്ന്, ഞാൻ സൂക്ഷിക്കുമെന്ന്, ഞാൻ നിലനിർത്തുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ തന്നെ ഫിർഔനോട് പറഞ്ഞത് വിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുകയാണ്. അന്ന് മുതൽ കിടക്കുകയാണ് ആ ബോഡി. ഒരുപാട് കാലം വെള്ളത്തിൽ കടന്നു, വെള്ളത്തിൽ അത് നശിച്ചില്ല, മീനുകൾ അതിനെ തിന്നില്ല, തിമിംഗലത്തിന് അതിനെ വേണ്ട. അവസാനം കരയിൽ അടഞ്ഞു. ഈജിപ്തുകാർ അതിനെടുത്തു വെച്ചു. ഇന്ന് ഈജിപ്തുകാർക്ക് നല്ലൊരു വരുമാനമാണ്. പോയാൽ നമ്മളോട് 100 ഗിനി താടി കൊഴിഞ്ഞിട്ടില്ല, തലമുടി കൊഴിഞ്ഞിട്ടില്ല, പല്ലൊക്കെ ഇങ്ങനെ കടിച്ചു. മൂസാ നബി വിളിച്ചതുപോലെ മൂപ്പർ ഞാനും വിളിച്ചു നോക്കി, ഇസ്ലാമിലേക്ക് അനങ്ങണില്ല, കിടക്കുകയാണ് അവിടെ. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, അവിടെ കിടക്കുകയാണ്. ഖുർആൻ പറയുന്നു, ഖിയാമത്ത് നാൾ വരെയുള്ള ജനങ്ങൾക്ക് പാഠമായി ഞാൻ നിന്നെ ശേഷിപ്പിക്കുമെന്നും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈജിപ്തുകാർക്ക് 2 ലിറ്റർ പെട്രോൾ അവിടെ ഒഴിച്ചു, അമേരിക്കക്കാർ വന്നിട്ട് 2 ലിറ്റർ പെട്രോൾ അതിന്റെ മേലെ ഒഴിച്ചാൽ, ജൂതന്മാർക്ക് വന്നിട്ട് 2 ലിറ്റർ പെട്രോൾ അതിനൊഴിച്ച് തീയങ്ങ് കൊടുത്താൽ അത് കത്തിപ്പോകും. അത് കത്തി നശിച്ചു പോയാൽ ഖിയാമത്ത് നാൾ വരെ ശേഷിക്കുക എന്ന വിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനം നഷ്ടപ്പെടും. വിശുദ്ധ ഇസ്ലാം ലോകത്തും താത്വികമായി പരാജയപ്പെടും. മുസ്ലിമീങ്ങൾ പിന്നെ പരാജയപ്പെടാൻ വേറെന്തെങ്കിലും വേണോ? ഇസ്ലാമിനെ നശിപ്പിക്കാൻ അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ ബോംബിടുവൊന്നും വേണ്ട, ഇറാഖിലെ പാവപ്പെട്ട ജനങ്ങളെ കൊന്നൊടുക്കൊന്നും വേണ്ട. ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി ഇസ്ലാമിക രാഷ്ട്രങ്ങൾ മുഴുവനും വെട്ടിപ്പിടിക്കാൻ അമേരിക്കയും ജൂതരാഷ്ട്രവും ശ്രമിക്കൊന്നും വേണ്ട. ഈ ബോഡി നശിപ്പിച്ചാൽ മതി. ഇസ്ലാം തോറ്റു, ഇസ്ലാം തോറ്റു. എന്തേ 2 ലിറ്റർ പെട്രോൾ കിട്ടാത്തത്? കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല, കത്തൂല. 2 ലിറ്റർ പെട്രോൾ ആ ബോഡിയുടെ മേക്കൊഴിച്ചാൽ ഇസ്ലാം ഒന്നും കൂടി ഉയരുകയാണ് വാനത്തേക്ക്. അത് കത്തൂല. അത് ഖുർആൻ പറഞ്ഞതല്ലേ. ഡോക്ടർ മോറിസ് ബുഖാരി പറയുകയാണ്, എന്നെ അത്ഭുതപ്പെടുത്തി ഈ സൗദിയിലെ വിദ്യാർത്ഥി വിശുദ്ധ ഖുർആനിന്റെ സൂറത്ത് യൂനുസിന്റെ 92ാമത്തെ ഈ വചനം ഓതി കേൾപ്പിച്ചപ്പോൾ അദ്ദേഹം ഖുർആന്റെ മുമ്പിൽ നമ്രശിരസ്കനായി. അദ്ദേഹം അറബി പഠിച്ചു, ഖുർആൻ പഠിച്ചു, ഇസ്ലാമിലേക്ക് അദ്ദേഹം വന്നു. ഇസ്ലാമിനെ പറ്റി അദ്ദേഹം ഗ്രന്ഥങ്ങൾ എഴുതി. അങ്ങനെ എത്ര ആയിരങ്ങളാ ഈ പരിശുദ്ധ ഖുർആൻ കണ്ടുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. യുദില്ലു ബിഹി കസീറാ വയഹ്ദീ ബിഹി കസീറാ വമാ യുദില്ലു ബിഹി ഇല്ലൽ ഫാസിഖീൻ. എത്ര ഖുർആൻ ഓതിയിട്ടും നന്നാകാത്ത ഹംക്കുകളുണ്ടാവും. അല്ലാഹു നമ്മളൊക്കെ അതിൽ നിന്ന് കാത്തു രക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ വീട്ടിൽ ഖുർആനില്ലേ? ഡോക്ടർ മോറിസ് ബുഖാരി അത്ഭുതപ്പെടുത്തിയ ഖുർആൻ എന്റെയും നിങ്ങളുടെയും വീട്ടിലില്ലേ? മൊബൈലിലില്ലേ? അളമാറയിലില്ലേ? കമ്പ്യൂട്ടറിലില്ലേ? പള്ളികളുടെ ചുമരുകളിലില്ലേ? അറബികൾ ഫ്രീ തന്ന ഖുർആനില്ലേ? ഒന്നോതാൻ ഒഴിവുണ്ടോ? ഒരായത്തിന്റെ ആഴം പോലും ഞാനും നിങ്ങളും പഠിച്ചോ? 90 വയസ്സ് കഴിഞ്ഞ ഉപ്പമാരെ, 70 വയസ്സ് കഴിഞ്ഞ ഉപ്പമാരെ, 50 വയസ്സ് കഴിഞ്ഞ മധ്യവയസ്കരെ, 30 വയസ്സുള്ള എന്റെ ചെറുപ്പക്കാരാ, വാട്സപ്പിന്റെ ഫേസ്ബുക്കിന്റെ വിരൽ തുമ്പിൽ ലോകത്തെ കീഴടക്കിയ എന്റെ പൊന്നു 22കാരാ, മോറിസ് ബുഖാരി അത്ഭുതപ്പെടുത്തിയ ഖുർആൻ ഉണ്ടല്ലോ. അമേരിക്കയുടെ ശാസ്ത്രശാലകളിൽ ഇന്നും അത്ഭുതത്തോടെ അവർ പഠിക്കാൻ വേണ്ടി റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഖുർആൻ ഉണ്ടല്ലോ. 6000 ചില്ലാൻ ആയത്തുകളുള്ള ഖുർആൻ ഉണ്ടല്ലോ. അള്ളാഹു ഭൂമിയിലേക്ക് അവതരിപ്പിച്ച ഖുർആൻ ഉണ്ടല്ലോ. സമുദ്രത്തിന്റെ ആഴിയെ പറ്റി പറയുന്ന ഖുർആൻ ഉണ്ടല്ലോ. സമുദ്രത്തിന്റെ ആഴിയിലുള്ള നീലത്തിമിംഗലത്തെ സംബന്ധിച്ച്, വൈറ്റ് തിമിംഗലത്തെ സംബന്ധിച്ച്, റെഡ് തിമിംഗലത്തെ സംബന്ധിച്ച്, അതിന്റെ അത്ഭുതത്തെ സംബന്ധിച്ച്, അതിന്റെ ഭക്ഷണത്തെ സംബന്ധിച്ച്, അതിന്റെ ജീവിതത്തെ സംബന്ധിച്ച്, അതിന്റെ വെള്ളത്തെ സംബന്ധിച്ച്, അത് ഓരോ നേരവും ഊറ്റിയെടുക്കുന്ന, ഓരോ നേരവും ശേഖരിച്ചു വെക്കുന്ന വെള്ളത്തെ സംബന്ധിച്ച് പറയുന്ന ഖുർആൻ ഉണ്ടല്ലോ.
കടലിന്റെ ശാസ്ത്രത്തിൽ അതേ 19-ാം നൂറ്റാണ്ടിൽ മാത്രം കണ്ടെത്തിയ നൂറുകണക്കിന് ശാസ്ത്രശാഖകൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഖുർആനുണ്ടല്ലോ. ആ ഖുർആനിന്റെ ഒരായത്തിന്റെ അർത്ഥം എന്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചോ മുഅ്മിനേ? ഒരായത്തെങ്കിലും റിസർച്ച് ചെയ്യാൻ ഇന്നേ വരെ ഈ താടി നരച്ച, ഈ മുടി നരച്ച പ്രായത്തിൽ എനിക്കും നിങ്ങൾക്കും സാധിച്ചോ മുസ്ലിമേ? എവിടെയാണ് നമ്മൾ ജീവിക്കുന്നത്? അവലം നുഅമ്മിർകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ. ഖുർആൻ പറയുകയാണ്, എടാ നരച്ചില്ലേ? ഞാൻ പറയണല്ല, ഇത് സലീം ഫൈസിന്റെ ഭാഷയിൽ, ഇത് ഖുർആന്റെ ഭാഷയാണ്. വജാഅകും, നിങ്ങൾക്ക് എത്തിയില്ലേ അന്നദീറു, നര. താടിയും മുടിയും നരച്ചില്ലേ? എന്താ ചിന്തിക്കാത്തത്? അവലം നുഅമ്മിർകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ. എത്ര ആയുസാടാ നീ തിന്ന് ജീവിച്ചത്? എന്റെ ആയുസ് എത്ര വിനിയോഗിച്ചു? ഈ ആയുസിൽ നീ എന്തു ചെയ്തു എന്ന് അള്ളാഹു ചോദിക്കുകയാണ്. മുത്തുമോമിനീങ്ങളുടെ ഖൽബിനോട്, മനസാക്ഷിയോട് ഞാൻ എന്നോടും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടും പങ്കുവെക്കുകയാണ്. ഖുർആൻ അത്ഭുതമാണ്. അത്ഭുതം, അത്ഭുതം, മഹാ അത്ഭുതം. മഹാനായ സയ്യിദുനാ അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു തങ്ങളവരുടെ ഒരു വീട്ടിൽ കക്കാൻ പോയി. പാതിരാക്ക് ഓട് പൊന്തിച്ച്, ഓല പൊന്തിച്ച് വീട്ടിന്റെ ഉള്ളിലേക്ക് ആ വീട്ടിലുള്ള ഡ്രസ്സുകൾ കൊള്ളയടിക്കാൻ. പഴയ കാലത്ത് ഒരു തുണി കക്കുക എന്നൊക്കെ പറഞ്ഞ വലിയ കളവാ അല്ലേ? കഫംപടവ കള്ളന്മാരൊക്കെ കഥ പറയുന്നുണ്ട് കിതാബുകളിൽ. മയ്യത്ത് കഫൻ ചെയ്താല് കബറിൽ കൊണ്ടുവയ്ക്കും. പാതിരാക്ക് കബർ മാന്തിയിട്ട് മയ്യത്തിനെ ചുറ്റിയ ലിനൻ ഷർട്ട് പീസിൽ ആരെങ്കിലും മയ്യത്തിനെ കഫൻ ചെയ്യും. ഒരു ഷർട്ട് പീസിന് എത്ര വില? അത്ഭുതപ്പെടുത്തുന്ന വിലകളാണ്. എന്നാൽ ഒരു മയ്യത്തിനെ പൊതിയുന്ന തുണിയോ? ആരാണ് മയ്യത്ത്? വലിയ ലോകം അടക്കി ഭരണാധികാരിന്റെ മയ്യത്ത്, സൗദി രാജാവിന്റെ മയ്യത്തും വലിയ വലിയ നൂറുകണക്കിന്. ആ കഫംപടവ കക്കാവൻ നടന്ന കള്ളന്മാരുടെ കഥ കിതാബിൽ പറയുന്നുണ്ട്. നമ്മളിപ്പോ മൂക്കത്ത് വരും. പക്ഷേ ഒരു 40 വയസ്സുള്ള ആളുകളൊന്നും അങ്ങനെ ചിന്തിക്കൂല. കാരണം പഴയ കാലത്തൊക്കെ ഒരു തുണി വീട്ടിന്റെ മുറ്റത്ത് ആറിയിടുന്ന, ഉണക്കാൻ വേണ്ടി നിവർത്തിയിടുന്ന കള്ളിത്തുണി കക്കാൻ വരുന്ന ആളുകൾ ഉണ്ടായിരുന്നു. പഴയ കാലത്ത് ദാരിദ്ര്യം അങ്ങനെയാണ്. എവിടെയാ ഒരു അവില് വെച്ച് കിട്ടുക, അവിടത്തേക്ക് ഓടി അണക്കുന്ന കാലം ഉണ്ടായിരുന്നു. ഇന്ന് അതൊക്കെ പോയി. ആയിരിക്കാതെ വേണ്ടത്? ഒരു വീട്ടിൽ ഒരു +2 പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ ഒരു റൂമിൽ അദ്ദേഹത്തിന്റെ ഷർട്ടും ഡ്രസ്സിന്റെ എണ്ണത്തിലായിരിക്കും 10ഉം 15ഉം അല്ലേ? മുഅ്മിനീങ്ങൾ ആലോചിക്കുന്നുണ്ടോ? അള്ളാഹു നമുക്ക് തന്നില്ലേ? 15 കൊല്ലം മുമ്പൊക്കെ ഞാൻ വയല് പറയാൻ തുടങ്ങുന്ന ആ പ്രായത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ മുഅ്മിനീങ്ങൾ ചിന്തിക്കണം, വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ആ സമയത്തൊക്കെ വയല് പറഞ്ഞത് സന്താന നിയന്ത്രണം. നമ്മളിവിടെ ഭൂമിയിൽ സ്ഥലം, ഭക്ഷണം ഇല്ല, പൈസ വളരെ കുറവാണ്, അതുകൊണ്ട് എന്ന ഒരു മെസ്സേജ് നമുക്ക് ഗവൺമെന്റ് തന്നിരുന്നു. അപ്പോ നാം 2, നമുക്ക് 2, നമുക്ക് 1, 2, 3 മതി എന്നൊക്കെ പറഞ്ഞൊരു സിദ്ധാന്തം ഉണ്ടായിരുന്നു. നമ്മൾ അതിനെതിരെ ഒരുപാട് വയത് പറഞ്ഞു. ഇപ്പൊ എന്തായി? ആളുകൾ കുറഞ്ഞോ? ജനസംഖ്യ ഇങ്ങനെ വർദ്ധിച്ചു വരികയാണ്. നിഅമത്ത് ഇങ്ങനെ പഴയ സാലറി ഒക്കെ ഇപ്പൊ എവിടെ കിടക്കണ്? സമ്പത്ത് ഇങ്ങനെ ഒഴുകി വരികയാണ്. ഇന്ന് ഒരാൾക്കും പൈസ ഇല്ലാത്ത ബുദ്ധിമുട്ടില്ല. പള്ളികളൊക്കെ അമ്പര ചുംബികളാണ്. മനോഹരങ്ങളായ രമ്യഹർമ്മങ്ങളാണ് പള്ളി എടുക്കാൻ എവിടെയെങ്കിലും ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ച് നടക്കുക. മലയാളി അറബിയല്ല, മലയാളി അറബിക്ക് അങ്ങോട്ട് കടം കൊടുക്കുകയാണ്. ഇപ്പോൾ അറബികളൊക്കെ ഇടക്കിടക്ക് മലയാളിയോട് വന്നിട്ട് കടം ചോദിക്കും. വൈകുന്നേരം ചാവടി കോലത്തിലേക്ക് നമ്മളെ മലയാളികൾ എന്നല്ല, എല്ലാ ആളുകളും സാമ്പത്തികമായി ഉയർന്നു വന്നു. നമ്മളെല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ച് ഉടനെ തന്നെ റിസൾട്ട് പഠിച്ചോൻ തന്നു. പഴയ കാലം പോലെ ഒരു നൂറ്റാണ്ടൊന്നും കാത്തിരിക്കണ്ട. വയലത്ത് ജോലി ചെയ്ത് വരമ്പത്തെത്തുമ്പോഴത്തേക്ക് കൂലി എന്ന് പഴമക്കാർ പറയാറുണ്ട്. എന്നതുപോലെ വളരെ കൃത്യമായി വേഗം തന്നെ നമുക്ക് ഓരോ വാക്കുകളും ഫോട്ടോ എടുത്ത് അടുത്ത ആളുകൾക്ക് ഇങ്ങനെ കമന്റ് അടിച്ച് അയക്കുന്നുണ്ടാവും. ആണുങ്ങൾ മാത്രമല്ല, പെണ്ണുങ്ങളും. എന്റെ സ്വന്തം മഹലിൽ, ഞാൻ ഖുതുബോതുന്ന മഹലിൽ വയല് വെച്ചു. ഒരുപാട് പെണ്ണുങ്ങളുണ്ടായിരുന്നു. അപ്പൊ ചെറുപ്പക്കാർ, നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ പെണ്ണുങ്ങളൊന്നല്ല. നിങ്ങൾ വയല് പറയുമ്പോൾ അവരിങ്ങനെ വാട്സാപ്പിൽ ഇങ്ങനെ പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഉണ്ടാവുക, നിങ്ങൾ കമന്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. വയലിങ്ങനെ ഒരു ഭാഗത്ത് കേൾക്കാൻ, വയലിന് വരുന്നത് അതിനു വേണ്ടിയാണ്. ഒരു ഒഴിവ്, ഫ്രീ ടൈം. ബഹുമാനപ്പെട്ട സഹോദരങ്ങൾ ആലോചിക്കണം, നമ്മൾ എവിടെ എത്തി? എന്തായി സംഭവം? മനുഷ്യൻ ഫോട്ടോ എടുക്കാനൊക്കെ ഒരു ക്യാമറന്റെ മുമ്പിൽ ഇങ്ങനെ അടികൂടുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പടത്തിന് വേണ്ടി ഒരു പട. ഇന്ന് ഫോട്ടോ എന്നൊക്കെ പറഞ്ഞാൽ എന്തത്ര നിസ്സാര. എത്രയോ ആളുകൾ ഹജ്ജിന് പോകാതിരുത്തിയിട്ടുണ്ട്. കാരണം ഹജ്ജിന് പോകുമ്പോൾ ഫോട്ടോ എടുക്കേണ്ടി വരും. പാസ്പോർട്ട് എടുക്കണേ ഫോട്ടോ വേണം. ഈ ഫോട്ടോ എന്ന് പറഞ്ഞാൽ അത് ഹറാമാ. ആ ഫോട്ടോ പോലും എടുക്കാതെ ഹജ്ജിന് പോകാൻ പോലും ജനങ്ങൾ മടിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കട്ടെ, ഈ ക്യാമറ കൊണ്ട് എവിടെയാ പിടിക്കാത്തത്?
നമ്മൾ എവിടെ കയറി പോകുമ്പോഴും എല്ലാ വീട്ടിന്റെ മുന്നിലുണ്ട് എല്ലാ വീട്ടിന്റെ മുമ്പിലും കള്ള ക്യാമറയാണ്. സർവ്വ സ്ഥലത്ത് എല്ലാം അത്ര മാറിയിട്ടുണ്ട് ലോകം. ഈ മാറലുകളൊക്കെ നാശത്തിലാണ്, ഈ മാറ്റങ്ങളൊക്കെ നാശത്തിലാണ്. ഒന്നുപോലും ഖൈറില്ല. ഖൈറിന്റെ തെരി ഒരു ഭാഗത്തും നമുക്ക് കാണാൻ സാധ്യമല്ല. അല്ലാഹുവേ കാക്കണേ തമ്പുരാനെ, അല്ലാഹുവേ കാക്കണേ തമ്പുരാനെ. ഖൈറിന്റെ തെരി പോലും ഇല്ലാത്ത വിധം ലോകം നാശത്തിലാണ്. എന്റെ ചെറുപ്പക്കാരാ, എന്റെ സംസാരം ശ്രവിക്കുന്ന ഈമാനുള്ള ബുദ്ധിയുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ ഖുർആൻ, ആ ഖുർആൻ എന്തെന്നറിയുമോ? മഹാനായ അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു ഒരു വീട്ടിന്റെ മുകളിലേക്ക്, ആ വീട്ടിന്റെ ഓലകൾ പൊന്തിച്ചുകൊണ്ട് വീട്ടിന്റെ ഉള്ളിലേക്ക് ചാടാൻ വേണ്ടി ചുമരിലേക്ക് ഇറങ്ങുകയാ. എന്തിന്? ആ വീട് കൊള്ളയടിക്കാൻ. അബൂ യസീദുൽ ബിസ്താമി പാതിരാ സമയത്ത് വളരെ മോശക്കാരനായി കൊള്ളക്കാരനായി ജീവിക്കുന്ന തന്റെ പ്രായത്തിൽ അബൂ യസീദുൽ ബിസ്താമി ആ വീട്ടിന്റെ ഉള്ളിൽ നോക്കുമ്പോൾ പാതിരാവിന്റെ നിശയുടെ നിശബ്ദതയിൽ, കൂരിരുട്ടുള്ള രാത്രിയിൽ ഒരു മൂലയിൽ ഇരുന്ന ഒരു ഉമ്മാമ ഇങ്ങനെ ഖുർആൻ ഓതുകയാണ്. ആ ഖുർആനിന്റെ ഒരായത്ത് അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു കേൾക്കുകയാണ്. അത് കേട്ടപ്പോൾ തന്റെ മനസ്സിലങ്ങ് അടിച്ചുപോയി. ആ അടിയാണ് അബൂ യസീദുൽ ബിസ്താമിയെ പിന്നെ ലോകം മാറ്റിമറിച്ചത്. ലോകം കണ്ട സൂഫിയായി മാറി. തന്റെ ചിന്ത മുഴുവനും മാറിപ്പോയി. ഏതാണ് ആയത്തെന്നറിയുമോ? ഞാൻ നേരത്തെ ഓതിയ ആയത്താണ്. അലം യഅ്നി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അലം യഅ്നി ലില്ലദീന ആമനൂ അലം അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. എടോ, നിങ്ങൾ കണ്ടിട്ടില്ലേ പത്രങ്ങളിൽ ദിവസവും ഒരു മത്സ്യത്തെ പിടിച്ചു, ആ മത്സ്യത്തിന്റെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട് അല്ലാഹു, ആ മത്സ്യത്തിന്റെ മറുവശത്ത് എഴുതി വെച്ചിട്ടുണ്ട് മുഹമ്മദ്. അതൊരു കുട്ടിക്ക് കിട്ടി, അതൊരു മ്യൂസിയത്തിൽ ഇട്ടുകൊണ്ട്, ഒരു ഗ്ലാസ്സിലിട്ടുകൊണ്ട് അത് പ്രദർശന വസ്തുവാക്കി വെക്കുമ്പോൾ പത്രങ്ങൾ കൗതുകത്തോടെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ മനുഷ്യ നീ ചിന്തിക്കുന്നില്ലേ, ഈ മത്സ്യത്തിന്റെ പുറത്ത് എഴുതി വെച്ച അള്ളാഹുവിനെ പറ്റി, ഈ മത്സ്യത്തിന്റെ പുറത്ത് എഴുതി വെച്ച മുഹമ്മദ് നബിയെ പറ്റി നിന്റെ ഈമാൻ അതിലേക്ക് മടങ്ങണ്ടേ, നിന്റെ ഈമാൻ അതിലേക്ക് പോകണ്ടേ? നീ അത്ഭുതം പറഞ്ഞ് കോട്ട് ചെയ്യുന്നതിന് പകരം നീ അതിനെ ഉദ്ധരിക്കുകയും ആളുകളോട് വാഗ്വിലാസം അടിക്കുകയും ചെയ്യുന്നതിന് പകരം നിന്റെ ഖൽബ് അല്ലാഹുവിലേക്ക് അടുത്തോ. നിന്റെ ഖൽബ് അല്ലാഹുവിലേക്ക് അടുക്കണ്ടേ? മഹാനായ അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹുവിനെ ചിന്തിപ്പിച്ച ആയത്താണ്. അലം യഅ്നി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. ആയിരങ്ങളെ അത്ഭുതപ്പെടുത്തിയ പതിനായിരങ്ങളെ അത്ഭുതപ്പെടുത്തിയ പരിശുദ്ധ ഖുർആൻ. ആ ഖുർആനിലൂടെ പലരും ഇസ്ലാമിന്റെ തീരത്തേക്ക്, അള്ളാഹുവിലേക്ക് ആനയിച്ചടുത്തു വന്നെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ആ ഖുർആൻ ഞാനും നിങ്ങളും പുണരണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയാൻ പോലും പിശുക്ക് കാണിക്കുന്നുണ്ടോ? പഠിക്കണം, ആ ഖുർആൻ നമ്മൾ ഓതണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. എന്താ അതിന് വേണ്ടത്? അതുകൂടി പറയാം. ഓതണമെന്ന് മാത്രം പറഞ്ഞ് വൃത്തിയല്ലോ. എന്താ അതിന് വേണ്ടത്? അതിന് വേണ്ടത് എന്താ വരുന്നതെന്ന് ഞാനിവിടെ പറയേണ്ട. ബഹുമാനപ്പെട്ട ഉമ്മമാരോട് പ്രത്യേകിച്ചും എന്റെ സഹോദരങ്ങളോട് പ്രത്യേകിച്ചും ഞാൻ പറയട്ടെ, പഴയ കാലത്ത് ഖുർആൻ ഓതാത്തൊരു വീടില്ല. ഉണ്ടോ? ഖുർആൻ മഗ്രിബായാൽ നിസ്കാരം കഴിഞ്ഞ ഉടനെ യാസീനോതും തബാറക്കയോതും. അത് ഖബറിൽ രക്ഷപ്പെടുത്തുന്ന സൂറത്താണ്. തബാറക്കയോതും. മാത്രമല്ല ഉടനെ മുഹീദ്ദീൻ മാല പാടും, നഫീസത്ത് മാല പാടും. ഇതാണ് നമ്മുടെ പഴമക്കാരുടെ പതിവെങ്കിൽ ഇന്ന് എവിടെയെങ്കിലും ഒരു യാസീൻ ഓതുന്ന വീടുണ്ടോ? മുഹീദ്ദീൻ മാലയിലെ 4 വരി കാണാതെ ചൊല്ലാൻ അറിയുന്ന ആളുകൾ എത്രയുണ്ട് നമ്മുടെ കൂട്ടത്തിൽ? നമ്മളതൊക്കെ എടുത്ത് പഴഞ്ചനായി പോയി. മഗ്രിബാവുമ്പോൾ കുളിച്ച് നിസ്കരിച്ച് ഉടനെ TV ഓണാക്കാൻ, നിസ്കാരമൊക്കെ റെഡി ആയിട്ടുണ്ട്, TV ഓൺ ചെയ്യുകയാണ്, പത്രങ്ങൾ വായിക്കുകയാണ്. എല്ലാ സൗകര്യങ്ങളും നമുക്ക് വന്നു, എല്ലാം അറിയാനുള്ള സംവിധാനങ്ങൾ വന്നു, എല്ലാം കാണാനുള്ള സംവിധാനങ്ങൾ വന്നു. ഈ സംവിധാനങ്ങൾ നമ്മളെ ചിന്തിപ്പിച്ചില്ല, അള്ളാഹുവിലേക്ക് അടുപ്പിച്ചില്ല, അള്ളാഹുമായി നമ്മൾ അകലപ്പെടുത്തിയിരിക്കുകയാണ്. നമ്മളെ ശരിക്കും ചിന്തിപ്പിക്കുകയല്ലേ വേണ്ടത്? ഖുർആനിന്റെ ഓരോന്നിനും പുതിയ പഠനങ്ങൾ മുഴുവനും നമ്മളെ ചിന്തിപ്പിക്കുകയായിരുന്നു വേണ്ടത്. എന്താ? സൂറത്ത് ഖാഫിൽ അല്ലാഹു പറയുന്നത് കാണാം, ശ്രദ്ധിക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഖദ് ഖലഖനൽ ഇൻസാൻ വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു
ونحن أقرب إليه من حبل الوريد إذ يتلقى المتلقيان عن اليمين وعن الشمال قعيد ما يلفظ من قول إلا لديه رقيب عتيد وجاءت سكرة الموت بالحق ذلك ما كنت منه تحيد. എന്താ ഈ ആയത്ത് പറഞ്ഞെന്നറിയോ? അത്ഭുതമാണ്. അങ്ങനെ അള്ളാഹു സൃഷ്ടിച്ചു. ഒരു ചെറിയ പൊന്നുമോന് ഭൂമിയിൽ വന്നു. ഈ ഭൂമിയിൽ വരുമ്പോ കുട്ടിന്റെ ഇടത്തും വലത്തും രണ്ടാളുകൾ ഇങ്ങനെ നടക്കുകയാണ്. ആ കുട്ടി ചെയ്യുന്നത് മുഴുവനും റെക്കോർഡാണ്. എല്ലാ വാക്കുകളും ശരിത്തോ അകൽത്തോ തിന്നോ കുടിച്ചോ നടന്നോ ഈ പറയുന്നത് മുഴുവൻ റെക്കോർഡ് ചെയ്യും. ഒരു മനുഷ്യന്റെ ആയുസ് മുഴുവനും റെക്കോർഡ് ചെയ്ത് കിതാബായി നാളെ മഹ്ശറിലേക്ക് കൊണ്ടുവരും. വജാഅത് കുല്ലു നഫ്സിൻ മഅഹാ സായിഖും വശഹീദ്. മയ്യത്ത് ഖബറിലേക്ക് വെച്ചാൽ ഈ കുട്ടി വളർന്ന് വലിയ മനുഷ്യനായി അവസാനം മരിച്ച മയ്യത്ത് ഖബറിലേക്ക് വെച്ചാൽ ആ മയ്യത്ത് ഖബറിൽ നിന്ന് നാളെ പൊടി തട്ടി എഴുന്നേറ്റ് പോകുമ്പോൾ ഈ രണ്ട് മലക്കുകൾ ഉണ്ടാകും. ഒരു മലക്ക് മുമ്പിലെ, ആ മലക്കിന്റെ തലയിൽ ഏട്, മറ്റേ മലക്കോ ബേക്കില് സായിഖ് നടക്കടാ നടക്കടാ എന്ന് പറഞ്ഞ് ദണ്ടും പിടിച്ച് നടക്കും. ഏതാ രണ്ട് മലക്ക്? ഒരു മനുഷ്യൻ ഭൂമിയിലേക്ക് വരുമ്പോൾ അള്ളാഹു ഏൽപ്പിച്ച രണ്ട് മലക്കുകൾ. ആ മനുഷ്യന്റെ മരണം വരെ കൂടെ നടന്നു. മരിച്ചപ്പോ ഖബറിന്റെ അടുത്ത് നിന്നു. നാളെ ഉത്ഥാന നാളിൽ മഹ്ശറയിലേക്ക് പൊടിയൊക്കെ തട്ടി ശരീരമൊക്കെ തട്ടി എഴുന്നേറ്റ് പോകുന്ന ഒരു ദിവസമുണ്ട്. തലേന്നൊക്കെ ഇങ്ങനെ പൊടി തട്ടുന്ന, തുണിയൊന്നും എടുക്കാതെ മാലിയും മുതാരിയൊക്കെ ഇങ്ങനെ കാട്ടിയിട്ട് മനുഷ്യന്മാരുന്നു എല്ലാവരും ഒരു ദിശയിലേക്ക് നടന്നു പോകുന്ന ഒരു ദിവസം. അപ്പൊ രണ്ടാളുകൾ മുമ്പിലും ബേക്കിലും ഓരോ ആളുകൾ. മുമ്പിലുള്ള ആളുടെ തലയിൽ വലിയൊരു ഏടാണ്ട്. എന്താ ഏട്? ഈ മനുഷ്യന്റെ മുഴുവൻ റെക്കോർഡ് ചെയ്ത് വെച്ച ഏട്. ബേക്കിലുള്ള ആളോ സായിഖ് നടക്കടാ എന്ന് പറഞ്ഞ് അടിച്ച് നടത്തുന്ന ഒരാൾ. രണ്ട് മലക്ക് ആ മനുഷ്യനെ മഹ്ശറിലേക്ക് ആനയിക്കുമെന്ന് സൂറത്ത് ഖാഫിൽ അല്ലാഹു. ഇതൊക്കെ സഹാബികൾ എങ്ങനെയാ ഉൾക്കൊള്ളുക? ഷാഫി ഇമാം എങ്ങനെ ഇതൊക്കെ ഉൾക്കൊണ്ടത്? ഒരു മനുഷ്യന്റെ മുഴുവൻ അങ്ങനെ ഒരാൾക്ക് എഴുതാൻ കഴിയോ എന്ന് ആലോചിച്ചെങ്കിൽ നിങ്ങൾ അറിയോ നമ്മളെ കമ്പ്യൂട്ടർ സംവിധാനമൊക്കെ എവിടെ എത്തി? നമ്മള് ഒരു ചെറിയ ചിപ്പിൽ ആയിരക്കണക്കിന്, എന്റെ മൊബൈലിൽ ഏതാണ്ട് 20,000 കിതാബ് എന്റെ മൊബൈലിന്റെ ഉള്ളിലുണ്ട് എന്ന് പറഞ്ഞാൽ ഈ മദ്രസയിൽ മുഴുവനും വെച്ചാൽ കൊള്ളൂല 20,000 കിതാബ്. അത്രയും കിതാബ് മൊബൈലിലുണ്ട്. ഏതും വേണമെങ്കിൽ തെരഞ്ഞു നോക്കൊന്നും വേണ്ട, ഒരു വേർഡ് അങ്ങ് അടിച്ചു കൊടുത്താൽ ഇത് ഏതൊക്കെ കിതാബിലുണ്ട് എന്ന് നിമിഷം കൊണ്ട് സെർച്ച് ചെയ്ത് റിസൾട്ട് തരും. നമ്മുടെ സംവിധാനം, ഞാനെന്ന് പറഞ്ഞ ഏറ്റവും താണ അക്ഷരാഭ്യാസം വളരെ പിറകിലുള്ള ഒരു മൊയ്ലിയര്. ഇനി ഉന്നതങ്ങൾ ചിന്തിക്കുന്ന ആളുകൾ ഇത് എത്ര ഉപയോഗിക്കുന്നുണ്ടോ? നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ മോമിനിങ്ങളെ? ഒരു ചെറിയ ചിപ്പിന്റെ ഉള്ളിൽ ലക്ഷക്കണക്കിന് ഗ്രന്ഥങ്ങളിൽ വഹിക്കാൻ കൊള്ളുന്നത് മാത്രം നമ്മുടെ കൈക്കലേക്ക് ഒതുക്കാൻ ഇന്ന് സയൻസിന് അമേരിക്കയിലുള്ള ശാസ്ത്രശാഖയിലുള്ള കഥ എന്നല്ല, നമ്മളെ കെയ്മയിലുള്ളതാ പറഞ്ഞത്. മൂല്യന്മാരുടെ മക്തബ ഷാബില എന്ന് പറഞ്ഞാൽ ഗൾഫ് രാജ്യത്ത് നിന്ന് ഇറങ്ങി ലൈബ്രറിയാണ്. ഈ ലൈബ്രറി 20,000, 30,000, 40,000 ഒക്കെ കിതാബുകൾ ഇങ്ങനെ വർദ്ധിച്ചു വരുന്നോണ്ടിരിക്കുകയാണ്. ബിൽഡിംഗ് ഒന്നും വേണ്ട അതിന്, വെറുതെയാണല്ലേ. കുതുബ്ഖാനയും ബിൽഡിംഗ് ഒക്കെ വെറുതെയാണ്. നമ്മുടെ മൊബൈലിലുണ്ട്, ലാപ്ടോപ്പും വേണ്ട. ഇപ്പോ വളരെ മനോഹരമായി സെർച്ച് ചെയ്യാൻ സൗകര്യമുണ്ട്. ബഹുമാനപ്പെട്ട സഹോദരങ്ങൾ ആലോചിക്കുന്നുണ്ട്. ഇതൊക്കെ സഹാബത്തിന് ഉൾക്കൊള്ളാൻ എത്ര പ്രയാസമായിരുന്നു. അവരത് ഉൾക്കൊണ്ടു. അവരെക്കാളും വേഗത്തിൽ ഉൾക്കൊള്ളുകയും ചിന്തിക്കുകയും ചെയ്യുന്നതിന് പകരം നമ്മൾ ഇതുകൊണ്ടൊന്നും പഠിച്ചില്ല. നമ്മളതിന് ആ സുഖലോക സൗഹൃദത്തിലേക്ക് മാറി. മുഹമ്മദ് മുസ്തഫ, സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വെള്ളിയാഴ്ച ദിവസം ഇദാ കാന യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസത്തിന്റെ മഗ്രിബായാൽ, വെള്ളിയാഴ്ച രാവ്, കാസർഗോഡ് അങ്ങനല്ലേ പറയാ, വെള്ളിയാഴ്ച രാവ്, വ്യാഴാഴ്ച അസ്തമിച്ച അല്ലേ, വ്യാഴാഴ്ച രാവ്, വ്യാഴാഴ്ച അസ്തമിച്ച സമയം, വെള്ളിയാഴ്ച മഗ്രിബിന്റെ സമയമായാൽ, വെള്ളിയാഴ്ച രാവായാൽ അള്ളാഹുവിന്റെ റസൂല് 14 നൂറ്റാണ്ട് മുമ്പ് പറയാൻ, ഫാക്സിറൂ മിനസ്സലാത്തി അലൈ, വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച പകലും നിങ്ങൾ എനിക്ക് സ്വലാത്ത് വർദ്ധിപ്പിക്കണേ. ആ 2 രാത്രികളിലും പകലുകളിലും സ്വലാത്ത് വർദ്ധിപ്പിക്കണം. എന്തുകൊണ്ട്? ഫഇന്ന സ്വലാത്തകും മഅറൂദത്തുൻ അലയ്യ, നിങ്ങളുടെ സ്വലാത്ത് എനിക്ക് ലൈവ് ചെയ്യപ്പെടും. ഫഇന്ന സ്വലാത്തകും മഅറൂദത്തുൻ അലയ്യ,
നിങ്ങളുടെ സ്വലാത്ത് എനിക്ക് ലൈവ് ചെയ്യപ്പെടും. കുണിയ പള്ളിയിലിരുന്ന് അബ്ദുൽ ഖാദർ നദി ഉസ്താദിന്റെ നേതൃത്വത്തിൽ 25 ആളുകൾ ചേർന്നുകൊണ്ട് വെള്ളിയാഴ്ച രാവ് സ്വലാത്ത് ചൊല്ലുന്നത് മദീനയിലെ മസ്ജിദുൻ നബവിയിലെ ഹുജറത്തു ശരീഫയിലെ റൗളത്തുൽ മുതഹ്ഹറയിലെ പച്ചപ്പട്ടിന്റെ അന്തർഭാഗത്ത് അന്തിയിറങ്ങുന്ന ഹബീബിന്റെ ഹളറത്തിൽ ലൈവ് വരികയാണ്. മുബാശിർ ലൈവ് കാണുകയാണ്. കുണിയ പള്ളിയിലത് വേറെ, കുമ്പളപ്പള്ളിയിലത് വേറെ, കാസർഗോഡ് ഉള്ളത് വേറെ, അമേരിക്കയിലുള്ളത് വേറെ, തജിക്കിസ്ഥാനിലുള്ളത് വേറെ, പാകിസ്ഥാനിലുള്ളത് വേറെ. ലോകത്ത് മുഴുവനുമുള്ള മുഅ്മിനിന്റെ സ്വലാത്ത് ലൈവ് ചെയ്യപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പറയുമ്പോൾ നമുക്ക് അത്ഭുതമുണ്ടോ? പഠിച്ചോനെ, സഹാബത്തൊക്കെ എങ്ങനെ ഉൾക്കൊണ്ടത് ഇല്ലേ? നമുക്ക് ഇങ്ങനെ ഞെക്കി വേറെ, പാകിസ്ഥാനിലെ വേറെ, അഫ്ഗാനിസ്ഥാനിലെ വേറെ. ഇന്റർനെറ്റിന്റെ യുഗത്തിലേക്ക് അങ്ങോട്ട് ദുനിയാവ് മുഴുവനും നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മൾ ഇതൊക്കെ ചിന്തിപ്പിക്കേണ്ടതായിരുന്നു. നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന റിസൾട്ടുകളാണിത്. പക്ഷെ നമ്മളെ ചിന്തിപ്പിച്ചില്ല, നമ്മളെ ശുഗലാക്കി കളഞ്ഞു, നമ്മളെ ടൈം വേസ്റ്റ് ആയി കളഞ്ഞു. നമ്മൾ ദുനിയാവിൽ നിന്ന് ദുനിയാവിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയട്ടെ, അള്ളാഹുവിന്റെ ഖുർആൻ പഠിക്കാൻ ഞാനും നിങ്ങളും ജീവിതത്തിൽ സമയം കണ്ടെത്തണം. ഫാത്തിഹ സൂറത്ത് പോലും തെറ്റാതെ ഓതാൻ, മഖ്റജുകളോടെ ഓതാൻ നമുക്കറിയില്ല. മഖ്റജ്, പ്രൊനൗൺസിയേഷൻ, ഇംഗ്ലീഷ് ഭാഷയിൽ പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞാലേ ആൾക്ക് തിരിയുള്ളൂ. സോറി എന്ന് പഴയ ഇംഗ്ലീഷ് ഒന്നും പറഞ്ഞാൽ ശരിയാവില്ല. ഒന്നുകിൽ ബ്രിട്ടൻ യൂസേജ് ആയിരിക്കണം, അല്ലെങ്കിൽ അമേരിക്കൻ പ്രൊനൗൺസിയേഷൻ. സോറി എന്നൊക്കെ പറയേണ്ടത് ആര് അങ്ങനെയാ ഉച്ചരിക്കുക? സോറി. കോളേജിൽ ഇംഗ്ലീഷ് ക്ലാസ് തുടങ്ങി. ഒരു പ്രഗത്ഭരായ സാറെ കൊണ്ടുവന്നിട്ട് അയാൾ ക്ലാസ് തുടങ്ങി. അങ്ങനെ ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഞങ്ങൾക്ക് ആകെ അറിയുന്ന ഒരു ഇംഗ്ലീഷിന്റെ സോറി, അതും കൂടി സോഴി എന്നാക്കി പറയുന്നത്. അവരുടെ കുട്ടികളെ കംപ്ലൈന്റ് ചെയ്യാണ് മാഷെപ്പറ്റി. ഞങ്ങൾക്ക് ആകെ അറിയുന്ന ഇംഗ്ലീഷ് അതും കൂടി ഉപർ സോഴിയാക്കി എന്നാണ്. അതതിന്റെ പ്രൊനൗൺസിയേഷൻ ആണെങ്കിൽ ഖുർആനിന്റെ ഓരോ അക്ഷരങ്ങൾക്കും ഉണ്ട് ഓരോ പ്രൊനൗൺസിയേഷൻ, മഖ്റജ്. ഓരോ അക്ഷരങ്ങൾക്കും ഏറ്റവും അക്ഷരം കുറഞ്ഞത് അറബിയിലാണ്. മലയാളത്തിൽ 52 അക്ഷരം. തുഞ്ചൻ എഴുത്തച്ഛന്റെ മലയാളം ഉണ്ടല്ലോ, പരിഷ്കരിച്ച മലയാളത്തിന് 52 അക്ഷരാണ്. അറബി മലയാളം പഠിക്കാൻ വേണ്ടി വന്നു. എത്ര ഉണ്ട് അക്ഷരോ? 52 എന്ന് പറയുമ്പോൾ അയാൾ അപ്പൊ തിരിച്ചോടിയുന്ന. ലോകത്ത് മലയാളം മാലം ലേലം ഒരാൾക്കും അറിയാൻ കഴിയാത്ത ഭാഷയാണ്. കാരണം അറബിന്റെ നേരെ ഇരട്ടിന്റെ അപ്പുറമുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നേരെ പകുതിയെ അറബിയിലുള്ളൂ, 27 അക്ഷരം മാത്രം. ഈ അക്ഷരങ്ങളുടെ മഖ്റജുകൾ, അതിന്റെ പ്രൊനൗൺസിയേഷൻ അത് കൃത്യമായി അറിഞ്ഞാലേ ഖുർആൻ ഓതാൻ കഴിയൂ. ലാദ് എവിടെന്ന്, ലാദ് എവിടെന്ന്, സായ് എവിടെന്ന്, ലാൽ എവിടെ, സായ് ഒന്ന് വേറെ, ലാൽ ഒന്ന് വേറെ, ലോ ഒന്ന് വേറെ, ലാ ഒന്ന് വേറെ. ഓരോ പ്രൊനൗൺസിയേഷൻ ഓരോന്നിനും വേറെ വേറെ ഉണ്ട്, വ്യത്യസ്തമായ അക്ഷരങ്ങൾ. ായിട്ട് ഓതിയാൽ അത് തെറ്റാണ്. ഖുർആൻ ഓതുന്ന നിയമം ഞാൻ ഈ പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്, അള്ളാഹുവിന്റെ ഖുർആൻ തെറ്റായി നമ്മൾ പാരായണം ചെയ്യുമ്പോൾ അതിന് കൊടുക്കേണ്ട പ്രൊനൗൺസിയേഷൻ, അതിന്റെ മഖ്റജല്ലാതെ നമ്മൾ ഓതുമ്പോൾ, അത് ഉൾക്കൊള്ളേണ്ട രീതിയിലല്ലാതെ നമ്മൾ ഓതുമ്പോൾ, അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, റുബ്ബഖാരി യഖറഉൽ ഖുർആൻ വയൽഅനുഹും. അള്ളാഹുവിന്റെ ഖുർആൻ ഓതുന്ന എത്ര ഓത്തുകാരുണ്ട്, അവരോതുമ്പോൾ ഖുർആൻ അവരെ ശപിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട്? എന്നെ തെറ്റായി ഇവൻ പാരായണം ചെയ്യുകയാണ്, എന്നെ തെറ്റായി പാരായണം ചെയ്യുകയാണെന്ന് ഖുർആൻ ശപിച്ചുകൊണ്ടിരിക്കുന്ന എത്ര ഓത്തുകാരുണ്ടെന്ന് പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഓത്ത് ഫാത്തിഹ സൂറത്ത് ഓതുന്ന കഥയെ ഞാൻ ഈ അൽ ബഖറയിലുള്ള, ആലു ഇമ്രാനിലുള്ള, സൂറത്ത് മറിയമിലുള്ള ഓരോ സൂറകളിലുള്ള അത്ഭുതങ്ങൾ പഠിക്കുന്ന അതിന്റെ ആഴങ്ങളെ സംബന്ധിച്ചല്ല. അതുപോലും നമുക്കറിയില്ലെങ്കിൽ ഖുർആനിൽ നമ്മൾ ബട്ടപൂജ്യ മാലോകരുടെ വിശാലമായ അവസ്ഥയാണ് പറയുന്നത്. വളരെ അപൂർവങ്ങളിൽ അപൂർവങ്ങളാണ് ഖുർആൻ റിസർച്ച് നടത്തുന്ന ആളുകൾ. മഹാനായ ശൈഖുനാ ശംസുൽ ഉലമയ്ക്ക് ഉസ്താദ് നവ്വറല്ലാഹു മർഖദ തന്റെ അന്ത്യാഭിലാഷം എന്തായിരുന്നു എന്നറിയോ? കേരളത്തിൽ ഒരു ഖുർആൻ റിസർച്ച് സെന്റർ. ഖുർആൻ അത് അത്ഭുതം. ഈ അടുത്ത് വഫാത്തായി പോയ ഈജിപ്തിന്റെ അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയുടെ ഷെയ്ഖുൽ അസ്ഹർ ആയിരുന്ന സയ്യിദ് മുഹമ്മദ് തന്താവി ഇന്ദഖല ഇലാ റഹ്മത്തില്ല, മദീനത്തേക്ക് അദ്ദേഹം ഒരു അവാർഡ് മേടിക്കാൻ, ഫൈസൽ രാജാവിന്റെ അവാർഡ് വാങ്ങാൻ വേണ്ടി പോയപ്പോൾ അദ്ദേഹം മദീനയിൽ നിന്ന് സിയാറത്തൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ജിദ്ദ ഇന്റർനാഷണൽ എയർപോർട്ടിൽ വെച്ച്, മദീന ഇന്റർനാഷണൽ എയർപോർട്ടിൽ വെച്ച് വഫാത്താവുകയും ഖുർആൻ പണ്ഡിതൻ എന്ത് പറഞ്ഞാലും ആയത്തോത്, ഭാഷകൾക്ക് ആയത്ത്, നിയമങ്ങൾക്ക് ആയത്ത്,
എല്ലാ അറബ് സാഹിത്യത്തിന്റെ സമുച്ചയിലും ഓരോ നിയമത്തിനും ആയത്തോട് തെളിവ് പറയും. അങ്ങനെ അത്യപൂർവങ്ങളായ ആളുകൾ മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു, സയ്യിദുനാ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാം ശാഫി തങ്ങളോട് ഒരാൾ വന്നൊരു മസല ചോദിച്ചു. എന്താ മസല എന്നറിയോ? ഇജ്മാ തെളിവാണെന്ന് ഖുർആനിലുണ്ടോ? ഖുർആൻ, സുന്നത്ത്, ഇജ്മാ, ഖിയാസ്, ഇസ്ലാമിന്റെ 4 പ്രമാണങ്ങളാണ്. ഇജ്മാ തെളിവാണെന്ന് ഖുർആനിലുണ്ടോ? ഇമാം ഷാഫി ഇത് ചോദിച്ചത് എപ്പോഴാണെന്നറിയോ? ഇമാം ഷാഫി വിരുന്ന് പോയപ്പോഴാണ്. എവിടെയാ വിരുന്ന് പോയത്? ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ വീട്ടിൽ വിരുന്നിന് പോയ ശിഷ്യനാണ് അഹ്മദ് ബിൻ ഹംബൽ. ഉസ്താദ് വിരുന്നിന് വന്നപ്പോ ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പ്രത്യേകമായി മൂപ്പരുടെ ഖാദിമീങ്ങൾ ഇമാം ഷാഫിക്ക് രാത്രി ഉറങ്ങാൻ നോക്കുമ്പോൾ റൂമിൽ ഒരു കിണ്ടിയിൽ വെള്ളം കൊണ്ട് വെച്ചു കൊടുത്തു. ഇമാം അഹ്മദ് ബിൻ ഉസ്താദ് രാത്രി തഹജ്ജുദ് നിസ്കരിക്കും, അപ്പൊ അതിന് വെള്ളം വേണം. അതിനൊരു പാത്രത്തിൽ ഇമാം ഷാഫി രാവിലെ എഴുന്നേറ്റു. ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ ശിഷ്യന്മാർ നോക്കുമ്പോൾ ആ വെള്ളം ഉപയോഗിച്ചിട്ടില്ല. ഇമാം ഷാഫി അവിടെ കിടക്കുകയാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങളോട് വന്നിട്ട് അവർ പറഞ്ഞു, തങ്ങളെ നിങ്ങളല്ലേ പറഞ്ഞത് നിങ്ങൾ ഉസ്താദ് ഷാഫി ഇമാം രാത്രി തഹജ്ജുദ് എഴുന്നേൽക്കുന്നൊക്കെ, എഴുന്നേറ്റിട്ടില്ല, മുമ്പ് വെള്ളം അവിടെ കിടക്കുന്നത്, വെള്ളം ഉപയോഗിച്ചിട്ടില്ല. മഹാനായ ഇമാം ഷാഫി തങ്ങളോട് ചോദിച്ചപ്പോൾ ഇമാം ഷാഫി പറയുന്നു, ഞാൻ ഇന്നലെ ഉറങ്ങണ്ടേ, എന്നാലല്ലേ വുളൂ ചെയ്യൽ, ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടില്ല. എന്താണ് ഉറങ്ങാത്തതെന്നറിയോ? എന്നോടൊരാള് വന്നൊരു മസല ചോദിച്ചു. ഞാൻ ഇവിടെ വന്നപ്പോ ഒരാൾ വന്ന് മസല ചോദിച്ചതാ. ഇമാം ഷാഫി വന്നെന്ന് പറഞ്ഞ കണ്യത്തു സാദൊക്കെ വന്ന ആളുകൾ വേഗം ഓടി വരില്ല. ശിയാബദങ്ങളോട് ആളുകൾ ഓടി വന്നിട്ട് പ്രധാനപ്പെട്ട മസല. ഇമാം ഷാഫി വന്നപ്പോ ഒരു മസല ചോദിച്ച ഒരാൾ. എന്താ ചോദ്യം? ഇജ്മാ തെളിവാണെന്ന് ഖുർആനിലുണ്ടോ? ഇമാം ഷാഫി നേരം വെളുക്കുന്നത് വരെ ഖുർആൻ 300 തവണ ഓതി നോക്കിയെന്ന. 300 തവണ ഖുർആൻ റിസർച്ച് ചെയ്തു. ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസം വരൂല. 300 തവണ ഒരു രാത്രി ഓതാൻ കഴിയോ? നിങ്ങൾക്ക് വേണം ഇപ്പം കാട്ടിത്തരാം 300 തവണ ഓതുന്നത്. ഞാൻ ഓതിത്തരയല്ല, നിമിഷം കൊണ്ട് ഞാൻ കാണിച്ചു തരാം. ഒരു കാമൽ നിന്നിട്ട് ഒരു ഖത്തം തീർത്തോവർ. മൊയ്തീൻ ശൈഖ് തങ്ങളെ പറ്റി പറഞ്ഞപ്പോ അതെങ്ങനെയാ സാധിക്കുക? ഒരു കാമൽ നിന്നിട്ട് എങ്ങനെയാ ഒരു ഖത്തം തീർക്കുക? റമദാനിൽ 2 ഖത്ത് ഓതുമായിരുന്നു എന്ന് പറഞ്ഞപ്പോ ആളുകൾ വിമർശിച്ചു. ഭൂമിയോരുണ്ട് പോൽ എങ്കയിലെന്നോവർ. മൊയ്തീൻ ശൈഖിനെ കളിയാക്കി. എന്താ ഈ പറഞ്ഞാക്കി വിവരമില്ലാത്ത ആളുകൾ പറഞ്ഞിരുന്നു, വല്ല നീലെത്തുന്നും എന്നെ വിളിപ്പോർക്ക് വായ്കൂടും പുത്തരം നൽകും ഞാൻ എന്നോവർ. ആളുകൾ പരിഹസിച്ചിരുന്നതിനൊക്കെ ഇപ്പൊ ഒക്കെ ശാസ്ത്രജ്ഞ വന്നില്ലേ? ഇല്ലേ? മൊബൈൽ ഉണ്ടായാൽ മതി. മൊബൈൽ കണക്ഷൻ കിട്ടിയാൽ വല്ല നീലെത്തുന്നും എന്നെ വിളിപ്പോർക്ക് വായ്കൂടും പുത്തരം നൽകും ഞാൻ എന്നോവർ. കറാമത്തൊന്നും വേണ്ട, കണക്ഷൻ ഒരു റേഞ്ച് കിട്ടിയാൽ മതിയില്ലേ? എവിടുന്ന് വിളിച്ചാലും റേഞ്ച് ഉണ്ട്, അവിടെ നിന്ന് മാത്രം ഉത്തരം കൊടുക്കാൻ കഴിയും. കറാമത്തൊന്നും വേണ്ട. പരിഹാസവരെവിടെ? ഭൂമിയോരുണ്ട് പോൽ എങ്കയിലെന്നോവർ. മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ പരിഹസിച്ചപ്പോൾ ചന്ദ്രൻ വരെ മനുഷ്യൻ കീഴടക്കിയിരിക്കുകയാണ്, ചൊവ്വ വരെ മനുഷ്യൻ കീഴടക്കിയിരിക്കുകയാണ്. സ്വർഗലോകം കൈക്കൊള്ളിലായി ജീവിക്കവേ എങ്ങനെ അങ്ങോ സമ്പാദിച്ചു ഭൂമിയെ. ഉമർ മൗലവി മരിച്ചപ്പോ വിചിന്തനത്തിൽ എഴുതിയതാ, സ്വർഗലോകം കൈക്കുള്ളിലായി ജീവിക്കവേ എങ്ങനെ അങ്ങോ സമ്പാദിച്ചു ഭൂമിയെ. നിങ്ങളെ കയ്യിന്റെ ഉള്ളിൽ സ്വർഗം വെച്ചുകൊണ്ടാണല്ലോ നിങ്ങൾ ജീവിച്ചത്, എങ്ങനെയാണ് നിങ്ങൾ ജീവിച്ചത് എന്ന് ഉമർ മൗലവിയോട് വിചിന്തന മാസിക പരേതനായ ഉമർ മൗലവിയെ സംബോധനം ചെയ്തുകൊണ്ട് ഖിതാബ് നടത്തിക്കൊണ്ട് കവിത വന്നു. എന്തെല്ലാം രസകരമാണ്. മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ പറഞ്ഞപ്പോ അത് പരിഹസിച്ചു. ഒരു കാമൽ നിന്നിട്ട് ഒരു ഖത്തം തീർത്തോവർ. ഒരു രാത്രി മുഴുവനും നിന്നിട്ട് കാലമ്മൽ നിന്നിട്ട് ഉറക്ക് വരുന്നത് കൊണ്ട് ഇമാം മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഖത്തം തീർത്തെന്ന് പറഞ്ഞപ്പോൾ അതെങ്ങനെയെന്ന് ചോദിച്ചെങ്കിൽ ഇമാം ഷാഫി പറയുന്നു, ഒരു രാത്രിയിൽ ഞാൻ 300 തവണ ഖുർആൻ ഞാൻ പരതി നോക്കി. എന്നാ കേൾക്കണോ? നിങ്ങൾ മൊബൈൽ ചെയ്യൂ. ഒരു വലിയ ലൈബ്രറിയിൽ ഖുർആനല്ല, ആയിരക്കണക്കിന് കിതാബുള്ള ലൈബ്രറിയിൽ ഒരു വേർഡ് അടിച്ചു കൊടുത്താൽ 1 നിമിഷം കൊണ്ട് മുഴുവനും റിസർച്ച് ചെയ്ത് റിസൾട്ട് തരും. 1 നിമിഷേ വേണ്ട, 1 മിനിറ്റ് വേണ്ട, ഒരു 300 മിനിറ്റ് വേണ്ട, 300 തവണ റിസർച്ച് ചെയ്യാൻ. എത്ര വേഗം! ഒരു കിതാബല്ല, 100 കണക്കിന് കിതാബ്. അന്നത് പറഞ്ഞപ്പോൾ നിഷേധാത്മകമാണെങ്കിൽ ഇന്ന് നമ്മുടെ മൊബൈലിന് സാധിക്കുന്നതായി മാറി. അത് കറാമത്താണ്, ഇത് മൊബൈലാണ്. കറാമത്ത് പറഞ്ഞപ്പോ വിശ്വാസം ഉണ്ടായിരുന്നില്ല. ജനങ്ങൾക്ക് ചിന്തിക്കാൻ അള്ളാഹു നൽകിയ മെസ്സേജുകൾ. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു 300 തവണ ഒരു രാത്രി ഖുർആൻ ഓതുകയായിരുന്നെങ്കിൽ നമുക്ക് ആ ഖുർആൻ ഓതുന്നില്ല, നമ്മളെ മൊബൈലാ ഓതുന്നത്, നമുക്ക് ഓതാൻ ഒഴിവില്ല. അബൂദാബിയിലൊക്കെ പോയാല്
അബുദാബിക്കാരുണ്ടോ? പിന്നല്ലേ, അങ്ങനെയല്ലടോ. അബുദാബിയിലെ ഒരു പള്ളിയിൽ നിന്ന് സ്വിച്ചിട്ടാൽ ബാക്കി എല്ലാ പള്ളിയിൽ നിന്നും ബാങ്ക് കൊടുത്തോളൂ. എന്നിട്ടില്ല, മൂല്യന്മാർക്കൊന്നും അധികം പറഞ്ഞു അത്തായത്തിന് എണീ കണ്ട് കിടന്നുറങ്ങും. സ്വിച്ചിട്ടിട്ട് ബാങ്ക് കൊടുക്കണം. അബുദാബിയിലുള്ളതാണ് ഈ പദ്ധതി. ഞാൻ എവിടെയോ അമേരിക്കയിലുള്ള കഥയല്ല. അബുദാബിക്കാർ കുണിയിൽ ഇഷ്ടം പോലെ ഉണ്ടാവും എനിക്കറിയാം, ഇല്ലേ? ഇഷ്ടം പോലെ ഉണ്ട്. ആ സ്വിച്ചിട്ടാൽ എല്ലാ പള്ളിയിലും ആ സമയക്കാർക്ക് ലാഭം കിട്ടുമല്ലോ അല്ലേ? നിങ്ങൾ ആലോചിക്കൂ, നമുക്ക് ഒഴിവില്ല, എനിക്ക് കുറച്ച് കഴിഞ്ഞാൽ സ്വിച്ച് ഇട്ടിട്ട് നിസ്കാരം തുടങ്ങും, നമുക്കാവൂല എന്ന് പറഞ്ഞിട്ട് അവിടെ എത്താൻ പോവാണ് ഇനി. അള്ളാഹുവെ കാക്കണേ തമ്പുരാനെ, ഇത് ഏറെ പോകൂല, ഇത് അവസാന താളിക്കത്തലാണ്. ഇത് ഏറെ പോകൂല, ഇത് അവസാന താളിക്കത്തലാണ്. قدرت وإذا الجبال سيرت وإذا العشار عطلت وإذا الوحوش حشرت وإذا البحار سجرت. അല്ലാഹുവിന്റെ ഖുർആൻ സൂറത്തു തക്വീറിൽ അല്ലാഹു പറയുകയാണ്, സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുന്ന മൻസറ, ഒരാൾക്ക് സന്തോഷമുണ്ടെങ്കിൽ അയ്യന്ദുറ ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ മുമ്പിൽ കാണണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ഫൽയഖറ സൂറത്തു തക്വീർ, ഇദശംസു കുവ്വിറത്തെന്ന് ഓതി നോക്കിയാൽ മതി. അത് മുമ്പിലുള്ളതുപോലെ ഖിയാമത്തിനെ വർണ്ണിക്കുന്ന സൂറയാണ്. മുമ്പിലുള്ളതുപോലെ വർണ്ണിക്കുന്ന സൂറ. ഒരു ചരിത്രമൊക്കെ മുമ്പിലുള്ളതുപോലെ അവതരിപ്പിക്കാൻ കഴിയുന്ന എഴുത്തുകളുണ്ട്. ചില സാഹിത്യങ്ങളൊക്കെ ഇങ്ങനെ വായിച്ചാലേ അതിലങ്ങ് മുഴുകിപ്പോകും. വൈക്കത്തൊക്കെ പറയാറില്ലേ, മുഴുകിപ്പോകലായിരിക്കും, മുഴുകിപ്പോകും. എന്നാൽ ഈ മുഴുകിപ്പോകുന്ന അത്ഭുതകരമായ സാഹിത്യം അത് വായിച്ചാൽ മുമ്പിലുള്ളതുപോലെ അവതരിപ്പിക്കുമെങ്കിൽ അള്ളാഹുവിന്റെ ഖുർആനിലെ സൂറത്തു തക്വീർ എന്ന സൂറത്തിനെ പറ്റി പുണ്യനബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുന്ന സൂറത്ത് കുവ്വിറത്ത് നോദിയാൽ, സൂറത്ത് തക്വീർ നോദിയാൽ ഖിയാമത്തിന് മുമ്പിലുള്ളതുപോലെ വർണ്ണിക്കുന്നുണ്ട്. ആ സൂറത്തിൽ പറയുന്നുണ്ട്, വൈദൽ ബിഹാർ സുജ്ജിറത്ത്, കടലുകൾ കത്താൻ പോവുകയാണ്, കടലുകൾ കത്താൻ പോവുകയാണ്. ഏറ്റവും കൂടുതൽ സമീപകാലങ്ങളിൽ മഴ ലഭിച്ച കൊല്ലം ഈ ഏറ്റവും കൂടുതൽ മഴയുണ്ട്, ഇല്ലേ? പരിധിയിലും അപ്പുറം മഴ ലഭിച്ചു. എന്നാൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മനോരമന്റെ റിപ്പോർട്ട് നിങ്ങൾ വായിച്ചു കാണും. ഈ വർഷം ഏറ്റവും കൂടുതൽ വെള്ളക്ഷാമ അനുഭവമുണ്ട്. ഇപ്പം തന്നെ പല കിണറുകളും പറ്റി. പാലക്കാട് ഭാഗത്തൊക്കെ വരൾച്ച ബാധിച്ചു തുടങ്ങി. ഇനി എങ്ങനെ അടുത്ത മഴ വരെ നിലനിൽക്കും? ഏറ്റവും കൂടുതൽ വരൾച്ചന്റെ കൊല്ലായിരിക്കും. ശാസ്ത്രം അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ പലപ്പോഴും തിരിച്ചാ സംഭവിക്കല്. പറഞ്ഞുകൊണ്ട് പഠിച്ചോൻ തിരിച്ചു. കാരണം മുഖാലഫത്തുൽ ഹവാദിസ്, പടപ്പുകളോട് എതിരാകുക എന്നുള്ളത് പഠിച്ചോന്റെ ഒരു സ്വഭാവമാണ്. അത് അങ്ങനെയാ സംഭവിക്കൽ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, സുനാമി പരിശോധിക്കാൻ വേണ്ടി ആയിരക്കണക്കിന് ശാസ്ത്രജ്ഞന്മാർ എപ്പോഴും ഇങ്ങനെ നിന്നെങ്കിലും ഒന്നും അറിയാതെ തന്നെ ഇവിടെ സുനാമി വന്നു. 10 ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഉറുപ്പ്യകൾ നഷ്ടപ്പെട്ടു, ആളുകൾ മരിച്ചു വീണു, പല നാടുകളും വെള്ളത്തിലായി പോയി. കഴിഞ്ഞ ആഴ്ച ഞാൻ ലക്ഷദ്വീപിലായിരുന്നു. ലക്ഷദ്വീപ് എന്ന് പറഞ്ഞാൽ അത് 1 കിലോമീറ്ററും 2 കിലോമീറ്ററൊക്കെ, അവർ 4 ഭാഗവും വെള്ളാണ്. വെള്ളം തൊട്ടടുത്ത് തന്നെയാ. പക്ഷേ അവർ പറഞ്ഞു, ഏത് സുനാമി വന്നിട്ട് ഞങ്ങൾക്കൊന്നും ആയിട്ടില്ല. നിങ്ങളെ കരയിലുള്ളവരൊക്കെ എത്ര വെള്ളത്തിലായി? ഞാനന്ന് കുമ്പളയിൽ ജോലി ചെയ്യാം. സുനാമി വന്നപ്പോ എത്രയോ ആളുകൾ വെള്ളത്തിലായപ്പോൾ ഉടനെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാന്ന് മുഖ്യമന്ത്രി അദ്ദേഹം പറഞ്ഞു, എല്ലാവരും ശാസ്ത്രജ്ഞന്മാരൊക്കെ അദ്ദേഹം വല്ലാതെ പഴിചാരിയിട്ട് അവർ വളരെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. കെയർഫുള്ളായി അവരെ ശ്രദ്ധിച്ചു. ഉടനെ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു, എല്ലാവരെയും മാറ്റി താമസിച്ചു. ഞങ്ങളുടെ മദ്രസയിലൊക്കെ, കുമ്പളപ്പള്ളിയിലെ മദ്രസയിൽ മുദ്രിച്ചിട്ടേ എല്ലാ പെണ്ണുങ്ങളൊക്കെ കൊണ്ടാന്ന് മദ്രസയിൽ കടത്തി. രാവിലെ മദ്രസയൊക്കെ കഴിയേണ്ടി വന്നത് ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞെങ്കിൽ തിരിച്ചേ സംഭവിക്കുള്ളത്. അങ്ങനെയാ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഏറ്റവും കൂടുതൽ മഴ ഉണ്ടായ വർഷം ഇതാണെങ്കിൽ ഏറ്റവും വേഗം വരൾച്ച ഉണ്ടാകുമെന്ന് ശാസ്ത്രം പ്രവചിക്കുകയാണ്. ഇത് ഖിയാമത്തിന്റെ കൊല്ലങ്ങളിലുള്ള സ്വഭാവം. ഏറ്റവും കൂടുതൽ വരൾച്ചയുണ്ടാകും, ഏറ്റവും സസ്യങ്ങൾ കുറഞ്ഞു വരും എന്നതാണ്. അതല്ല, മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ വീട്ടിന്റെ മുറ്റത്തുനിന്ന് പുല്ല് പറിച്ചു ചാടുന്ന, നമ്മുടെ വീട്ടിന്റെ പരിസരങ്ങളിൽ നിന്ന് പുല്ലുകൾ പറിച്ചു ചാടുന്ന കാലമുണ്ടായിരുന്നു. ഇന്ന് ആളുകൾ ആയിരക്കണക്കിന് ഉറുപ്പ്യ ചെലവാക്കിയിട്ട് പുല്ല് കൊണ്ടുവന്ന് നടുക. വീട്ടില് എത്രയാ പൈസ പുല്ല് നടാൻ? വിശുദ്ധ ഖുർആൻ പ്രവചിച്ചതുപോലെ ദുനിയാവിനെ സ്വർഗമാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മാലോകരെ, മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയും, എന്ത് മസല ചോദിച്ചാലും ഞാൻ ഖുർആൻ എന്ന് മറുപടി പറയും. ഒരാൾ വന്ന് ചോദിച്ചു, എന്റെ ഒട്ടകത്തിനെ കാണുന്നില്ല, അതെവിടെയാ ഉള്ളത്? എന്ത് ചോദിച്ചാലും ഞാൻ ഖുർആൻ എന്ന് പറയണം. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് വന്ന് ചോദിക്കുക, എന്റെ ഒട്ടകത്തിന്റെ കയറ് കാണുന്നില്ല, അതെവിടെയാ ഉള്ളത്?
സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഖുർആൻ കൊണ്ട് മഹാനായ സയ്യിദുനാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തങ്ങളവர்கள் പറഞ്ഞു ജമീഉൽ ഇൽമി ഫിൽ ഖുർആനി ലാകിൻ തഖാസറ അൻഹു അഫ്ഹാമുർ റിജാലി. എല്ലാ വിജ്ഞാനങ്ങളും ഖുർആനിലുണ്ട്. കടലിനെ പറ്റി അത് പറയുന്നുണ്ട്, കരയെ പറ്റി അത് പറയുന്നുണ്ട്, കാടിനെ പറ്റി അത് പറയുന്നുണ്ട്, കാട്ടിലുള്ള അത്ഭുത വന്യജീവികളെ പറ്റി അത് പറയുന്നുണ്ട്, ഭൂമിയെ പറ്റി അത് പറയുന്നുണ്ട്, ചൊവ്വയെ പറ്റി അത് പറയുന്നുണ്ട്, അതേ ബുധനെ പറ്റിയും ശുക്രനെ പറ്റിയും അത് പറയുന്നുണ്ട്, ഗാലക്സി കൂട്ടങ്ങളെ പറ്റി പറയുന്നുണ്ട്, ചന്ദ്രനെ പറ്റി പറയുന്നുണ്ട്, സൂര്യനെ പറ്റി പറയുന്നുണ്ട്, ആകാശങ്ങളുടെ തട്ടുകളെ പറ്റി പറയുന്നുണ്ട്, ഭൂമിയുടെ ആഴിയെ പറ്റി പറയുന്നുണ്ട്, ആഴിയിലുള്ള വെള്ളത്തിന്റെ അത്ഭുതങ്ങളെ പറ്റി പറയുന്നുണ്ട്, ആകാശത്തിന്റെ നിലനിൽപ്പിനെ പറ്റി പറയുന്നുണ്ട്, ചരിത്രങ്ങൾ പറയുന്നുണ്ട്, മനുഷ്യോൽപത്തി പറയുന്നുണ്ട്, പൂർവ്വ പ്രവാചകന്മാരുടെ കാലഘട്ടത്തെ പറ്റി പറയുന്നുണ്ട്, കടന്നുപോയ ജനങ്ങൾ നിപതിച്ചു പോയ കാലഘട്ടങ്ങൾ വിശദീകരിക്കുന്നുണ്ട്, യമപുരിയിലേക്ക് ഒന്നടങ്കം നശിപ്പിക്കപ്പെട്ട വർഗത്തെ മനോഹരമായി ഖുർആൻ വർണ്ണിക്കുന്നുണ്ട്. ഖുർആനിൽ പറയാത്ത വിഷയമില്ല. ജമീഉൽ ഇൽമി ഫിൽ ഖുർആനി ലാകിൻ തഖാസറ അൻഹു അഫ്ഹാമുർ റിജാലി. അമേരിക്ക കണ്ടെത്തിയത് കൊളംബസ് ആണ്. ജോഗ്രഫി പഠിക്കുന്ന കുട്ടി അത് കണ്ടെത്തുകയാണ്, അത് പഠിക്കുകയാണ്. അമേരിക്ക കണ്ടെത്തിയത് കൊളംബസ് ആണ്. പക്ഷെ കൊളംബസ് അമേരിക്ക കണ്ടെത്താൻ കൊളംബസിന് പ്രചോദനം നൽകിയത് ഷെയ്ഖ് അൽ ബിറൂനിയുടെ യാത്രയാണ്. ഷെയ്ഖ് അൽ ബിറൂനിയെ യാത്ര ചെയ്യിപ്പിച്ചത് വിശുദ്ധ ഖുർആനിന്റെ സൂറത്തുർ റഹ്മാനിന്റെ വരിയാണ്. റബ്ബുൽ മശ്രിഖൈനി വറബ്ബുൽ മഗ്രിബൈൻ, റബ്ബുൽ മശ്രിഖൈനി വറബ്ബുൽ മഗ്രിബൈൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകസ്സിബാൻ. രണ്ട് മശ്രിഖുണ്ട്, രണ്ട് മഗ്രിബുണ്ട്. ഖുർആൻ പറഞ്ഞതാണ്. കൊളംബസ് അമേരിക്ക കണ്ടെത്തി എന്ന് പറയുന്നു. നിങ്ങൾ ഖുർആൻ അർത്ഥം വെച്ച് നോക്കൂ. പച്ച മലയാളത്തിൽ റബ്ബ് അല്ലാഹു റബ്ബാണ്. ഏതിന്റെ റബ്ബ്? മശ്രിഖൈൻ, രണ്ട് മശ്രിഖ്, വൽ മഗ്രിബൈൻ, രണ്ട് മഗ്രിബ്. ഒരു മശ്രിഖ് ഒരു മഗ്രിബല്ലേ ഉള്ളൂ. ഒരു കിഴക്ക് ഒരു പടിഞ്ഞാറും അല്ലാതെ രണ്ട് കിഴക്ക് രണ്ട് പടിഞ്ഞാറ്. അതെവിടെയാ? രണ്ട് കിഴക്ക് എവിടെ? രണ്ട് കിഴക്ക് എവിടെ? ഷെയ്ഖ് അൽ ബിറൂനിയാണ് ഇതിന് അന്വേഷിച്ച് പുറപ്പെട്ടത്. ആ അന്വേഷണം അവസാനം കൊളംബസ് ആണ് പൂർത്തീകരിച്ചത്. ഇവിടെ അസ്തമിക്കുമ്പോൾ മറ്റൊരു സ്ഥലത്ത് ഉദിക്കുന്നുണ്ട്, ഇവിടെ ഉദിക്കുമ്പോൾ മറ്റൊരു സ്ഥലത്ത് അസ്തമിക്കുന്നുണ്ട്. അപ്പൊ രണ്ട് ഉദയ സ്ഥലമുണ്ട്, രണ്ട് അസ്തമയ സ്ഥലമുണ്ട് എന്ന് കൊളംബസ് ജനിക്കുന്നതിന്റെ ജീനുകൾ ഉണ്ടാകുന്നതിന്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പരിശുദ്ധ ഖുർആൻ പച്ച മലയാളം പറയുകയാണ്. ഖുർആനിൽ റബ്ബുൽ മശ്രിഖൈനി വറബ്ബുൽ മഗ്രിബൈൻ, റബ്ബുൽ മശ്രിഖൈനി വറബ്ബുൽ മഗ്രിബൈൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകസ്സിബാൻ. ഈ അല്ലാഹുവിനെ ഉൾക്കൊള്ളാതെ എവിടെയാണ് പോകുന്നത് ജനങ്ങളെ? അല്ലാഹു പറഞ്ഞതല്ലേ ഇത്. സൂര്യനെ സംബന്ധിച്ച് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ വന്ന് ചോദിച്ചു, ഷാഫി ഇമാം തങ്ങളെ, ഈ ചന്ദ്രൻ എന്താണ് ചിലപ്പോൾ ചെറുതായി കാണുന്നത്, ചിലപ്പോൾ തേങ്ങാപ്പൂള് പോലെ കാണുന്നത്, ചിലപ്പോൾ പൗർണമിയായി കാണുന്നത്, ചിലപ്പോൾ നേരത്തെ കാണുന്നത്, ചിലപ്പോൾ വൈകുന്നേരം കാണുന്നത്, ചിലപ്പോൾ വളരെ പിറകിയിട്ട് കാണുന്നത്? ഇമാം ഷാഫിയോട് ചോദിച്ചു. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഖുർആനിലെ ആയത്തോതിയിട്ട് വിശദീകരിക്കുകയാണ് ചന്ദ്രന്റെ ചലനത്തെ സംബന്ധിച്ച്. അങ്ങനെ ലോകം മുഴുവനും മനോഹരമായി വർണ്ണിക്കുന്ന അള്ളാഹുവിന്റെ അത്ഭുത ഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ അക്ഷരത്തിന്റെ പ്രൊനൗൺസിയേഷൻ പോലും ഉച്ചാരണം പോലും അറിയാത്ത പച്ച പാവങ്ങളായി ജീവിതം മുഴുവനും തൊലച്ച് വിനിയോഗിച്ച ഞാനും നിങ്ങളും ഈ സദസ്സുകൊണ്ട് ചിന്തക്ക്, ഒരു പുനർവിചാരണക്ക്, ഒരു പുനർചിന്തക്ക് നമ്മൾ തയ്യാറാവണം. അള്ളാഹു തൗഫീഖ് തരുമാറാവട്ടെ. നമ്മൾ ഖുർആൻ പഠിക്കണം. രാവിലെ എഴുന്നേറ്റ് അള്ളാഹുവിന്റെ ഖുർആൻ എടുത്ത് ഓതുക. തൗഫീഖ് തരുമാറാവട്ടെ. അള്ളാഹുവിന്റെ ഖുർആൻ എടുത്ത് ഓതുക. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ എടുത്ത് ഓതുമ്പോ നമുക്കത് പിന്നെയും ഓതാൻ തോന്നും. അത് ഖുർആന്റെ ഒരു പ്രത്യേകത, ഓതിയാ മടുക്കാത്തത്. ഇന്നത്തെ മനോരമ വായിച്ചു, നാളെ ആ മനോരമ തന്നെ വായിക്കുമ്പോ ഇന്നലെ വായിച്ചല്ലേ ദേഷ്യം പിടിച്ചു അല്ലെ? ചില ദിവസം പത്ര ഓഫീസിന് ലീവ്, അപ്പൊ ഇന്നലത്തെ പത്രം ഒന്നും കൂടി എടുത്ത് വായിച്ചോ കഴിയുക. രണ്ടാമത് വായിക്കാൻ തീരെ ഇഷ്ടപ്പെടാത്ത സാധന, ആരും ഇഷ്ടപ്പെടൂല. ഒരു സാഹിത്യ ബുക്കൊക്കെ ഏറ്റവും രസമുള്ള ബുക്ക് ചിലപ്പോൾ രണ്ടാമത് വായിക്കും, മൂന്നാമത് ആരും വായിക്കൂല. ഖുർആന്റെ പ്രത്യേകത എത്ര ഓതിയാലും അതിന് മടുപ്പില്ല എന്നുള്ളതാണ്. എത്ര ഓതിയാലും പിന്നെ രസം തോന്നും. അതാ ഓതുന്നവർക്കേ അതിന്റെ സുഖം തിരിയുള്ളൂ. അള്ളാഹുവിന്റെ ഖുർആൻ ഓതാൻ നിങ്ങൾ തയ്യാർ. അള്ളാഹു തൗഫീഖ് തരുമാറാവട്ടെ.
അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. എന്തെല്ലാം കഥകൾ പറയുന്നു. ഒത്തില്ലാതെ ഓതാൻ പഠിക്കണം. ഏത് ഉസ്താദ് എനിക്കത് പറഞ്ഞു തരിക, ഏത് ഉസ്താദിനെ അതിന് ഉപയോഗപ്പെടുത്താൻ ചിന്തിക്കണം. കാസർഗോഡിന്റെ പുതിയ ഒരു ടെക്നോളജി പറക്കുന്നു കാസർഗോഡേക്ക് ഇല്ലേ. ബാപ്പാനെ ഗൾഫിലേക്ക് വിളിക്കുന്നു, ബാപ്പ കാസർഗോഡിന്റെ പുതിയൊരു കോഴ്സ് തുടങ്ങിയിട്ട്. കാസർഗോഡ് വേണ്ട, അത് മംഗലാപുരത്തായാലും പോകും. ബാപ്പ ഗൾഫിൽ നിന്ന് അയച്ചു കൊടുക്കാൻ തയ്യാറാണ്. കാസർഗോഡിന്റെ പുതിയൊരു പറയൂലേ, ഇല്ലേ പറയൂലേ. മദ്രസയിൽ ഒരു കുട്ടി 100 രൂപ പോലും ഫീസ് വെച്ചാൽ കച്ചറ വിട്ടു ആളുകൾ. ഒരു കുട്ടി ഇംഗ്ലീഷ് മീഡിയത്തിന് മാസത്തിൽ ഫീസ് അടക്കുന്നത് 1500 രൂപ. ഒരു കുട്ടിക്ക് ഇംഗ്ലീഷ് മീഡിയത്തിൽ മന്ത്ലി ഫീസ്. സ്റ്റാൻഡേർഡ് കൂടുന്തോറും സ്റ്റാൻഡേർഡ് കൂടുന്നതിന്റെ മാനദണ്ഡം പൈസ കൂടല. എവിടെയാ കൂടുതൽ ഫീസ് ഉള്ളത് എന്ന് നോക്കി ABCDEFGHIJK LMNOPQ RST എന്നൊക്കെ നമ്മളെ കുട്ടികൾ പ്രൊനൗൺസിയേഷനോടുകൂടി അങ്ങനെ പറയുന്നത് കേൾക്കാൻ രക്ഷിതാ. നിങ്ങൾ ആലോചിക്കൂ എന്റെ സഹോദര, അള്ളാഹുവിന്റെ ഖുർആൻ പഠിക്കുന്ന എന്റെ പൊന്നുമോനെ ഖുർആൻ പഠിപ്പിക്കുന്ന ഉസ്താദിന് 1500 രൂപ വെച്ച് മാസം കൊടുക്കുവോ എന്ന് നിങ്ങളോട് പറഞ്ഞാൽ ഒരൊറ്റ കുട്ടിയും മദ്രസയിൽ വരൂല. വരുവോ? നിങ്ങൾ പറ, വെറുതെ തലയാട്ടിയാ പോരാ. നിങ്ങൾ പറഞ്ഞു അടുത്ത കമ്മിറ്റി യോഗം തീരുമാനിക്കും ഒരു കുട്ടി മദ്രസയ്ക്കാണെങ്കിൽ 1500 രൂപ വേണമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും ചേർക്കോ? നമ്മളെ ദീനിനോടുള്ള കമ്പ് എത്ര ഉണ്ട് നിങ്ങൾ ചിന്തിക്കൂ. മഹാനായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു തങ്ങൾ അവരുടെ പൊന്നുമോനിക്ക് ഹമ്മാദ് എന്നവർ സൂറത്തുൽ ഫാത്തിഹ പഠിപ്പിച്ച കാരണം കൊണ്ട് 1000 ദിർഹം വെള്ളി സമ്മാനം കൊടുത്തു. മൂപ്പർ അത്ഭുതപ്പെട്ടു, ഇത്ര വേണോ? എന്റെ അടുത്ത് അത്രയേ ഉള്ളൂ, അതിലേറെ ഉണ്ടെങ്കിൽ ഞാൻ തരുമായിരുന്നു. അങ്ങനെയാണ് അവർ ഇൽമിന് ബഹുമാനം കൊടുത്തത്. എവിടെയാണോ ഖുർആൻ പഠിക്കാൻ നിങ്ങൾ പഠിക്കണം, അതാണ് ഒന്നാമത് വേണ്ടത്. ഓതുമ്പോൾ പഠിക്കാൻ തോന്നും, തെറ്റില്ലാതെ ഓതാൻ പഠിക്കണം. മാത്രമല്ല പരിശുദ്ധ ഖുർആനിന്റെ മനോഹരമായ ഇമ്പങ്ങളുള്ള മനോഹരമായ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. പെണ്ണിന്റെ ചരിത്രം ലോകത്തൊരിക്കലും മാറാൻ പറ്റാത്ത മങ്ങാത്ത മറയാത്ത അത്ഭുതങ്ങൾ സൃഷ്ടിച്ച പുണ്യവാളന്മാരുടെ ചരിത്രങ്ങൾ ഖുർആൻ പറയുന്നുണ്ട്. സൂറത്തു മറിയം ബീവിന്റെ ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സക്കരിയ ഇദ് നാദാ റബ്ബഹു നിദാഅൻ ഖഫിയ ഖാല റബ്ബി ഇന്നി വഹനൽ അൽമു മിന്നി വസ്തഅന الرأس ശൈബാ വലനകും ബിദുആഇക റബ്ബി ശഖിയ. എന്തൊരു രസമുണ്ടത് കേൾക്കാൻ. അത് ഒരു മനുഷ്യന്റെ രാത്രി പാതിരാക്ക് എഴുന്നേറ്റ രോദനമാണ്. ഒരു മനുഷ്യൻ പാതിരാക്ക് എഴുന്നേറ്റ് കരയുന്ന ഒരു രോദനാണ് ഖുർആൻ ഉദ്ധരിക്കുന്നത്. എന്തൊരു രസമുണ്ടെന്നറിയോ? തൊട്ടടുത്ത് പറയുന്നത് ഒരു പെണ്ണ് 9 വയസ്സുള്ള ഒരു കുട്ടി, ആ പെൺകുട്ടിയായ മറിയം പൊട്ടിക്കരയുന്ന വിലാപമാണ്. പടച്ചവനേ, യാ ലൈതനി മിത്തു ഖബല ഹാദാ വകുന്തു നസിയം മൻസിയ. പടച്ചവനെ, ഒന്നെന്നെ മരിപ്പിക്കുമോ? ഈ ദുനിയാവിലെ വിഷമം എന്നെ അങ്ങേയറ്റം തീണ്ടുകയാണ്, എന്നെ അങ്ങേയറ്റം വിഷമിപ്പിക്കുകയാണ്. അല്ലാഹുവേ, ഒന്ന് മരിച്ചെങ്കിലെന്ന് മറിയം ബീവിന്റെ ഏറ്റവും ദുർഘടമായ കരച്ചിലിനെ അവതരിപ്പിക്കുന്ന രംഗമാണ്. ഒന്ന് സക്കരിയാ നബിന്റെ കരച്ചിലാണ്, ഒന്ന് മറിയം ബീവിന്റെ കരച്ചിലാണ്. ഖുർആൻ അവർക്ക് കൊടുത്ത സമാധാനങ്ങൾ. നമുക്കൊക്കെ ഒരുപാട് കരച്ചിലുണ്ട്, രോഗമുണ്ട് നമുക്കില്ലേ. ഷുഗർ പിടിക്കാത്ത ആളുകൾ നാട്ടിലായിരുന്നു. അവിടെ ഒരു വീട്ടിൽ ചായ പിടിക്കാൻ വേണ്ടി എൻ്റെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ സർവ്വരോഗം പെണ്ണ്. അല്ലാഹുവേ തമ്പുരാനെ, നമ്മളിങ്ങനെ കരയാ. അല്ലാഹു തആല മറിയം ബീവിന്റെ കരച്ചിൽ കേട്ട പടച്ചവർ, നമുക്ക് ആ ഉത്തരം കിട്ടണമെങ്കിൽ ഖുർആൻ നമ്മൾ വായിക്കണം. മറിയം ബീവിന്റെ മുമ്പിൽ അല്ലാഹു അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു. മറിയം ബീവി ഗർഭം ധരിച്ചു, സുഖപ്രസവം ലഭിച്ചു. ഒരിക്കലും ഓപ്പറേഷൻ വേണ്ടി വന്നില്ല. സുന്ദരമായി മറിയം ബീവി 9 വയസ്സുള്ള മറിയം ബീവി പ്രസവിച്ചതിന്റെ പ്രസവ രഹസ്യങ്ങൾ ഖുർആനിലുണ്ട്. ഒരു ഗർഭിണി കഴിക്കേണ്ട ഭക്ഷണം ഖുർആനിലുണ്ട്, അവരുടെ ഭക്ഷണക്രമം. മറിയമിനോട് അല്ലാഹു പറഞ്ഞു, മറിയമേ കുലീ വശ്റബീ വഖർരീ ഐനാ ഖുസ്സീ ഇലൈകി ബിജിസിൻ നഖലതി തുസാഖിത് അലൈകി റുതബൻ ജനിയാ ഫകുലീ വശ്റബീ വഖർരീ ഐനാ. ബൈത്തുൽ മുഖദ്ദസിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഉണങ്ങി നിൽക്കുന്ന ഈത്തപ്പന തൈയുടെ തണ്ട് പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് കരഞ്ഞ് കണ്ണ് നിലക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട മറിയം ബീവി അള്ളാഹുവിലേക്ക് മുന്നിട്ട് കൊണ്ട് പറയുകയാണ്, അള്ളാഹുവേ, എന്നെ ഒന്ന് മരിപ്പിക്കുമോ, എന്നെ ഒന്ന് മരിപ്പിക്കുമോ? അള്ളാഹു പറഞ്ഞു, മറിയമേ, ഒരിക്കലും അങ്ങനെ ആഗ്രഹിക്കരുത്. മറിയമേ, നിങ്ങൾ ചാരി നിൽക്കുന്ന ആ ഈത്തപ്പനയുണ്ടല്ലോ, ഉണങ്ങി നിൽക്കുന്ന ആ ഈത്തപ്പന മരയുണ്ടല്ലോ, അതൊന്ന് പിടിച്ചു കുലുക്കൂ മറിയമേ. തുസാഖിത് അലൈകി റുതബൻ
ജനിയ, ഈത്തപ്പഴങ്ങൾ കൊഴിഞ്ഞു വീഴും. പഴുപഴുത്ത ഈത്തപ്പഴം വീണപ്പോൾ ഫകുലി വകുലി വശ്റബി വഖരി ഐനാ, ആ ഈത്തപ്പഴം തിന്നു, തൊട്ടടുത്ത അതിലൂടെ ഒരു അരുവി ഒഴുകുന്നുണ്ട്, അതിൽ പോയി വെള്ളം കുടിക്കൂ, നല്ല സമാധാനമടയോ. ഗർഭിണിക്ക് 3 ഭക്ഷണം, ഒന്ന് നന്നായി ഭക്ഷണം കഴിക്കണം ഗർഭിണികൾ, ടെൻഷൻ അടിക്കാൻ പാടില്ല. നല്ല ഈത്തപ്പഴം പോലുള്ള വൈറ്റമിൻ ഭക്ഷണം, മാത്രമല്ല നന്നായി വെള്ളം കുടിക്കണം ഗർഭിണികൾ. ഇതിനപ്പുറം ഗർഭിണികൾ ശേഖരിക്കേണ്ടത് നല്ല സമാധാനം വേണം. സമാധാനമില്ലെങ്കിൽ പ്രസവം ഓപ്പറേഷനിലേക്ക് എത്തിപ്പെടുമെന്ന് സമാധാനത്തിനൊരു ഗുളികയുണ്ടോ? സമാധാനം ഗുളികയുണ്ട്, ഖുർആൻ പറയുന്നുണ്ട്. ഖുർആൻ എന്താ ഖുർആൻ പറയുന്നത്? അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, ബില്ലിനെ ഫീസത്ത് മാല ഞാൻ തുടങ്ങിയിടുന്നേ, ബിസ്മിയും ഹംദും സലാത്തും നൽസലാമും മുന്നേ. നഫീസത്ത് മാല ഇങ്ങനെ ചെല്ലുമ്പോൾ മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു കേട്ടിട്ടില്ലേ? ആരാണ് ഇമാം ഷാഫി? സമയം അവസാനിച്ചിട്ടുണ്ട്, 10 മണിക്ക്. മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. ആരാ ഇമാം ഷാഫി? ലോകത്ത് അത്ര വലിയ ആലിമ് കഴിഞ്ഞിട്ടുണ്ടോ? ഈ ഉമ്മത്തിൽ, അള്ളാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തിലെ സഹാബത്ത് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ആലിം, അള്ളാഹിന്റെ റസൂലിന്റെ ഉമ്മത്തിലെ ഏറ്റവും വലിയ ആലിം ആ ഇമാം ഷാഫി ഈജിപ്തിൽ പഠിപ്പിക്കുന്ന സമയം, ഈജിപ്തിൽ റിസർച്ച് ചെയ്യുന്ന സമയം, തന്റെ മുമ്പിലേക്ക് ഇൽമു പഠിക്കാൻ വേണ്ടി ബഗ്ദാദിൽ നിന്ന് ആളുകൾ ഒഴുകി, ഫ്രാൻസിൽ നിന്ന് ആളുകൾ ഒഴുകി, യമനിൽ നിന്ന് ആളുകൾ ഒഴുകി, മദീനത്തുനിന്നും മക്കത്തുനിന്നും ആളുകൾ ഒഴുകി, തന്റെ മുമ്പിൽ വിജ്ഞാനം പകരാൻ നുകരാൻ. ആ ഇമാം ഷാഫി വസിയത്ത് എഴുതി വെച്ചു. തന്റെ 54-ാമത്തെ വയസ്സിൽ വഫാത്താകുമ്പോൾ ഇമാം ഷാഫി വസിയത്ത് എഴുതി വെച്ചത് എന്തെന്നറിയോ? എന്റെ ഉമ്മമാരെ, എന്റെ പെങ്ങന്മാരെ, എന്റെ സഹോദരങ്ങളെ, ഇമാം ഷാഫിന്റെ വസിയത്ത്, ഞാൻ മരിച്ചാൽ എന്റെ മയ്യിത്ത് നഫീസത്തുൽ കൂടി കൊണ്ടുപോകണേ. നഫീസത്തുൽ മിസ്രിയാനെ കാണിക്കണേ എന്നല്ല, നഫീസത്തുൽ മിസ്രിയാന്റെ വീട്ടിന്റെ ഉള്ളിൽ വെക്കണമെന്നല്ല, എന്റെ മയ്യിത്ത് നഫീസത്തുൽ മിസ്രിയാന്റെ വീട്ടിന്റെ മുറ്റത്തുകൂടെ എന്റെ ജനാദ കൊണ്ടുപോകണേ. ആ മഹദിയുടെ വീട്ടിന്റെ മുറ്റത്തുകൂടെ കൊണ്ടുപോയാൽ ആ മഹദിയുടെ ബറക്കത്ത് എനിക്ക് കിട്ടണം, എനിക്ക് രക്ഷപ്പെടണമെന്ന് വസിയത്ത് എഴുതി വെച്ച ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ ആലിം ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. എന്താണ് ആ വാക്കിനർത്ഥം? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? എന്റെ മയ്യത്ത് നഫീസത്തുൽ മിസ്രിയാന്റെ വീട്ടുമുറ്റത്ത് കൂടി പോകണം. സുൽത്താനുൽ ഔലിയ എന്ന് പേരുള്ളോവർ സയ്യിദവർത്താനും ബാവയോ സയ്യിദവർത്തായും ബാവയുമാണോവർ. അതാണ് ആ മയന തങ്ങൾ അഹ്ലു ബൈത്ത് പറല്ലാഹു മർഖദ. കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് വരക്കൽ പോയി ആ മഖാമൊന്ന് സിയാറത്ത് ചെയ്യണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. നന്ദി ദാറുസ്സലാമിൽ മുദരിസായ സമയത്ത് തങ്ങളെ കാണാൻ വേണ്ടി കേരളത്തിൽ ഏതാനും ദിവസങ്ങൾ മാത്രം മുഖ്യമന്ത്രിയായ മർഹൂം സയ്യിദ് മുഹമ്മദ് കോയ സാഹിബ്, ബുദ്ധിമാനായ ബുദ്ധിരാക്ഷസനായ, ഒരു പുസ്തകത്തിന്റെ ആമുഖം വായിച്ചു തീരേണ്ട സമയം കൊണ്ട് ഒരു പുസ്തകത്തെ മുഴുവനും വായിച്ചു തീർക്കുന്ന അത്രയും വായനയിൽ ശീഘ്രതയുള്ള ഏറ്റവും നല്ല വാഗ്വിലാസത്തിന്റെ ഉടമയായ കേരളം കണ്ട അനുഗ്രഹീത പ്രഭാഷകൻ ഒരു വേള കേരളത്തിന്റെ മുഖ്യമന്ത്രിയായപ്പോൾ തന്റെ മുമ്പിലുള്ള പ്രൊട്ടക്ട് പോലീസ് ജീപ്പ് മുമ്പിൽ ചീറിപ്പാഞ്ഞപ്പോൾ തന്റെ പിറകിൽ അടുത്ത വണ്ടി വേറെയും പോലീസ് വണ്ടി വരുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ വണ്ടി സെന്ററിലൂടെ പോകുമ്പോൾ നന്ദി ദാറുസ്സലാമിന്റെ മുമ്പിലെത്തിയപ്പോൾ ഡ്രൈവറോട് പറഞ്ഞു, വണ്ടി തിരിക്കൂ ദാറുസ്സലാമിലേക്ക്, ശംസുൽ ഉലമ ദർസ് നടത്തുന്ന കോളേജിലേക്ക്. മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ മഹാനായ ശൈഖുനാനെ കാണാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി വന്നിരിക്കുകയാണ്. ശൈഖുന ബുഖാരി ക്ലാസ്സിലാ. മഹാനായ ശംസുൽ ഉലമയോട് മുഖ്യമന്ത്രി കാറുകളുടെ പോലീസിന്റെ അകമ്പടിയോടെ പോലീസുകാർ നന്ദി ദാറുസ്സലാമിനെ വലയം ചെയ്തു നിൽക്കുന്ന ആ നിമിഷം ശംസുൽ ഉലമയെ വിദ്യാർത്ഥികൾ ഓർമ്മിപ്പിച്ചപ്പോൾ ആ ഭാഗത്തേക്ക് തല കൊടുക്കാതെ തന്റെ ബുഖാരി ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോവുകയാ. ക്ലാസ് നിർത്തിയിട്ടേ ശംസുൽ
ശംസുല്ലമ ഇറങ്ങി വന്നുള്ളൂ. പീരീഡ് വെല്ല് തീർന്നിട്ടേ, പീരീഡ് കഴിഞ്ഞ് വെല്ലടിച്ചിട്ടേ ശംസുല്ലമ പുറത്ത് വന്നിട്ടുള്ളൂ എങ്കിൽ അതേ ശംസുല്ലമനെ കാണാൻ വേണ്ടി കാസർഗോഡിന്റെ അങ്ങേ തലയിൽ നിന്ന് ഒരു തങ്ങൾ കുട്ടി വന്നപ്പോൾ മഹാനായ ശൈഖുന ബുഖാരി ക്ലാസ് എന്ന് ഇറങ്ങി വന്നിട്ട് ആ തങ്ങളെ സ്വീകരിക്കുകയാ. സുൽത്താനുൽ ഔലിയ എന്ന് പേരുള്ളവർ സയ്യിദാവർ തായും ബാബയുമാണോവർ. തങ്ങൾ എന്നതിന്റെ ബഹുമാനത. മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ മയ്യത്തിന് ഫീസ് 6006 ഖത്തം ഓതി. ബഹുമാനായ തമ്പുരാനെ, എല്ലാരും ഒന്നും കൂടി എഴുന്നേറ്റ്, അതെല്ലാരും ഒന്ന് എഴുന്നേറ്റിക്കുക. അവരവഴിക്കുന്ന കസാല എടുത്ത് ഒന്നും കൂടി ഇങ്ങോട്ട് എല്ലാരും ഒരു 10-11 ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി ആ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് പടച്ചവനെ മരിപ്പിക്കണേ അല്ലാ, അത് ചൊല്ലിപ്പിക്കണേ അല്ലാ. അത് ചൊല്ലാതെ ഞങ്ങളെ മരിപ്പിക്കല്ലേ തമ്പുരാനെ, അതിന് ബറക്കത്താക്കണം, അതിന് കാരണമാക്കി അല്ലാഹുവേ. എല്ലാരും ചെല്ലണം, ആണുങ്ങളും പെണ്ണുങ്ങളും. ഖുലി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരു 3 സ്വലാത്ത് മാറാവട്ടെ. ജദ്ദിദു ഈമാൻ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ സല്ലി അലൈഹി വസല്ലം. ഒരു സൂറത്തുൽ ഫാത്തിഹ ഓതണം, ആ മാറാവട്ടെ. അതുകൊണ്ട് ഖുർആനിൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലിക് ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. പടച്ചവനെ, ഇത് ഈ ഖുർആനെ അല്ലാഹുവേ, ആ വേറൊരു കുപ്പി തേൻ, ഒരു കുപ്പി പാലും കൂടി സമയമൊന്നും ഉണ്ടാവില്ല. അല്ലാഹുവേ തമ്പുരാനെ, പുണ്യ റസൂലിന്റെ റൗളയിൽ ഉദ്ദേശങ്ങൾ നീ പൂർത്തിയാക്കി കൊടുക്കണേ തമ്പുരാനെ. ആരാണ്? വേറൊരു കുപ്പി പാല് ഇപ്പൊ തീരും, ഇത് അധികം സമയം. വേറൊരു കുപ്പി പാല് ഇതാ, ഒരു 1000 റുപ്യ. ചെറുതായിക്കൊണ്ടേയിരിക്കും, മേമ്പേ മേടിച്ചോളൂ, ഇനിയും ചെറുതാവും. വേറൊരു കുപ്പി പാല്. അല്ലാഹുവേ, ഈ സഹോദരയല്ല കുപ്പിപ്പാല് ഇപ്പൊ 500 തന്നെ പറ്റുള്ളൂ, അടിച്ചെടുത്താലും അല്ലാഹുവേ ആ സഹോദരന് തമ്പുരാനെ പുണ്യ റസൂലിന്റെ 1000 റുപ്യ. ആരാണ് ഇതടിച്ചത്? വേഗം ഇപ്പം തീരും ഈ സഹസിനെ തമ്പുരാനെ, അവരെ മുറാദ് നീ ഹാസിൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പാല് കഴിഞ്ഞു, ഇപ്പൊ തേനും ഇതോടുകൂടി വിളിക്കുക. ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. ഉറക്കെ ആമീൻ പറ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വഅസ്വാജി സയ്യിദിനാ മുഹമ്മദിൻ വഔലാദി സയ്യിദിനാ മുഹമ്മദിൻ വദുർരിയ്യത്തി സയ്യിദിനാ മുഹമ്മദിൻ വഉമ്മത്തി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അർഹമുർ റഹ്മാനായ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, പാവങ്ങളായ ഞങ്ങൾ ഇവിടെ ഒരുമിച്ചുകൂടി നിന്റെ ദീനിന്റെ ഇൽമാണ് പറഞ്ഞത്, നിന്റെ ഖുർആനിനെയാണ് ഞങ്ങൾ വർണ്ണിച്ചത്. ഞങ്ങളുടെ പറഞ്ഞിലോ മനസ്സിലാക്കിയതിലോ വല്ല തെറ്റുകളും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് നീ ശരിയായ അറിവ് ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണം റഹ്മാനേ. പടച്ചവനെ, ഞങ്ങൾ ഒരുപാട് ജീവിച്ചു. ഷുഗർ റബ്ബേ, നിന്റെ ഭൂമിയിൽ നിന്റെ വായു ശ്വസിച്ചിട്ട് നിന്റെ ഭക്ഷണം നീ ഞങ്ങൾക്ക് ക്യാൻസർ ഒന്നും തന്നിട്ടിരാനേ. അല്ലാഹുവേ, ഞങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത ഒരു രോഗവും തരല്ല അല്ലാ. വിശേഷിച്ച് ഇഞ്ചിഞ്ചായി മരിക്കുന്ന ക്യാൻസറിന് ഷുഗറിനും പ്രഷറിനൊക്കെ ഇരിക്കണേ അല്ലാ. ഞങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾ ഒരിക്കലും ആക്സിഡന്റിൽ പെട്ട തമ്പുരാനെ, ചതഞ്ഞറിയുന്ന മയ്യത്താക്കല്ല തമ്പുരാനെ, കുത്തിക്കീറുന്ന മയ്യത്താക്കല്ല അല്ലാ. പടച്ചവനെ, ഞങ്ങളെ പൊന്നുമക്കൾ അല്ലാഹുവേ, അവരെ സ്വാലിഹീങ്ങളാക്കി തരണം തമ്പുരാനെ. നല്ല മക്കളെ തരണം അല്ലാ. മക്കളില്ലാത്ത പല സുഹൃത്തുക്കളും ഞങ്ങളോട് ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. സ്വാലിഹീങ്ങളായ മക്കളെ നൽകണം അല്ലാ. പടച്ചവനെ, ഞങ്ങൾ പാവങ്ങളാണ്, ഞങ്ങൾ ദോഷികളാണ് റബ്ബേ. ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ഞങ്ങളെ ശരീരം ഞങ്ങൾക്ക് നിയന്ത്രിക്കാതെ ഞങ്ങൾ തെറ്റ് ചെയ്തു പോകുന്ന റബ്ബേ, ഞങ്ങൾക്ക് പുറത്തു തരണം അല്ലാ.
ഞങ്ങളെ ദോഷവുമായി നീ അകറ്റണം തമ്പുരാനെ. ദോഷം ചെയ്യാതിരിക്കാനുള്ള ഹിമ്മത്ത്, മനക്കട്ടി ഞങ്ങൾക്ക് നൽകണം അല്ലാ. നല്ല ശുദ്ധ മനസ്സ് തരണം തമ്പുരാനെ. ഒരു മുഅ്മിനെയും പാര വെക്കുന്നവരിൽ ഞങ്ങളെ പെടുത്തല്ല റബ്ബേ. ഞങ്ങളെ പാരപ്പണിക്കാരിൽ പെടുത്തല്ല തമ്പുരാനെ. ഞങ്ങളുടെ നാവിന് ഗീബത്തും നമീമത്തും കളവും പറയുന്നതിനെ തൊട്ട് കെട്ടിയിടാനുള്ള, അതിനെ ദൂരീകരിച്ചതിൽ നിന്ന് മാറി നിൽക്കാനുള്ള മനക്കട്ടിയും തൗഫീക്കും കൂവത്തുണം അല്ലാ. പാതിരാക്കെഴുന്നേറ്റ് നിന്നെ പേടിച്ച് തഹജ്ജുദ് നിസ്കരിക്കുന്ന മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ റഹ്മാനേ. ഞങ്ങളെ വിഷമിപ്പിക്കുന്ന, ഞങ്ങളെ മോശപ്പെടുത്താൻ ഇറങ്ങി പുറപ്പെട്ട മുഴുവൻ ശത്രുക്കളെയും നീ നശിപ്പിക്കണം റബ്ബേ. അവർക്കൊരിക്കലും വിജയം കൊടുക്കല്ല തമ്പുരാനെ. അവരെ പരാജയപ്പെടുത്തണം അല്ലാ. പടച്ചവനേ, അർഹമുർ റഹ്മാനായ രാജസയ്യിദായ റബ്ബേ, ഞങ്ങൾ ഈ ആയുസ് മുഴുവനും ഇവിടെ വിനിയോഗിച്ചിട്ട് ഞങ്ങൾക്കൊരറിവും കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് വേണ്ടതുപോലെ വിവരം സമ്പാദിക്കാൻ അവസരമുണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് വേണ്ടതുപോലെ ഇബാദത്ത് ചെയ്യാൻ അവസരമുണ്ടായിട്ടില്ല. അല്ലാഹുവേ, ഞങ്ങൾ ആബിദീങ്ങളിലും ആലിമീങ്ങളിലും മുഖ്ലിസീങ്ങളിലും നിന്നെ പേടിച്ച് കണ്ണുനീരൊലിപ്പിക്കുന്നവരിലും നിനക്ക് നിസ്കരിച്ച് കാലിനും നെറ്റിക്കും തഴമ്പ് കെട്ടുന്നവരിലും നിന്നെ പേടിച്ച് ജീവിക്കുന്ന മുഅ്മിനീങ്ങളിലും ഞങ്ങളെ പെടുത്തണം റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങൾ കണ്ണുകൊണ്ട് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഞങ്ങളുടെ നേതാവ് അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ തങ്ങളെപ്പറ്റി ഏതെങ്കിലും ഒരു ഹംക്ക്, ഒരു ചിത്രം മോശം വരച്ചാല്, മോശം പറഞ്ഞാൽ ഞങ്ങളെ മനസ്സ് അടങ്ങുന്നില്ല. ഞങ്ങളെ ആ ഹുബ്ബ് കൊണ്ട് ഞങ്ങൾ മാനേ ആ പുണ്യനബിന്റെ ഗണം തമ്പുരാനേ, ആ പുണ്യനബിന്റെ മുഅ്ജിസത്തായ ഖുർആൻ, അത്ഭുതങ്ങളായ ഖുർആന്, അത്ഭുതങ്ങളുടെ കലവറയായ ഖുർആന്, അത് ഓതാനും അത് ധാരാളം കരസ്ഥമാക്കാനും പാവപ്പെട്ട ഞങ്ങൾക്ക് തൗഫീഖണം അല്ലാ. പടച്ചവനേ, അർഹമുർ റഹ്മാനായ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, വൃത്തികേടുകൾ കൊണ്ട് മുഴുവൻ ലോസാദും കുത്തി നിറഞ്ഞു നിൽക്കുന്ന ഈ കവനെ ഒരു മുത്തുമൂമിനായി ജീവിക്കുക അല്ലാ. ഈ കാലഘട്ടത്തിലും നിന്നെ പേടിക്കുന്നുണ്ട്, തീർച്ചയായും ഉണ്ട്. അതാണ് നിന്റെ ഭൂമി. ചവനെ, പാവപ്പെട്ട ഞങ്ങളെയും അടുത്തി തരണം അല്ലാ. ഞങ്ങളെ മാതാപിതാക്കളെയും പെടുത്തണം അല്ലാ. ഞങ്ങളെ മക്കളെയും ഞങ്ങളെ ബന്ധുക്കളെയും പെടുത്തണം അല്ലാ. ഞങ്ങളെ കടങ്ങൾ വീടണം അല്ലാ. ഞങ്ങളെ രോഗങ്ങൾ മാറ്റണം അല്ലാ. ഞങ്ങളെ വിഷമങ്ങൾ മാറ്റിത്തരണം തമ്പുരാനേ. പടച്ചവനെ, ഈ ഉമ്മത്തിന് ഇസ്സത്ത് വർദ്ധിപ്പിച്ചു തരണം തമ്പുരാനേ. ഈ ഉമ്മത്തിന്റെ വിഷമകരമായ, ഈ ഉമ്മത്തിനെ മൊത്തമായി കൊള്ളയടിക്കപ്പെടുന്ന, ഈ ഉമ്മത്തിനെ മൊത്തമായി കുത്തിനോവിക്കപ്പെടുന്ന, കൊല ചെയ്യപ്പെടുന്ന വിഷമകരമായ ദുഃഖകരമായ വാർത്തകൾ ഇങ്ങനെ നിറഞ്ഞു കേൾക്കുമ്പോൾ ഞങ്ങളെ മനസ്സ് തന്നെ വിഷമിക്കുമെങ്കിൽ ഞങ്ങളെ നേതാവിന്റെ മനസ്സ് എത്ര വിഷമിക്കും. അല്ലാഹുവേ, അത്തരം വാർത്തകൾ ഇനി ഒരിക്കലും കേൾപ്പിക്കല്ല തമ്പുരാനേ, കേൾപ്പിക്കല്ല തമ്പുരാനേ. പടച്ചവനെ, ഈ മജ്ലിസിന്റെ ബഹുമാനം ആഗ്രഹിച്ച് ലേലം വിളിച്ചെടുത്ത ഒരുപാട് സഹോദരങ്ങൾ ആഗ്രഹത്തോടെ ആർജവത്തോടെ അതിന് തുടക്കം കുറിച്ച് നമ്മുടെ മുമ്പിൽ തന്നെ ഇരിക്കുന്ന ഒരു പൊന്നു സഹോദരൻ, അല്ലാഹുവേ, അവരൊക്കെ എന്ത് ഉദ്ദേശം വെച്ചാലും അവരെ കൽബിന്റെ അകത്തളമറിയുന്ന, കൽബിന്റെ ഉടമസ്ഥനായ കൽബ് മാത്രം നോക്കുന്ന തമ്പുരാനേ. അല്ലാഹുവേ, ഞങ്ങളുടെയും അവരുടെയൊക്കെ കൽബ് നീ ശുദ്ധിയാക്കി തരണം റഹ്മാനേ. നിന്റെ ഇൽമ് കൊണ്ട് നിറക്കണം തമ്പുരാനേ. നിന്റെ ഖുർആൻ കൊണ്ട് നിറക്കണം തമ്പുരാനേ. അവസാനം ഞങ്ങൾ മരിക്കുന്ന സമയത്ത് കലിമത്ത് തൗഹീദ് ചൊല്ലി മലായികത്തിനെ കണ്ട് മനോഹരമായ സ്വർഗം കണ്ട് സ്വർഗത്തിലെ നേതാവ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുസ്മേര വദനം കണ്ട് പുണ്യ പൂമുഖം കണ്ട് ആ സൗന്ദര്യത്തിൽ ഇങ്ങനെ ആകരട്ടരായി മരണവേദന അറിയാതെ ഞങ്ങളെ അങ്ങ് മരിപ്പിച്ച് കളയണം തമ്പുരാനേ. നാളെ ഞങ്ങൾ ഖബറിലെത്തുന്ന സമയത്ത് അല്ലാഹ്, നിന്റെ അതിശക്തമായ സൃഷ്ടിയായ ഭൂമി,
അതിന്റെ 2 പാർശ്വങ്ങൾ കൊണ്ട് ഞങ്ങളെ അമർത്തി ഞങ്ങളെ വാരിയെല്ലുകൾ പരസ്പരം കോർക്കുന്ന ദുഃഖകരമായ ആ അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം തമ്പുരാനെ. ഞങ്ങളെ അവിടുത്തെ അറ മനോഹരമായ അറയാക്കി തരണം തമ്പുരാനെ. ഞങ്ങൾ നിസ്കരിച്ചതിന് പകരം, ഞങ്ങൾ നോമ്പെടുത്തതിന് പകരം, ഞങ്ങൾ വയല് പറഞ്ഞതിന് പകരം, ഞങ്ങൾ ദീനിന്റെ ഖിദ്മത്ത് ചെയ്തതിന് പകരം, ഞങ്ങൾ രാത്രി നിസ്കരിച്ചതിന് പകരം ഞങ്ങൾക്ക് അവിടെ സന്തോഷമുള്ള റൂമ് തരണം അല്ലാ. സന്തോഷകരമായ ഭവനം തരണം തമ്പുരാനെ. നാളെ മഹ്ശറിൽ ഞങ്ങളുടെ നേതാവ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ ചാരത്ത് നിന്ന് അവിടുത്തെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങിച്ച് കുടിപ്പിക്കണം തമ്പുരാനെ. അവിടത്തോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം തമ്പുരാനെ. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. 10 വർഷങ്ങൾക്ക്